ഹായ്, എല്ലാവർക്കും വെരി ഗുഡ് മോർണിംഗ്. ഫൈനലി നമ്മൾ 250th GT വലിയൊരു ഹിസ്റ്റോറിക്കൽ ഡേ ആയിട്ടാണ് തോന്നുന്നത്. 250ാമത്തെ ആഴ്ചയിൽ ഇതെത്തുന്നു, അല്ലെങ്കിൽ അത് ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ ആയിരിക്കുന്നു ഒന്നും നമ്മളെ പ്ലാനിലുണ്ടായിരുന്നില്ല. പക്ഷേ ഒക്കെ ഡെസ്റ്റൈൻഡാന്ന് പറയാം. ചില കാര്യങ്ങൾ അങ്ങനെയാണ്. നമുക്കൊരു പ്ലാനും ഇല്ലാണ്ട് പോകുമ്പം മുകളിലുള്ളവൻ്റെ പ്ലാനിനോടൊപ്പം ഒഴുകാൻ പറ്റും. അപ്പോൾ അതിനൊരു രസമുണ്ട്, അതിനൊരു വൈബുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു GT അത്തരത്തിലൊരു മാജിക്കൽ ഫ്ലോ ആണ് നമുക്ക് തന്നെന്നുള്ളത്. അപ്പോൾ ഇന്ന് എനിക്ക് തോന്നുന്നു ഇന്നൊരു GT സെഷൻ തന്നെയാണ്, ഇങ്ങനെയൊക്കെ തന്നെ സെഷൻ ഡിസ്കഷനേക്കാളും എനിക്ക് തോന്നുന്നു ചില പോയിന്റുകളിൽ ചില മൈൽ സ്റ്റോൺസ് അവിടെ നമ്മൾ കുറച്ച് വന്ന വഴി പറയുന്നതും അതിൽ നിന്നും കണ്ടംപ്ലേറ്റ് ചെയ്യണതും നല്ലതാണ്. ഒരു 4 വർഷത്തോളമൊക്കെ ആയിട്ട്, അല്ലെങ്കിൽ ഒരു 4-5 വർഷത്തോളമൊക്കെ ആയിട്ട് ഒരുപാട് പേര് GTയോടൊപ്പം സഞ്ചരിക്കുന്നുണ്ട്. അപ്പം അവർക്കൊരു ഓർമ്മപ്പെടുത്തൽ ആക്ച്വലി നല്ലതാണെന്നോ തോന്നുന്നത്. നമ്മളിങ്ങനെ വന്ന വഴിയിലൂടെ ചിലർ എടുക്ക വന്നവരാണ്, ചിലർ തുടക്കം മുതലേ ഉണ്ട്. ഞാൻ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പം തെംജു GTയുമായി ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചപ്പം ചില ആൾക്കാർ കമൻറ്റ് ചെയ്യണ കണ്ടു, ഞാൻ 4 വർഷമായിട്ടുണ്ട്, ഞാൻ തുടക്കം മുതലേ ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ ശരിക്ക് വല്ലാത്ത അത്ഭുതമാണ്. ഇത്ര വർഷമായി നമ്മളിത് കൊണ്ടുപോകണം എന്നുള്ളത്. അപ്പോൾ ഇന്നലെ ആക്ച്വലി രാത്രി യാത്ര കഴിഞ്ഞു വന്ന് വീട്ടിലെത്തിയ സമയത്ത് ഞാനും ഇങ്ങനെ കിടക്കുന്നതിന് മുന്നേ കുറേ ആലോചിച്ചു. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇതേപോലെ തന്നെ ഒരു ഉറക്കം കിട്ടാത്ത പോലെ. കാരണം ഇതെങ്ങനെ സംഭവിച്ചെന്നൊരു പിടുത്തം കിട്ടുന്നില്ല. കാരണം ഞാൻ തന്നെയാണോ ഈ 3 ആഴ്ചകൾ സെഷൻ എടുത്തത്? എന്നെക്കൊണ്ട് ഇത് പറ്റിയോ? അങ്ങനെ ആലോചിച്ചൊക്കെയാണ്. അപ്പോൾ നമ്മൾക്കും കൺസിസ്റ്റൻസിയൊക്കെ ഉണ്ട്. പൊതുവേ എനിക്ക് ഈ ടീച്ചിങ് ഫീൽഡിലേക്ക് വരുന്നതിന് മുന്നേ ഞാൻ ഏറ്റവും കൂടുതൽ കേട്ടൊരു ചീത്തപ്പേരാണ് അതിനാന് തീരെ കൺസിസ്റ്റൻസി ഇല്ല, എന്ത് തൊടിയാലും പാതി വയലിടും എന്നുള്ളൊരു കാര്യം. എനിക്ക് തോന്നുന്നു നമ്മളെ പർപ്പസിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ കൺസിസ്റ്റൻ്റ് ആണെന്നുള്ളൊരു കാര്യം നമ്മൾ അറിയൂല എന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഇന്നലെ ഞാൻ കുറേ ആലോചിച്ചു. ഞാൻ 10th കഴിഞ്ഞതിന് ശേഷം എൻ്റെ ലൈഫ് 10ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഒക്കെ ഒരു അടിമേലെ മറന്നൊരു സമയം എല്ലാവർക്കും അറിയാമെങ്കിൽ കഥ. അപ്പോൾ ഈ +1 ട്യൂഷനിൽ കൊണ്ട് ചേർത്തി, അത് പാതി വയലിൽ നിർത്തി. വെക്കേഷനിൽ ഒരു കമ്പ്യൂട്ടർ ക്ലാസ്സിന് ചേർത്തി ഉമ്മ, അതും ഞാൻ പാതി വയലിൽ നിർത്തി. അത് കഴിഞ്ഞ് +1 കഴിഞ്ഞ് +2 വേറൊരു ട്യൂഷനിൽ കയറി, അതും പാതി വയലിൽ നിർത്തി. ദെൻ എൻജിനീയറിംഗ് പാതി വയലിൽ നിർത്തി. ദെൻ കെമിസ്ട്രി ഡിഗ്രി പാതി വയലിൽ നിർത്തി. ദെൻ കൗൺസിലിംഗ് സൈക്കോളജി ഡിഗ്രി പാതി വയലിൽ നിർത്തി. അതിൻ്റെ ഇടയിൽ വേറെ ചെറിയ ഷോർട്ട് ടൈം കോഴ്സുകൾ പലതും നോക്കിയപ്പോൾ ഒക്കെ പാതി വയലിൽ നിന്ന് പോയിട്ടുണ്ട്. അപ്പോൾ എനിക്കൊരു ധാരണ ഉണ്ടായിരുന്നു, എന്നെ കൊണ്ട് കൂട്ടിയാലൊന്നും കൂടൂല, ഞാൻ എവിടെക്കോ മടിയനായി പോയിട്ടുണ്ട്, എനിക്ക് കൺസിസ്റ്റൻസി ഒന്നുമില്ല, അതൊക്കെ എവിടെ നഷ്ടപ്പെട്ടിട്ടുണ്ട്, എന്നിലെ നല്ല കുട്ടി എന്നുള്ള ലേബലൊക്കെ പോയിട്ടുണ്ട് എന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ കൂടി ചില ഏരിയാസ് ഉണ്ടായിരിക്കും നമ്മൾ ശ്രദ്ധിക്കാതെ. അപ്പോൾ ഞാൻ ഇന്നലെ ഇങ്ങനെ ആലോചിച്ചു, ഇതെങ്ങനെ സംഭവിച്ചു? ഒന്നില്ലെങ്കിലും സൺഡേ എന്ന് പറയുമ്പം ബാക്കിയുള്ളൊരു കാര്യം പറയണ്ട, നമ്മളെ പാർട്ടിസിപ്പൻസ് പലരും ഖത്തറിനും കുവൈത്തിൽ നിന്നൊക്കെ എത്ര നേരത്തെ ജോയിൻ ചെയ്യുന്നു എന്ന് ആലോചിക്കുമ്പോൾ വല്ലാത്ത അത്ഭുതം തോന്നാറുണ്ട്. എന്നാലും ഞാൻ ചിന്തിക്കാറ്, എനിക്ക് എങ്ങനെയാണ് ഇത് ചെയ്യാൻ പറ്റുന്നത്? ഒരിക്കൽ പോലും ഗൈഡ് ടോക്കിൻ്റെ ഒരു വിഷയത്തിലേക്ക് വരുമ്പം ഒരിക്കലും എനിക്ക് തോന്നിയിട്ടില്ല ഇതൊരു എഫേർട്ടോട് കൂടിച്ചിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ നാളൊരു സെഷൻ ഉണ്ടല്ലോ, അല്ലെങ്കിൽ നാളൊരു ക്ലാസ് ഉണ്ടല്ലോ, അപ്പം അതിന് നമ്മൾ വെൽ പ്രിപ്പയർഡ് ആയിരിക്കണമല്ലോ, അങ്ങനത്തെ ഒന്നും തോന്നാറില്ല. എനിക്ക് തോന്നിയിട്ടുള്ളത് ഞാനിങ്ങനെ വന്ന് ഞാനായിട്ടിരിക്കുന്നു, ഇഷ്ടത്തോടു കൂടി ചെയ്യുന്ന, ആസ്വദിച്ച് ചെയ്യുന്നൊരു കാര്യം. ഇപ്പോൾ എനിക്ക് തോന്നുന്നു GT ഇല്ലാത്തൊരു ഞായറാഴ്ച എന്ന് പറഞ്ഞൊരു കൈ വരയ്ക്കുന്നത് പോലെ എന്ന് വേണമെങ്കിൽ പറയാം. GTക്ക് അറ്റൻഡ് ചെയ്തിട്ടില്ലെങ്കിൽ ഒരു ഇതാണ് എനിക്ക്. ശനിയാഴ്ചകളോ വെള്ളിയാഴ്ചകളോ എത്തുമ്പോഴേക്ക് വല്ല യാത്രകളുണ്ട്. ഇതിൻ്റെ ഏറ്റവും വലിയ കൺസേൺ എന്ന് പറഞ്ഞാൽ GT ഉണ്ടല്ലോ പഠിച്ചോനെ, ഇത് എങ്ങനെ ചെയ്യും, അവിടെ റേഞ്ച് ഉണ്ടാവോ എന്ന വിഷയങ്ങളൊക്കെയാണ്. അഥവാ റേഞ്ച് ഇഷ്യൂ എന്നാൽ അതിനൊരു പാരലലി ഒരാളെ അറേഞ്ച് ചെയ്യുക, അല്ലെങ്കിൽ നമ്മളെ മെൻറ്റേഴ്സ് ആരെങ്കിലും ഡീൽ ചെയ്യുക എന്ന് പറയുമ്പോൾ പോലും എനിക്ക് അതത്ര ഒരു സാറ്റിസ്ഫൈങ് ആയിട്ട് തോന്നില്ല. മെൻറ്റേഴ്സ് നന്നായിട്ട് എടുക്കാഞ്ഞിട്ടല്ല, എങ്കിൽ കൂടി അങ്ങനെ തോന്നാറില്ല. എനിക്കൊരു ഓർമ്മ ഉള്ളൊരു സംഭവം ഇതേപോലെ ഒരു ലാസ്റ്റ് ഇയർ അല്ല 2 years ബാക്ക് എങ്ങനെയാണ് ഏതൊരു GT ഉണ്ട്. ഞാൻ സൗദിയിലുള്ള ടൈമിൽ ഉംറ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തലേ ദിവസം ശനിയാഴ്ചയാണ് ഉംറക്ക് പോകുന്നത്. മദീന ടു മക്ക പോയി അവിടെ ഉംറെല്ലാം ചെയ്ത് രാത്രി ഏകദേശം ഒരു നൈറ്റാണ്, നമ്മൾ ലേറ്റ് നൈറ്റാണ് തിരിക്കുന്നത് മക്കത്തുനിന്നും മദീനത്തേക്ക്. നമ്മളെ മെൻഡി അഷ്റഫ് ഖാൻ എന്നെ ഡ്രൈവ് ചെയ്ത് കൊണ്ടുവരണേ. എൻ്റെ മൈൻഡിൽ ആകെയുള്ള കൺസേൺ ഈ സുബഹി ആകുമ്പോഴത്തേക്ക് മദീനത്ത് എത്തുമോ, അപ്പം എനിക്ക് പെട്ടെന്ന് സെഷനിൽ കയറണില്ല. അങ്ങനെ രാത്രി ഫുള്ള് ഞാനിങ്ങനെ ഈ ഒരു കൺസേൺ ഉണ്ടായിട്ട് എനിക്ക് ഉറങ്ങാനും പറ്റിയില്ല. പക്ഷെ തിരിച്ച് കറക്റ്റ് സുബഹീൻ്റെ ഒക്കെ ഒരു സമയമാകുമ്പോഴേക്ക് നമ്മൾ മദീനത്ത് എത്തുന്നു. അപ്പോഴേക്ക് എനിക്കൊന്ന് ഫായിസോ ഒരാൾ സെഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ എങ്കിൽ കൂടി ഉറക്കൊന്നും വിഷയം ഞാൻ ചിന്തിക്കുക, ഉറക്കല്ല യാത്രാക്ഷീണുണ്ടല്ലോ, അതൊന്നും അറിയാണ്ട്. കാരണം സൗദിയിൽ കുറച്ചുകൂടി നേരത്താണല്ലോ സമയം.
പക്ഷെ അന്നും ഞാൻ കയറിയതൊക്കെ പിന്നീട് ഇരുന്ന് ഇന്നലെ രാത്രിയൊക്കെ ഇങ്ങനെ ആലോചിച്ചു, ഇതൊക്കെ എങ്ങനെയാണ്, എവിടുന്നാണ് ഈ ഡെഡിക്കേഷൻ വരുന്നത്? അപ്പം നമ്മളുടെ ഉള്ളിലും ആക്ച്വലി നമ്മൾ ഉറക്കം കെടുത്തുന്ന അല്ലെങ്കിൽ നമ്മളെ മടി മാറ്റി വെക്കുന്ന ചില തലങ്ങളുണ്ട്. അത് ഏതാണെന്ന് കണ്ടെത്താന്നുള്ള വിഷയം. ഇപ്പം GT250 എനിക്ക് ഫസ്റ്റ് തന്നെ ഇത്രയും കാലം നമ്മളോടൊപ്പം സഞ്ചരിച്ച പാർട്ടിസിപ്പൻസിനോട് എനിക്ക് ആകെ പറയാനുള്ള ആദ്യത്തെ വിഷയം തന്നെ ഈ കൺസിസ്റ്റൻസി, മടി എന്നുള്ളതൊന്നുമല്ല വിഷയം. നമ്മളുടെ പർപ്പസുമായി ബന്ധപ്പെട്ട നമ്മളാക്കി മാറ്റുന്ന ചില തലങ്ങളുണ്ടായിരിക്കും. അതിനേക്കാൾ നമ്മൾ പർപ്പസ് എന്ന് പറയാം, നമ്മൾക്ക് ജീവൻ നൽകുന്ന, അതുണ്ടെങ്കിലേ നമ്മളുള്ളൂ, അല്ലെങ്കിൽ അതില്ലാതെ നമുക്കൊരിക്കലും പറ്റൂല എന്ന അവസ്ഥയിലേക്ക് എത്തിക്കുന്ന പല കാര്യങ്ങളും ഉണ്ടായിരിക്കും. അത്തരത്തിലൊരു പർപ്പസ് അഡിക്ഷൻ നമ്മുടെ എല്ലാവരുടെ ഉള്ളിലുണ്ട്. അങ്ങനത്തെ ആണല്ലോ ഇപ്പം ഞാൻ പറയാം, കൈ വരയ്ക്കണത് പോലെ എന്ന് പറഞ്ഞ പോലെ എല്ലാവർക്കും ഉള്ളിലുണ്ടായിരിക്കും. അവർക്ക് അതിൽ എന്ത് കുറവുകളുണ്ടെങ്കിലും എന്ത് പ്രയാസങ്ങളുണ്ടെങ്കിലും അവർക്കത് ചെയ്യാതിരിക്കാൻ പറ്റൂല എന്ന തലത്തിൽ കുറച്ച് കാര്യം ഉണ്ടായിരിക്കും. അത് നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ താനേ ഡിസിപ്ലിൻ വരും. ഞാൻ അങ്ങനെ ചിന്തിച്ചു നോക്കാം, ഡിസിപ്ലിനൊക്കെ ഇല്ലാത്ത ഞാൻ എത്രത്തോളം എന്നെ GT ഡിസിപ്ലിൻ ആക്കി. ശരിക്കും GTയും ഈ പരിപാടിയൊക്കെ എനിക്ക് തന്നെ ഉള്ളൊരു ട്രെയിനിങ് ആണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യത്തിന് വേണ്ടി നമ്മൾ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനൊരു സെഷൻ നടക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഇങ്ങനൊരു ഇഷ്ടത്തോടു കൂടിയിട്ട് ഈ വിസ്ഡംസ് ഡെലിവറി ചെയ്യണമെങ്കിൽ വിസ്ഡം ഡെലിവറി ചെയ്താൽ മാത്രം പോരാ, ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കുറേ കാര്യം സെറ്റ് ചെയ്യണം. അതിന് നല്ല ഡിസിപ്ലിൻ വേണം. ഇപ്പോൾ ടീം മാനേജ്മെൻറ്റ്, അതുപോലെ തന്നെ മറ്റുള്ള ടെക്നോളജി മാനേജ്മെൻറ്റ്, പാർട്ടിസിപ്പൻസിനെ മാനേജ് ചെയ്യൽ, അവരെ കണക്ട് ചെയ്യൽ, അവരിലേക്ക് കറക്റ്റായിട്ട് മെസ്സേജുകൾ എത്തിക്കൽ, അവരെ ഇൻവൈറ്റ് ചെയ്യൽ, ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് സാധനങ്ങളുണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ ബിഹൈൻഡ് ദ കേർട്ടനിൽ നടക്കുന്ന കുറേ കാര്യങ്ങൾ. അവിടെ ഒരു മാനേജർ റോൾ എടുക്കണം, ഒരു ചെയർമാൻ റോളൊക്കെ എടുക്കണം. അപ്പം വിസ്ഡം പറയാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഇതുകൊണ്ട് മാത്രമായില്ലല്ലോ, ഇതിനൊരു സിസ്റ്റം സെറ്റാക്കി കൊടുക്കാൻ നല്ല ഡിസിപ്ലിൻ വേണമെന്നല്ല. പക്ഷെ എനിക്ക് തോന്നുന്നു ഈ GTയോടുള്ളൊരു പാഷൻ, GT എന്നല്ല, ഈ വിസ്ഡം ചെയ്യാനുള്ളൊരു പാഷന് എവിടെയൊക്കെ എനിക്ക് നല്ല ഡിസിപ്ലിൻ കൊണ്ടു തന്നു. സോ ഫസ്റ്റ് മെസ്സേജ് ഈ 250 എല്ലാവർക്കും തന്നെയുള്ള ആദ്യത്തെ മെസ്സേജ് എന്ന് പറഞ്ഞാൽ, നമ്മളാക്കി മാറ്റുന്ന, നമ്മളെ ആത്മാവിനെ സ്പർശിക്കുന്ന, അത് എത്ര കാലം കഴിഞ്ഞാലും നമുക്ക് മടുപ്പ് വരാത്ത, എന്ത് ചലഞ്ചസും നമുക്ക് ക്ഷീണം അറിയിക്കാത്ത, എത്ര ക്ഷീണത്തിലിരുന്നാലും എത്ര ചലഞ്ചിലിരുന്നാലും എത്ര തളർച്ചയിലിരുന്നാലും എന്തോ ഒരു കാര്യം ഉണ്ടായിരിക്കും. നമ്മളതിലേക്ക് ഇറക്കുമ്പം നമ്മളെ ക്ഷീണം മറന്നു പോകും, നമ്മളെ ചലഞ്ചസ് മറന്നു പോകും. എന്ത് ചലഞ്ച് വന്നാലും നമ്മൾ ടാക്കിൾ ചെയ്ത് മുന്നോട്ട് പോകും. അത്തരത്തിലുള്ള ഒരു സ്പേസ് എല്ലാവരുടെ ഉള്ളിലുണ്ട്. അതൊക്കെ പർപ്പസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഞാൻ ഓൾറെഡി നമ്മളെ GTയിൽ തന്നെ പർപ്പസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് ടോപ്പിക്സ് എടുത്തിട്ടുണ്ട്. പിറകോട്ട് പോയാൽ കാണാൻ പറ്റുന്നതാണ്. അപ്പം അങ്ങനത്തെ ചില തലങ്ങളെ നമ്മൾ സ്പർശിക്കണം എന്നുള്ളതാണ്. അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് GT എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ആളുകൾ, നമ്മളെ പാർട്ടിസിപ്പൻസ് ഒക്കെ GTയോട് അനുബന്ധമായിട്ട് ഇങ്ങനെ പോകുമ്പം നമ്മൾ എന്തിലേക്കാണോ ചേരുന്നത്, നമ്മൾ എന്തിലേക്കാണോ ചേർന്ന് നിൽക്കുന്നത്, അതിൻ്റെ ഊർജം നമ്മളെ സ്വാധീനിക്കുന്നതാണ്. ഉറപ്പായിട്ട് എനിക്ക് 100% ഉറപ്പാണ്. ഒരു പെർസെൻറ്റേജ് പോലും മായം കലരാതെ 100% ഞാനൊക്കെ എൻ്റെ പർപ്പസിൽ മുഴുവനായിട്ട് നിലകൊള്ളുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു ഇടമാണ് ഗൈഡഡ് ടോക്ക് എന്ന് പറഞ്ഞാൽ. അപ്പം ഇതിലേക്ക് വരുന്നവർക്ക് ഈ കാറ്റാണ് അടിക്കേണ്ടത്. ഓരോരു പക്ഷേ ഈ കൺസിസ്റ്റൻസിയോട് കൂടിയിട്ട് GTയിലേക്കൊക്കെ കണക്ട് ചെയ്ത് ഇതിനോടൊപ്പം ഇങ്ങനെ യാത്ര തുടരുമ്പം പലരും പറയാറുണ്ട് സാമ്പത്തിക പ്രതിസന്ധി, മറ്റുള്ള കോഴ്സുകളൊക്കെ ചെയ്യാൻ. അപ്പം ഞാൻ അവരോടൊക്കെ പറയും, 200-ലേറെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഒരു ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യാതെ ഇത്ര ഇതിൽ കൊടുക്കുള്ളൂ, മറ്റേൽ ഇത്ര കൊടുക്കുള്ളൂ, അങ്ങനെയൊന്നും അല്ലാണ്ട് അങ്ങനത്തെ ഒരു പരിപാടി ഇവിടെ ഇല്ല. നമുക്ക് ഇത് ഇൻഫൈനൈറ്റ് ആണ്, ഇത് എത്ര എടുത്താലും തീരൂല എന്നുള്ളൊരു ഫീലിങ്ങിൽ വരുന്ന സാധനമാണ്. അപ്പോൾ GT തന്നെ എത്ര നല്ലൊരു കോഴ്സാണെന്ന് ഞാൻ ചിന്തിക്കലുണ്ട്. ലാസ്റ്റ് ജാനുവരിയിൽ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ പാർട്ടിസിപ്പൻസിനോട് പറഞ്ഞു, നിങ്ങൾ നമ്മളെ GT ഫാക്ടറിക്കാരോട് പറഞ്ഞു, നിങ്ങൾക്ക് എന്തുകൊണ്ട് ഈ വർഷത്തെ റെസൊല്യൂഷനിൽ എല്ലാ ഞായറാഴ്ചത്തെ GTയും ചെയ്യും. എല്ലാ ഞായറാഴ്ചത്തെ GT എന്ന് പറഞ്ഞാൽ ഏകദേശം നമുക്കൊരു 50 ആഴ്ചയോളം ഉണ്ടായിരിക്കും. അപ്പോൾ ഒരു വർഷത്തിലൊരു 50 ആഴ്ച എന്ന് പറഞ്ഞാൽ 50 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 75 മണിക്കൂർ വിസ്ഡത്തിലൂടെ നമ്മൾ യാത്ര ചെയ്യണമെന്ന് തോന്നില്ല. ശരിക്കും ഒരു കോഴ്സ് തന്നെയാണത്. അങ്ങനെ ആളുകൾ അതിനെ കാണാറില്ല എന്നുള്ള. GT എന്ന് ഓരോ ആൾക്കാരുടെ വേണ്ടി ജസ്റ്റ് വീക്കിലി ഒരു സെഷൻ, പക്ഷെ അതിനെ കൺസിസ്റ്റൻസിയോട് കൂടിയിട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ ഒരു വർഷത്തേക്ക് എടുക്കാൻ പറ്റിയ നല്ലൊരു ഗൈഡഡ് ജേണിയാണ്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി പലർക്കും ഇടയ്ക്കിടെ വന്നിട്ട് ഈ അലൈൻമെൻറ്റ് സെറ്റാക്കി പോകുന്ന, വർക്ക്ഷോപ്പിൽ കയറ്റി ഫ്രീ ആക്കി സെറ്റ് ചെയ്ത് പോകുന്ന ഒരു ഇടം മാത്രമായിട്ട് കാണുമ്പോൾ അതേ കിട്ടുന്നുള്ളൂ എന്നുള്ളതാണ്. പക്ഷെ അങ്ങനെ ഒരാൾ യാത്ര ചെയ്യുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് അവർക്കിതൊരു വർഷത്തെ കോഴ്സാണ്, ഒരു ഫ്രീ കോഴ്സാണ് ആയിട്ട് തന്നെ അവർക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഇടമാണ് ഗൈഡഡ് ടോക്ക് എന്നുള്ളതാണ്. അപ്പോൾ ഈ വർഷം വേണമെങ്കിലും ഇനിയും റെസൊല്യൂഷനുള്ള ടൈമാണ്, ഇപ്പോഴും വേണമെങ്കിൽ നമ്മളെ പാർട്ടിസിപ്പൻസിന് എന്ത് ചെയ്യാം, അങ്ങനെ ഒരു തീരുമാനം എടുക്കാം എന്നുള്ളതാണ്. ഇപ്പോൾ ഗൈഡഡ് ടോക്ക് തൊടാത്ത വിഷയങ്ങളില്ല എന്നുള്ള ഏറ്റവും നല്ല രസം. നമ്മുടെ ആരോഗ്യത്തിൻ്റെ വിഷയമാകട്ടെ, ഫാമിലി, റിലേഷൻഷിപ്പ്, പേഴ്സണൽ മാനേജ്മെൻറ്റ്, സ്പിരിച്വാലിറ്റി, വെൽത്ത്, അങ്ങനെ തുടങ്ങിയിട്ട് സർവ്വതും വിഷയമാണ്.
എനിക്ക് തെംജു രാവിലെ ഇങ്ങനെ നമ്മുടെ ഇൻട്രൊഡക്ഷൻ ടോക്കിൽ തെംജു പറയുമ്പം നമ്മുടെ ട്യൂഷനിലെ കഥ ഇത് എവിടുന്നും വന്നു എന്നുള്ളത് പറഞ്ഞു. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു നമ്മളെ ട്യൂഷനിൽ മോറൽ ടോക്കായിരുന്നു എല്ലാ ഞായറാഴ്ചകളിലും. അപ്പോൾ അന്ന് ഈ 10ാം ക്ലാസ്സിലെ നിങ്ങളെപ്പോലെയുള്ള പിള്ളേർ ഉണ്ടാക്കി തന്ന ആ ക്യൂരിയോസിറ്റിയാണ് ആക്ച്വലി എന്നെ ഈ ഭ്രാന്തനാക്കി മാറ്റിയെന്ന് പറയാം. കാരണം നിങ്ങൾ ഈ പ്രായത്തിലുള്ള നിങ്ങളെപ്പോലത്തെ കുറേ എണ്ണം ഉണ്ടായിരുന്നല്ലോ അവിടെ. അപ്പോൾ ഇവർ 12 മണി വരെ 1 മണി വരെയൊക്കെ ഞായറാഴ്ച ട്യൂഷൻ ഉണ്ടാവും. നിങ്ങൾക്കറിയാം സ്പെഷ്യൽ ക്ലാസ്സുകളാണ്. അപ്പോൾ ഞായറാഴ്ച ഓൾറെഡി വരുന്നു. പക്ഷെ ഞായറാഴ്ച ഉള്ള ക്ലാസ് 12 മണിക്കോ 12:30ക്കോ കഴിഞ്ഞാൽ പിന്നെ ഒരു മോറൽ ടോക്ക് എന്ന് പറഞ്ഞിട്ടൊരു സ്ലോട്ട്, ഒരു 15-20 മിനിറ്റ്. ഇതിന് ഒരു അടിസ്ഥാനത്തിൽ തുടങ്ങിയതാണ് ഈ കൂടി. നിങ്ങളെപ്പോലത്തെ അന്ന് ഇപ്പം എല്ലാം അത്രയും ചെറുതായിട്ടുള്ള ഇന്ന് കുറച്ചെങ്കിൽ നിങ്ങൾക്ക് അന്തണ്ട്. അന്ന് എന്തിലേക്കും മൈൻഡ് വെക്കാൻ പാകത്തിലുള്ള നിങ്ങൾ ഈ ടൈമിലും നിങ്ങളെപ്പോലത്തെ കുറേ കുട്ടികൾ 12 മണിക്ക് ശേഷവും വീട്ടിൽ പോകാൻ തിരക്ക് കാണിക്കാതെ അങ്ങനെ ഇരിക്കുമ്പോൾ നിങ്ങളെ പോലത്തെ കണ്ണിൽ കണ്ട ക്യൂരിയോസിറ്റിയാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത്. ഓ, അപ്പോൾ ഈ ടോക്കിന് ഇത്ര ഇമ്പാക്റ്റ് ഉണ്ടോ, അല്ലെങ്കിൽ ഈ കുട്ടികൾക്ക് ഇത്ര ഇഷ്ടമാണോ? മാത്രമല്ല, സാധാരണ ഒരു ട്യൂഷൻ പഠിച്ചുകൊണ്ടിരിക്കും മറ്റുള്ള ട്യൂഷനിലെ വിദ്യാർത്ഥികൾ അങ്ങനെ അങ്ങോട്ടും കൊണ്ട് വരില്ല. പക്ഷേ ഈ മോറൽ ടോക്ക് കേൾക്കാനായിട്ട് മറ്റുള്ള ട്യൂഷനിലെ കുട്ടികൾ പോലും വന്നിരിക്കാറുണ്ടായിരുന്നു എന്നുള്ളത് വല്ലാത്തൊരു അത്ഭുതമാണ്. അപ്പോൾ അവിടെ തുടങ്ങിയ അതിൽ അന്ന് നമുക്ക് അങ്ങനെ തന്നെ തെംജു പറഞ്ഞപ്പോൾ ഞാനിതൊക്കെ ഓർക്കണത്, നമ്മൾ സഡനായിട്ട് ഒരു ടോപ്പിക്ക് മൈൻഡിൽ വരുന്നു, അത് ബോർഡിൽ എഴുതുന്നു, അതൊന്ന് ഡിസ്കസ് ചെയ്യുന്നു. അപ്പോൾ നിങ്ങളും ക്യൂരിയസ് ആയിരിക്കും അന്ന് എന്തായിരിക്കും ഇന്ന് അദ്നാൻ സാർ എടുക്കാൻ വേണ്ടി പോകുന്ന ടോപ്പിക് എന്നുള്ള കാര്യം. അപ്പോൾ ഞാനും ക്യൂരിയസ് ആയിരിക്കും എന്തായിരിക്കും എടുക്കുക. പക്ഷെ അതിലെനിക്കിപ്പോൾ ഓർമ്മയുള്ള ഒരു രസകരമായിട്ടുള്ളൊരു സംഭവമുണ്ട്. ഏതോ ഒരു സൺഡേ നമ്മൾ മോറൽ ടോക്കിൽ ഞാൻ പറഞ്ഞു, ഓഡിയൻസ് കുട്ടികളോട് പറഞ്ഞു നിങ്ങൾ ടോപ്പിക്ക് പറയുന്ന പറഞ്ഞു. ഒരു കൗതുകത്തിന് പറഞ്ഞാണ്, നിങ്ങളിന്ന് ടോപ്പിക്ക് പറയാം, നിങ്ങൾ പറഞ്ഞ ടോപ്പിക്കിൽ ഞാനിന്ന് മോറൽ ടോക്ക് നടത്തും. അപ്പോൾ അന്ന് എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്, ക്ലാസ്സിൽ കുറച്ച് വിദ്വാൻമാരിൽ ഒരുത്തർ ഏതോ ഒരാളാണ്, നമ്മൾ സൽമാൻ്റെ ഒക്കെ കൂട്ടത്തിൽപ്പെട്ട ഏതൊക്കെ ടീംസാണ്, ഇവരാക്കാൻ വേണ്ടിയിട്ട് പുട്ട് എന്ന് ടോപ്പിക്ക് ഇട്ടു. ഞാനാകെ പെട്ട് എന്ന് പറയലാണ് എന്താ ചെയ്യാം, ഇവർ സാറിന്ന് പുട്ടാക്കാൻ വിഷയം. അപ്പം ഞാൻ എന്തെന്നൊക്കെ പറയാം, നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു നിലവാരം ഉണ്ടല്ലോ, ദാറ്റ് മീൻസ് ഇതൊക്കെ ആയിരിക്കും വിഷയം. അപ്പം പിന്നെ ഞാനിരുന്ന് ആലോചിച്ചു, പക്ഷെ പെട്ടിട്ടില്ല. അതിനെ ഇങ്ങനെ പിടിച്ചു നിന്ന് പോയിട്ട് സൗകര്യമുള്ളത് കൊണ്ട് അന്ന് പുട്ടുമായി ബന്ധപ്പെട്ടിട്ട് ഞാൻ ചോദിച്ചൊരു ചോദ്യം എന്തായിരുന്നു, ഓൾറെഡി കുത്തി പൊടിക്കാനാണെങ്കിൽ ഇത് ആദ്യം പൊടിച്ചെടുത്താൽ പോരായിരുന്നു, ഇതിൽ കുറ്റിയിലാക്കി ഇങ്ങനെ കൊണ്ടുവന്നിട്ട് വളരെ സ്നേഹത്തോടു കൂടി അതിനെ ഭയങ്കര അതൃപ്പത്തിലേക്ക് ഇങ്ങനെ ആക്കിയെടുത്തിട്ട് ഇതിനെ പൊടിക്കുന്നു, എന്നാൽ പിന്നെ ആകെ പൊടിച്ചെടുത്താൽ മതിയല്ലോ എന്നത് വെച്ചിട്ടാണ് തുടങ്ങിയത്. ഇതുപോലെ തന്നെയാണ് പലപ്പോഴും ജീവിതം, നമ്മൾ കൺസ്ട്രക്ട് ചെയ്ത് കൊണ്ടുവരും, പക്ഷെ അതിൻ്റെ രുചി കിട്ടാൻ ചിലപ്പം പൊടിക്കേണ്ടി വരും. അപ്പം അന്ന് അങ്ങനെ പുട്ടിനെ പറ്റി പറഞ്ഞെങ്കിൽ കൂടി ഇന്ന് ഞാൻ ഓർക്കുമ്പോൾ ഇന്ന് എൻ്റെ ജീവിതത്തിൽ പുട്ടിന് സമാനമായ പലതും സംഭവിക്കുന്നുണ്ട്. നിങ്ങൾക്ക് പുട്ടിക്ക് സമാനമായ പലതും, എനിക്ക് പുട്ടിന് സമാനമായിട്ടുള്ള പലതും സംഭവിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ അങ്ങനെ പറയാറുണ്ട്, നമ്മളൊരു ലെവൽ വരെ ഇങ്ങനെ പോവും, ആ ലെവലിലെത്തിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ് ലെവൽ നമ്മളങ്ങ് പൊളിക്കും, എന്നിട്ട് അറിയാം ഇനി നമുക്ക് ഇവോൾവ് ചെയ്യണം. അപ്പം ഈ പാമ്പ് തോല് ഉരിയുന്നത് പോലെ നമ്മളൊരു മെച്യൂർ പീരീഡ് വരെ പോയിട്ട് പിന്നെ കംപ്ലീറ്റ് നമ്മൾ അൺലേൺ ചെയ്ത് അതൊക്കെ പൊടിച്ച് കളഞ്ഞിട്ട് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാന്നുള്ളൊരു പോയിന്റ് ഉണ്ട്. എനിക്ക് തോന്നുന്നു ഗൈഡഡ് ടോക്കിനും 250ക്ക് ഇനി മുന്നോട്ടുള്ള യാത്രയിലും തീർച്ചയായിട്ടും ഇതിൽ വലിയൊരു എവല്യൂഷനറി ആയിട്ടുള്ളൊരു മോഡായിരിക്കും. ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, ഇപ്പം വരുന്ന 17th നമ്മളെ 250th സെലിബ്രേഷൻ വരാണ്. അപ്പം എല്ലാവരും സാന്ദർഭികമായിട്ട് പറയാണ്, സാന്ദർഭികമല്ല മെയിനായിട്ട് തന്നെ പറയാണ്, ഇന്നല്ല 250യുടെ സെഷൻ, ഇന്ന് നമ്മളിതിൻ്റെ ഒരു ഓൺലൈൻ പ്രോഗ്രാം ഇന്ന് ഡേ ആയതുകൊണ്ട് നമ്മൾ എത്തിയിരിക്കുന്നുള്ളൂ. വരുന്ന സാറ്റർഡേ ആണ്, കമ്മിങ് സാറ്റർഡേ ആണ് നമ്മളെ ഈ 250 ഗൈഡഡ് ടോക്സ് പിന്നിട്ടതിൻ്റെ ഗ്രാൻഡ് സെലിബ്രേഷൻ വരുന്നത്. അപ്പം എല്ലാവരും പങ്കെടുക്കണം. കുറേ പേര് ഞാൻ കഴിഞ്ഞ ആഴ്ച ഒന്ന് തട്ടാൻ കാത്തിരിക്കായിരുന്നു കയറാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചിലരുണ്ട് അങ്ങനെ, ഞാൻ ഇവരും ചെറിയ കുട്ടികളാണെന്ന് തോന്നാണ്, ഇതേ വരുന്നില്ല എന്ന് വെച്ചാൽ വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. അങ്ങനെ അതിൻ്റെ ആവശ്യമില്ലല്ലോ, ദിസ് എ ഗ്രാൻഡ് സെലിബ്രേഷൻ. അപ്പോൾ എല്ലാവരും ഉണ്ടാവണം. ഒരുപാട് പേര് എൻറോൾ ചെയ്തു, ഇനിയും കുറച്ചുകൂടി നമുക്ക് സീറ്റുകളുണ്ട്. അപ്പം മാക്സിമം എല്ലാവരും വരാം. ഈ ഒരു പരിപാടി, ഇങ്ങനെ ഒരു സംഭവം നമ്മൾ ഇത്രയും വീക്കിലി ചെയ്തത് ഒരു ഗ്രാൻഡ് സക്സസ് ആക്കി മാറ്റണം എന്നതാണ്. ഫൈൻ. അപ്പം ഇതൊക്കെയാണ് എനിക്കിങ്ങനെ പറഞ്ഞു വന്നപ്പം GT-യുമായി ബന്ധപ്പെട്ട ഒരു തോട്ട് വരുന്നത്. മോറൽ ടോക്ക് ക്ലാസ് റൂമിൽ തുടങ്ങി, അതിനുശേഷം പതിയെ നമ്മൾ മോറൽ ടോക്കിനൊന്ന് ക്ലാസ് റൂമിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുവന്നിരുന്നു അല്ലേ. നമ്മൾ സ്പിരിച്വൽ ടോക്ക് എന്ന് പറഞ്ഞിട്ട് നമ്മളെ നാട്ടിൽ തന്നെ കൊണ്ടുവന്നു. പിന്നെ അത് പതിയെ വേറൊരു മോഡിലേക്ക് വന്ന് ഓഫ്ലൈനിൽ തന്നെ സൺഡേ ക്ലാസ്സുകളായി മാറി. പിന്നെയാണ് നമ്മളത് ഓൺലൈനിലേക്ക് ഇങ്ങനെ എത്തുന്നത് എന്നുള്ള. പക്ഷെ ഇതൊന്നും തുടങ്ങുമ്പോൾ നമ്മൾ അറിയുന്നില്ലല്ലോ എങ്ങനെ എത്തിയെന്നില്ല. ഞാൻ പലപ്പോഴും ഈ ചില ലെജൻഡറി ആയിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കര ചിലരൊക്കെ ഇങ്ങനെ മാജിക്കലായിട്ട് നാച്ചുറലായിട്ടൊക്കെ ചില പോയിന്റുകളിൽ എത്തും, നിയോഗം കൊണ്ട് എത്തുമെന്ന് പറഞ്ഞ ചില ആൾക്കാരുണ്ട്. അപ്പോൾ അവരെ ഇൻ്റർവ്യൂസൊക്കെ കാണുമ്പോൾ അവരിങ്ങനെ പറയാറുണ്ട്, ഇത് നമ്മൾ അറിഞ്ഞെത്തിയതൊന്നുമല്ല, എന്തോ ഒരു ദൈവാനുഗ്രഹം കൊണ്ട് അങ്ങനെ സംഭവിച്ചു. എക്സാക്ട്ലി എനിക്കത് ഈ വിഷയത്തിൽ GT നമ്മളെ ടീമൊക്കെ ബന്ധപ്പെട്ട് വരുമ്പോൾ എനിക്കിങ്ങനെ തോന്നാറുണ്ട്, ഇത് നമ്മളിങ്ങനെ പ്ലാൻ ചെയ്ത് സെറ്റാക്കി എത്തിയതൊന്നുമല്ല.
ഇതൊരു നിയോഗം പോലെ എന്തോ ദൈവാനുഗ്രഹത്തിൽ ഇങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയതുപോലെ സംഭവിച്ചു എന്നുള്ളതാണ്. അപ്പോൾ നോക്കിയാൽ നമ്മളെ GT ആണല്ലോ നമ്മളെ ടീമിനെ എല്ലാവരും പരിചയപ്പെടാനും ടീമിലേക്ക് എല്ലാവരും എത്താനും ഒക്കെ ഉള്ളൊരു ഒരു സെഷൻ പാർട്ട് എന്നാണ്. GTയിലൂടെ അല്ല ആളുകൾ അറിഞ്ഞു. ഞാൻ ഇന്ന് രാവിലെ ഇങ്ങനെ വർക്കിയതിൽ ആലോചിച്ചു, എത്ര ഫാമിലിയെ നമ്മൾ ടച്ച് ചെയ്തിട്ടുണ്ടായിരിക്കും, എത്ര ട്രാൻസ്മിഷൻ സ്റ്റോറീസ് നമ്മൾ കേൾക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ നമ്മൾ GT 250യുടെ ഇൻവിറ്റേഷൻ വീഡിയോസ് പലരും അയക്കുമ്പോൾ തന്നെ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് വീഡിയോസ് ഉണ്ട്. നമുക്ക് വീഡിയോസിൻ്റെ എണ്ണം കൂട്ടിയിട്ട് സോർട്ട് ചെയ്തിട്ട് ഇടാത്തുള്ളൊരു പ്രശ്നമുള്ളൂ എന്നുള്ളതാണ്. ഇനിയും ഒരുപാട് ആൾക്കാർ അതിന് തയ്യാറായിട്ടുണ്ട്. നമ്മൾ എല്ലാവരുടെ അടുത്തേക്ക് അപ്രോച്ച് ചെയ്യാത്തതും, കാരണം ഇത് എല്ലാം കൂടി തുടങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ വർഷം ഫുൾ ഇട്ടാലും തീരാത്ത രീതിയിലൊക്കെ ഉണ്ട് എന്നുള്ള. അപ്പോൾ ഇത് 250th വീക്ക് എന്ന് പറയുമ്പോൾ ഇത് മീനിങ് ഫുൾ ആണോ എന്നൊരു ചോദ്യമുണ്ട്. വെറുതെ ഇപ്പം നമുക്ക് പറയാമല്ലോ 250 അങ്ങനെയായി നിറവിൽ എന്ന് പറയും. പക്ഷെ അതിന് വല്ല മീനിങ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വാലിഡേറ്റ് ചെയ്യേണ്ടത് ശരിക്കും നമ്മുടെ GT പാർട്ടിസിപ്പൻസ് ആണ്. ഈ ഞായറാഴ്ച നടക്കുന്ന സെഷനും ഇതിൽ വന്ന ഇമ്പാക്റ്റുകളും ഗൈഡഡ് കോഡ് പാർട്ടിസിപ്പൻസും ഒക്കെ ആയിട്ടുള്ള ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. എത്ര സ്റ്റോറീസാണ്. ഞാനിങ്ങനെ മൈൻഡിൽ ചിന്തിച്ചിരുന്നു, നമ്മൾ GT 250 വരുമ്പോഴേക്ക് കുറച്ച് ആൾക്കാരുടെ റിയൽ ലൈഫ് സ്റ്റോറീസ് ഒരു ഗ്രന്ഥമാക്കി ഒരു പുസ്തകമാക്കി ഇറക്കിയാലോ. ലൈഫ് സ്റ്റോറീസ് ഇഷ്ടം പോലെ കഥകളുണ്ടല്ലോ നമ്മുടെ കയ്യിൽ, എത്ര കഥകളാണ് ലൈഫ് സ്റ്റോറീസ്. എനിക്കിത് കേൾക്കാത്ത ദിവസങ്ങളില്ല എന്നല്ല. അപ്പം എനിക്കൊന്ന് ഹോം മാസ്റ്റേഴ്സിൻ്റെ ഒരു ഗ്യാതറിങ് 2 ദിവസം മുന്നേ വെച്ചപ്പോഴും അതിന് മുന്നേ ചില സെഷൻസ് ഓഫ്ലൈൻ ഇവിടെ വെച്ചപ്പോഴൊക്കെ തന്നെ വരുന്നവർക്കൊക്കെ റൂമിനേറ്റിൽ പോയപ്പോഴൊക്കെ തന്നെ കഥകൾ ഇങ്ങനെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. GT മാറ്റിയ കഥകൾ, ടീം മാറ്റിയ കഥകൾ, ടീമിനെ കണ്ട കഥകൾ, ഗൈഡിനെ കണ്ട കഥകൾ, ബിഫോർ GC കഥകൾ, ആഫ്റ്റർ GC കഥകൾ എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് കഥകൾ ഞാൻ ചിന്തിക്കായിരുന്നു, ഒരു കുറച്ച് പേരുടെ കഥകൾ ഒരു പുസ്തകം ആക്കിയാലോ. അപ്പം എൻ്റെ മൈൻഡിലൊന്നും 250ാമത് GT 250 കഥകൾ. അപ്പം എനിക്കത് കുറഞ്ഞു പോയി. കാരണം നമ്മൾക്ക് 1000 ഒന്നല്ല, 1000-ലും 2000-ലും 3000-ലൊക്കെ ഏറെ 10,000-ഓളം കഥകളുണ്ട്. അപ്പോൾ അത് ചുരുങ്ങി പോകുന്നുള്ളൊരു പേടി കൊണ്ട് മാത്രമേ 250 എന്ന് പറയുമ്പോൾ ചെറുതായി പോകുമെന്നുള്ളൊരു അത് കുറഞ്ഞു പോകുന്നുള്ള ഒരു ചിന്ത കൊണ്ട് മാത്രമാണ് ഞാനത് പിന്നെ പ്രൊസീഡ് ചെയ്യാതെ അവിടെ ഹോൾഡ് ചെയ്തത്. മൈൻഡിൽ ഇങ്ങനെ ഉണ്ടായിരുന്നു 250th GTയിലേക്ക് അത്തരം സ്റ്റോറീസ് നമുക്കൊരു പുസ്തകമാക്കി തന്നെ നമ്മളെ ലോകത്തിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കൊണ്ടുവരണം, റിയൽ ലൈഫ് സ്റ്റോറീസ് എന്നുള്ള. ഏതായാലും നമുക്ക് ഫ്യൂച്ചറിലേക്ക് അതൊരു സീരിയസ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ആയിട്ട് ചെയ്ത് വരണം എന്ന് ആഗ്രഹമുണ്ട്. ഫൈൻ. അപ്പോൾ ഇതൊക്കെ ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് എനിക്ക് പറയാൻ തോന്നിയതാണ്. ഗൈഡ് ടോക്ക് 250ൽ വന്നിരിക്കുമ്പം അയവർക്കുമ്പം പ്രത്യേകിച്ച് ഇവിടെ വന്ന 250th ആണെന്ന് പറഞ്ഞപ്പോൾ നമ്മളെ പലപ്പോഴായിട്ട് കയറിറക്കുന്ന കുറേ പാർട്ടിസിപ്പൻസ് ഉണ്ട്. എല്ലാവരും ഇന്ന് വന്ന് 500ഓളം ആൾക്കാർ സൂമിൽ വന്നു. വലിയ സന്തോഷം. നിങ്ങൾ തന്ന സ്നേഹമാണ് അതിനെത്ര ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞാലും മതിയാവില്ല എന്നുള്ളതാണ്. നിങ്ങൾ പോലും അറിയാണ്ട്, നിങ്ങൾ ഇടയ്ക്കിടെയാണ് കയറുന്നെങ്കിൽ കൂടി, സ്ഥിരമായിട്ട് വരുന്നവരും ഇടയ്ക്ക് കയറുന്നവരും വല്ലപ്പോഴും വരുന്നവരൊക്കെ ഉണ്ടെങ്കിൽ കൂടി, നിങ്ങളിങ്ങനെ കുറച്ച് പേരെങ്കിലും എല്ലാ ആഴ്ചകളിലുള്ളത് നിങ്ങൾക്ക് മാത്രമല്ല ഇമ്പാക്റ്റ് ഉണ്ടാക്കിയത് നിങ്ങൾ അറിയണം. നിങ്ങൾ കുറച്ച് പേരെ ഇങ്ങനെ വരുന്നുണ്ടാവുള്ളൂ ഓരോ വീക്കിലും. പക്ഷെ അങ്ങനെ നിങ്ങൾ വന്നിരുന്നതിൽ നിന്നുമാണ് പല ആളുകൾക്കും നമുക്കിത് കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കാനൊരു സ്ട്രെങ്ത് ഉണ്ടായതെന്നുള്ളതാണ്. അപ്പം ഏറ്റവും കൂടുതൽ ഗ്രാറ്റിറ്റ്യൂഡ് നിങ്ങളോടാണ് പറയാനുള്ളത്. ഞങ്ങളാക്കി മാറ്റിയതിൽ, നമ്മുടെ ടീമിനെ എങ്ങനെ വളർത്തിയതിൽ, നിങ്ങൾ നൽകുന്ന സ്നേഹം, നമ്മൾ കുട്ടികളെ ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ ക്രിയേറ്റീവായിട്ടുള്ള ആഡുകൾക്കൊക്കെ നിങ്ങൾ കൊടുക്കുന്ന കമൻറ്റുകൾ, അങ്ങനെ തുടങ്ങിയിട്ട് പലതും. ഞാൻ ഇന്നലെ രാത്രി ഇങ്ങനെ ചോദിക്കുക, എന്താ അവിടെ പരിപാടി? 3 പേര് നടക്കുന്നു, ഒരാളെ ചവിട്ടി പുറത്താക്കുന്നു, പിന്നെ തലയാട്ടുന്നു, ഇതൊക്കെ എവിടുന്നാണ് വരുന്നത് ചോദിക്കുമ്പം. അപ്പോൾ എങ്ങനെയെങ്കിലുമൊക്കെ നമ്മളെ പാർട്ടിസിപ്പൻസ് ഓർക്കുന്നവർ ഇനി ഇത് കണ്ടിട്ട് വരുന്നവരുണ്ടെങ്കിൽ അങ്ങനെയെങ്കിലും വരട്ടെ. അപ്പം ഞാൻ ഗ്രൂപ്പിൽ ചോദിച്ച എല്ലാ മക്കളത് നിർത്താനായില്ല, നാളെ പരിപാടി. അപ്പോൾ കുട്ടികൾ ഗ്രൂപ്പിൽ പറഞ്ഞത് ഇല്ല, അത് തുടങ്ങിയിട്ടുള്ള ഗൈഡാന്നാണ്. അപ്പോൾ ഏതായാലും ഇനി കുറച്ച് ദിവസം കൊണ്ട് 250th പരിപാടിക്ക് നമുക്ക് നോക്കിയിരുന്ന് കാണാം എന്താവും ഇത് പരിപാടി എന്നുള്ള കാര്യം. അപ്പം ഇതിനൊക്കെ ഉള്ള ആവേശം, ഇത്തരത്തിൽ ക്രിയേറ്റീവായിട്ട് ആഡുകൾ ചെയ്യാനൊക്കെ ഉള്ള ഒരു ആവേശം എന്ന് പറഞ്ഞാൽ നമുക്ക് അത്രയും വലിയൊരു കമ്മ്യൂണിറ്റിയും നിങ്ങളെപ്പോലെയുള്ള ഇഷ്ടംപോലെ 10,000-കണക്കിന് ആളുകൾ ഉണ്ട് നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള. അപ്പം നിങ്ങളുള്ളത് കൊണ്ടാണ് നമുക്കിത് ചെയ്യാൻ പറ്റിയത്. അപ്പോൾ ആദ്യമായിട്ട് അവസാനമായിട്ടൊക്കെ ഏറ്റവും കൂടുതൽ ഗ്രാറ്റിറ്റ്യൂഡ് പറയാനുള്ളത് നിങ്ങളോടാണ്. GTക്ക് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് നൽകിയ ഫീഡ്ബാക്കുകൾ, ഇത് തുടരണമെന്നുള്ള നിങ്ങളുടെ ആവശ്യങ്ങൾ, അല്ലെങ്കിൽ ഇത് പൊട്ടിപ്പോവാലോ. അപ്പോൾ അതിൻ്റെ ഏറ്റവും പ്രധാന ഭാഗം നിങ്ങളുടെ. അപ്പോൾ തുടർന്ന് അങ്ങോട്ടും നിങ്ങളെല്ലാവരുടെ സഹായങ്ങളും സഹകരണങ്ങളും സപ്പോർട്ടും ഒക്കെ ഉണ്ടാവണം എന്നുള്ളതാണ്. ഒരുപാട് പേർക്ക് ഇത് ഗുണം ചെയ്യും. അപ്പോൾ അവരിലേക്കൊക്കെ എത്തിക്കണം. എനിക്ക് വേറൊരു രസമായിട്ട് തോന്നിയൊരു കാര്യം, ഒരാൾ വരുമ്പോൾ ഒരു ചെയിൻ റിയാക്ഷൻ പോലെ ഉണ്ടാക്കുന്ന അവരെ പരിസരത്തിൽ ഉണ്ടാകുന്ന ഒരു മാജിക്കാണ്. എന്ത് രസമാണ്. ഒരാൾ വരുന്നു, അല്ലെങ്കിൽ അവരെ സിസ്റ്റർ, അല്ലെങ്കിൽ അവരെ ബ്രദർ, അല്ലെങ്കിൽ അവരെ വൈഫ്, അല്ലെങ്കിൽ അവരെ ഉമ്മ. ചിലരൊക്കെ പറഞ്ഞത് നമ്മൾ കംപ്ലീറ്റ്ലി GT ആൻഡ് GC ഫാമിലി എന്നാണ്. അങ്ങനെ തന്നെ പറഞ്ഞു, നമ്മളെല്ലാവരും GT കേൾക്കുന്നവരാണ്. ചിലപ്പോൾ ഉമ്മ മോനെ വിളിച്ചിട്ട് പറയും, എടാ നീ കേട്ടിട്ടില്ല, എന്ത് കേൾക്കണം എന്ന് പറഞ്ഞിട്ട് അയച്ചു കൊടുക്കുന്നു, അല്ലെങ്കിൽ മോന് ഉപ്പൊക്കെ അയച്ചു കൊടുക്കുന്നു. ഇങ്ങനെ തുടങ്ങിയിട്ട് ഭയങ്കര രസകരമായിട്ട് വരുമ്പോൾ അതിൽ കുഞ്ഞു മക്കൾ പോലും ഉണ്ട് ഗൈഡ് എന്ന് വിളിച്ച് നമ്മളെ ടീമിലുള്ളവരെ സ്നേഹിച്ചുകൊണ്ടിരിക്കുകയെന്ന് പറയുമ്പം GTയെ കുറിച്ച് ഡെപ്തിലുള്ള ഡിസ്കഷൻസ് ആണെങ്കിൽ കൂടി
അത്ര ഡെപ്തിൽ കുട്ടികൾക്ക് കണക്റ്റ് ആകുന്നില്ലെങ്കിൽ കൂടി എവിടെയൊക്കെയോ അതിൻ്റെ ഒരു ഓളം ചെറിയ കുഞ്ഞു മക്കൾക്ക് പോലെ അടിക്കുന്നു എന്ന് പറയുമ്പോൾ വലിയ സന്തോഷമുള്ള കാര്യമാണ്. അപ്പം ഇവിടെ നമ്മൾ വേറെ ഒന്നും അല്ലല്ലോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമ്മൾ ലൈഫാണ് പറയുന്നത്, ഡിവിനിറ്റിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഹ്യൂമാനിറ്റിയെ പറ്റിയിട്ടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ലവിനെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ലൈറ്റിനെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ലൈഫ് പാത്തിനെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആർക്കും അതിന് ഇരിക്കാൻ പറ്റുന്ന ഒരു ഇടമാണെന്നുള്ള അത്തരത്തിലൊരു ഇടം ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ആവശ്യം. ലോകത്തിൽ പലരും പല രീതിയിൽ വേൾഡിനെ സെർവ് ചെയ്തുകൊണ്ടിരിക്കുമ്പം എല്ലാവർക്കും സ്നേഹത്തിലായിട്ടും സാഹോദര്യത്തിലായിട്ടും മനുഷ്യത്വത്തിലായിട്ടും ഇരിക്കാൻ പറ്റുന്നൊരിടം, ദൈവികതയിലായിട്ടിരിക്കാൻ പറ്റുന്നൊരിടം, മാനവികതയിലായിട്ടിരിക്കാൻ പറ്റുന്നൊരിടം, വൈദികതയിലായിട്ടിരിക്കാൻ പറ്റുന്നൊരിടം, വൈദ്യത്തിലായിട്ടിരിക്കാൻ പറ്റുന്നൊരിടം, ഇങ്ങനെ തുടങ്ങിയിട്ട് ഇതെല്ലാം കൂടി ചേർത്ത് വെച്ചിരിക്കുന്ന, വേദത്തിലായിട്ടിരിക്കാൻ പറ്റുന്ന, ഭേദത്തിലായിട്ടിരിക്കാൻ പറ്റുന്ന, ഇതെല്ലാം കൂടി തുന്നിച്ചേർത്ത് വെച്ചിട്ടുള്ള ഒരു ഇടം ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മുടെ സ്വപ്നം. അപ്പോൾ അതിങ്ങനെ സാക്ഷാത്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇനിയും വി ഹാവ് മൈൽസ് ടു ഗോ, മില്യൺസ് ആർ വെയിറ്റിംഗ്. അപ്പം നിങ്ങളോട്, പ്രത്യേകിച്ച് നമ്മളെ ടീം മെമ്പേഴ്സായിട്ടുള്ള കുട്ടികളോട് എനിക്ക് പറയാനുള്ള കാര്യം, എപ്പോഴും നമ്മൾ ഹമ്പിൾ ആവാൻ വേണ്ടി ശ്രമിക്കുക, എപ്പോഴും നമ്മൾ ഗ്രേറ്റ്ഫുൾ ആവാൻ വേണ്ടി ശ്രമിക്കുക. ഇതൊക്കെ ഒരു ഗ്രേസ് ഓഫ് ദ ഓൾമൈറ്റി കൊണ്ട് മാത്രം സംഭവിക്കുന്നതാണ്. നമ്മളിതിൻ്റെ ഒരു ചാനൽസും വാഹകരും മാത്രമാണ്. ഒരു പതാക വഹിച്ച് പോകുന്നത് പോലെ ഒരു കാലം വരെ നമ്മളായിരിക്കും, അതിനുശേഷം ഒരു തലമുറ വരണം. നമ്മൾ അങ്ങനെ ഒരു തലമുറനെ നമ്മുടെ കോച്ചസിലൂടെയും മറ്റുള്ളവരിലും ഒക്കെ നമ്മൾ വാർത്തെടുത്തുകൊണ്ടിരിക്കുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഉള്ള കാലം നമ്മളൊരിക്കലും അഹങ്കരിക്കാതെ വളരെ ഗ്രേറ്റ്ഫുള്ളായിട്ട്, ബ്ലെസ്ഡായിട്ട്, ഹമ്പിളായിട്ട് ഈ ദൗത്യം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. നമ്മൾ ആലോചിച്ചൊക്കെ നിങ്ങളിപ്പം തന്നെ ഒന്ന് ഓർക്ക്, ആ ഓരോ വീട്ടുകളിൽ നമ്മളിരുന്ന കാലം, വീടിൻ്റെ മുറികളിൽ നമ്മൾ ഇങ്ങനെ ഇരുന്നിട്ടുണ്ടായിരുന്നു, ഓർമ്മയില്ലേ? അന്ന് എനിക്കൊരു ബെഡ് ഉണ്ടാവുന്നുള്ളൂ, ആരെ വീട്ടിലെ റൂമിലാണ് ഇരിക്കുന്നത്, ആ ബെഡിൻ്റെ മുകളിൽ ഞാൻ ഇരിക്കും, നിങ്ങൾ നിലത്തിരിക്കുന്നുള്ളൂ. പക്ഷെ അവിടെ നിന്നും മുകളിലുള്ളവൻ നമ്മളെ ഇത്തരത്തിലൊരു സന്തോഷത്തിലേക്ക് എത്തിക്കുന്നുണ്ടെങ്കിൽ അന്ന് നമ്മൾ ഒരുപാട് കണ്ണീർ വാർത്തിട്ടുണ്ട് നമുക്കറിയാം. ഇപ്പോൾ എനിക്കറിയാം, 2ാമത്തെ മെഗാ ഇവൻറ്റ് നടത്തുന്ന തലേ ദിവസം സാലിക്കിൻ്റെ വീട്ടിൽ ഞാനും നിങ്ങളും നമ്മളെല്ലാവരും കൂടി ഇരുന്നിട്ട് എങ്ങനെ ഈ പ്രോഗ്രാം സക്സസ് ആക്കണം എന്നുള്ള ABCD എനിക്കും അറിയില്ല, നിങ്ങൾക്കും അറിയില്ല. എങ്ങനെ ഒരു പ്രൊഫഷണൽ പ്രോഗ്രാം അതിൻ്റെ പീക്കിൽ ചെയ്യണം നമുക്ക് ആർക്കും അറിയില്ല. പക്ഷെ നമുക്ക് എന്താ പറയുക, വല്ലാത്തൊരു അടങ്ങാത്തൊരു ആവേശം ഉണ്ടായിരുന്നു, അത് ഏത് വിധേയയും വിജയിപ്പിക്കണം. അങ്ങനെ താൽക്കാലികമായിട്ട് സപ്പോർട്ടിന് വേണ്ടി പല ആൾക്കാരെയും സമീപിച്ചപ്പം അത് വിജയിപ്പിച്ച് താൽക്കാലികമായിട്ട് തരണമെങ്കിൽ തന്നെ ലക്ഷ്യങ്ങൾ കൊടുക്കണം എന്നൊക്കെ പറയുമ്പോൾ ആ ലക്ഷ്യങ്ങൾ എവിടുന്ന് ഉണ്ടാക്കും എന്ന് ചിന്തിച്ചുകൊണ്ടിരുന്ന ഘട്ടം ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ നിന്നും എത്രയോ ഇവൻറ്റുകൾ, ഗ്രാൻഡ് ഇവൻറ്റുകൾ നമ്മൾ ചെയ്തത് നമ്മൾക്ക് കഴിവുണ്ടായിട്ടല്ല, കഴിവിനേക്കാളും കൂടുതൽ നമുക്ക് ആത്മാർത്ഥമായിട്ടൊരു ഇൻറ്റൻഷൻ ഉണ്ടായിരുന്നു, ഇത് ആളുകളിലേക്ക് എത്തണം. ആ ഇൻറ്റൻഷൻ തന്നെയാണ് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള കാര്യം. ഇൻറ്റൻഷൻ സ്ട്രോങ് ആണെങ്കിൽ അതിലേക്ക് വേണ്ടിയിട്ടുള്ള എന്തൊക്കെ കേപ്പബിലിറ്റീസ് ഉണ്ടോ, എന്തൊക്കെ ടാലൻറ്റുകളുണ്ടോ, അത് അതിൻ്റെ വഴിയേ വരും എന്നുള്ളതാണ്. അത് നാച്ചുറലി വരും എന്നുള്ളതാണ്. ഞാനതെപ്പോഴും പറയാറുണ്ട്. എത്രയോ ടാലൻറ്റും ക്യാപ്പബിളും ആയിട്ടുള്ള ആളുകൾക്ക് പലതും ചെയ്യാൻ പറ്റുന്നില്ല. അത് ആ ഇൻറ്റൻഷൻ്റെ സ്ട്രെങ്ത്താണ് സെക്കൻഡ്. അപ്പോൾ നമുക്കൊരു സ്ട്രോങ് ഇൻറ്റൻഷൻ ഉണ്ടായിരുന്നു. ദാറ്റ് വാസ് അവർ ഫ്ലെയിം. വി ഓൾ വാണ്ട് ടു ബി എ ഹാൻഡ് ടു ഹോൾഡ്. അപ്പം ഹാൻഡ് ടു ഹോൾഡ് നമ്മുടെ ടീം എവിടേക്കോ നമ്മളെ പാർട്ടിസിപ്പൻസ് ഒരു ഹാൻഡ് ടു ഹോൾഡ് ആണോ എന്ന് വാലിഡേറ്റ് ചെയ്യേണ്ടത് നമ്മൾ പാർട്ടിസിപ്പൻസ് ആണ്. അവർക്ക് അങ്ങനെ ആയിട്ടുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഈ ഓഫീസിലേക്ക് വരുമ്പോൾ, ഇവിടേക്കോ നമ്മളെ ടീമിലേക്കോ കടന്നു വരുമ്പോൾ ഒരു ഫാമിലിയിലേക്ക് വരുന്നത് പോലെ, ഇവിടെ വരുമ്പോൾ ഒരു ആശ്വാസം കിട്ടുന്നത് പോലെ, ഒരു സന്തോഷം കിട്ടുന്നതൊക്കെ അവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വി വാണ്ട് ടു ബി എ ഹാൻഡ് ടു ഹോൾഡ്, വി വാണ്ട് ടു ബി എ പാം ടു ഹീൽ. നമുക്ക് ഒരു ഹീലിംഗ് കൊടുക്കുന്ന ഒരു കരസ്പർശമായിട്ട് നമ്മുടെ പാമ്പിനെ മാറ്റണം എന്നായിരുന്നു നമ്മുടെ ആഗ്രഹം. ഇതൊക്കെ ആയിരുന്നല്ലോ നമ്മളെ ഇൻറ്റൻഷൻ എന്നുള്ളത്. അപ്പോൾ വിസ്ഡത്തിലൂടെ ആൾക്കാരെ സെർവ് ചെയ്യാൻ ഞാൻ പലരോടും പറയാറുണ്ട്, നമ്മൾ വേറെ ഒന്നുമല്ല, നമ്മളെ ഫോക്കസ് തന്നെ സ്ട്രോങ്ലി ഓൺ വിസ്ഡമാണ്. സ്ട്രോങ് ആയിട്ടുള്ള വിസ്ഡംസ്, ഡെപ്തിലുള്ള വിസ്ഡംസ്, ആ വിസ്ഡം കൊണ്ട് എങ്ങനെ ആളുകളെ ഹീൽ ചെയ്യാൻ പറ്റും, എങ്ങനെ ആളുകളെ ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റും, അത് തന്നെ പ്രധാനപ്പെട്ട ഭാഗം. നമ്മളെ ടീമിൽ പല ടൂളുകളെയും ടെക്നിക്കുകളെയൊക്കെ പറ്റി പറയുമെങ്കിൽ കൂടി അതൊക്കെ സെക്കൻഡറി ആണെന്ന് നമുക്കറിയാം. കാരണം ചില ആളുകൾക്ക് അത് ആവശ്യമാണ്. പക്ഷെ നമ്മളെപ്പോഴും വിശ്വസിക്കുന്ന ഒരു കാര്യം, നമ്മുടെ കോർ പാർട്ട് തന്നെ വിസ്ഡമാണ്. വി ആർ സെൻറ്റേഡ് ഓൺ വിസ്ഡം. ആ വിസ്ഡം സ്ട്രെങ്ത് ആണ് ഏറ്റവും കൂടുതൽ ഹീലിങ്ങും ട്രാൻസ്ഫോർമേഷനും പോസിബിൾ ആക്കി മാറ്റുന്നത്. ലൈവ്ലി ആയിട്ടുള്ള പ്രൊസീജിയർ നടക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ സോ ഗ്രേറ്റ്ഫുൾ. എല്ലാവരും അതുപോലെ ഗ്രേറ്റ്ഫുൾ ആയിട്ടിരിക്കാം. ഇത് നമുക്ക് കുറച്ച് സമയമുണ്ട്. അപ്പോൾ ആ സമയത്തിൽ എനിക്ക് തോന്നുന്നു എപ്പോഴും ഗൈഡ് ടോക്കിൽ ഞാനിങ്ങനെ ഓഡിയൻസ് ഇങ്ങനെ കേട്ടിരുന്ന് പോകുന്ന പരിപാടിയാണ്. ഇത് നമുക്ക് ഗൈഡ് ടോക്ക് എന്നുള്ളത്, ഗൈഡ് ടോക്ക് തുടങ്ങിയ ഇടത്തിലേക്ക് പോകാം. അപ്പം ഞാനും നിങ്ങളും തമ്മിലുള്ള ടോക്കുകളാണ് പിന്നെ പബ്ലിക്കിന് ഗൈഡ് ടോക്കായിട്ട് കിട്ടിയത്. അപ്പം നമുക്കിന്ന് നിങ്ങൾ ചോദിക്കുക, എനിക്കെന്തെങ്കിലും ഓർമ്മ വരുമ്പോൾ ഞാനും ചോദിക്കാം. നമുക്കങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് പോകാമെന്നുള്ളതാണ്. അപ്പോൾ ഓരോരുത്തരായിട്ട് എന്തെങ്കിലും, നമ്മളെ ടോപ്പിക് പ്രെയർ മാനിഫെസ്റ്റേഷൻ ആണ്, സീരീസ് ആണ് എങ്കിൽ കൂടി, അതോ ഇനി അതല്ല ഇവിടെ നിന്ന് എന്ത് ചോദിച്ചാലും പ്രയറിനും മാനിഫെസ്റ്റേഷനും പെടാത്ത ഒന്നുമില്ല. കാരണം ഏറ്റവും വലിയ മാനിഫെസ്റ്റേഷൻ്റെയും പ്രയറിൻ്റെയും റിസൾട്ടാണ് 250th GT ഓൺലൈൻ പ്രോഗ്രാം സംഭവിച്ചു എന്നുള്ളത് തന്നെ. അപ്പോൾ ലെറ്റ്സ് ഗോ ഫോർ എ ഇൻട്രസ്റ്റിംഗ് ഡിസ്കഷൻ. ചോദിക്കാം, ഞാനിങ്ങനെ പറഞ്ഞു പോകാൻ വേണ്ടി നോക്കാം. ഓക്കെ.
തുടങ്ങുന്നുണ്ട്. ഓക്കെ ഓക്കെ. അപ്പം 250th ഗൈഡഡ് ടോക്കാണ്, അതാണെന്ന് തോന്നുന്നത് ഏറ്റവും വലിയ വിഷയം. അപ്പോൾ അതുകൊണ്ട് ആ രീതിയിൽ തന്നെ ചോദിക്കുകയാണ്. അപ്പം നമ്മളിപ്പം ഈ കഴിഞ്ഞ ഇയേഴ്സിൻ്റെ ഒക്കെ ജേണിയിൽ നമ്മളെന്ത് കാണുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഗൈഡിനെ കണ്ടിട്ടാണ് ഈ പാർട്ടിസിപ്പൻസിനോട് സംസാരിക്കുന്നത്. അപ്പോൾ ഈ 250 ആഴ്ചകൾ പിന്നിട്ട് നിൽക്കുമ്പോൾ ഗൈഡ് എന്താണ് കണ്ടുകൊണ്ടിരിക്കുന്നത്, ഗൈഡ് എന്തിനെയാണ് കാണുന്നത്, അല്ലെങ്കിൽ ഇനി ഒന്നും കാണാത്തതുകൊണ്ടാണോ ഗൈഡിന് ഇത്രയും യാത്ര ചെയ്ത് ഇവിടെ വരെ എത്താൻ പറ്റിയത് എന്നുള്ളത്. കുറച്ച് സിമ്പിളാക്കായിരുന്നു ചോദ്യം. ഒരു ബുദ്ധിജീവി ചോദിച്ചിട്ടാണ്. ഓക്കെ, യാ ശരിയല്ലേ, ഞാനും അത് ആലോചിച്ചിട്ടുണ്ട്. എപ്പോൾ ആലോചിക്കുന്നു, വേറെ ചോദ്യമൊക്കെ ചോദിക്കാറുണ്ട്. എന്നാലും ഓക്കെ, നല്ല ചോദ്യം. ഞാൻ ലാസ്റ്റ് സീക്കേഴ്സിൻ്റെ നമ്മുടെ സീക്കേഴ്സ് പ്രോഗ്രാമിൻ്റെ ഇതിൽ എങ്ങനെയാണ് പറഞ്ഞത്, കാണാൻ പറ്റാത്ത എന്തോ ഒന്ന് എന്നെ സ്വാധീനിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അതിൽ ഹാദിവേഴ്സ് ഔട്ട് ചെയ്തപ്പോൾ അതിൽ ഞാൻ പറയുന്നുണ്ട്, മനുഷ്യന്മാരൊക്കെ എന്തിനാലെങ്കിലും സ്വാധീനിച്ചിട്ടാണ് ഇറങ്ങുക എന്നുള്ളതാണ്. പക്ഷേ സത്യം പറഞ്ഞാൽ ഞാൻ എന്ത് കണ്ടു ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഇന്നേ വരെ കാണാത്ത, എനിക്ക് കാണാൻ പറ്റാത്ത എന്തോ ഒന്ന് എന്നെ വല്ലാണ്ട് സ്വാധീനിച്ചിട്ടുണ്ട്. അതെന്താന്ന് കണ്ടെത്താനുള്ളൊരു യാത്രയിലെ സ്റ്റിൽ ഞാൻ. അപ്പോൾ അതിലേക്ക് ഇങ്ങനെ പോകുന്നതിൻ്റെ വഴിക്ക് വീടിന് കിട്ടുന്നതൊക്കെ, അപ്പോൾ എന്നെ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന ഒരു കാര്യം എന്തോ ഒന്ന്, ആ ഒന്ന് എന്താണെന്ന് ഇപ്പോഴും ഡിഫൈൻ ചെയ്യാൻ ഞാനായിട്ടില്ല. സോ അതുകൊണ്ട് തന്നെ കൂടുതൽ ഞാൻ എന്നെ കാണാറില്ല എന്നുള്ളതാണ്. അപ്പോൾ അതാണ് പറഞ്ഞത്, ഈ 3 വീക്ക് ഞാൻ തന്നെ സെഷൻ ചെയ്ത് വരുമ്പോൾ ഞാൻ തന്നെയാണോ ചെയ്തത്. നിങ്ങൾക്ക് എൻ്റെ കൂടെ 3 വർഷം നടന്നുകൊണ്ട് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ചില കാര്യങ്ങൾ എൻ്റെ സെഷൻസ് കഴിഞ്ഞിട്ടോ ചില ഗൈഡഡ് മൊമെൻറ്റ്സുകൾ കഴിഞ്ഞിട്ടോ നിങ്ങളിങ്ങനെ വന്നിട്ട് പറയില്ല, ഗൈഡ് അന്ന് അങ്ങനെ പറഞ്ഞിരുന്നു, ഗൈഡ് ഇങ്ങനെ പറഞ്ഞിരുന്നു പറയുമ്പോൾ മിക്കവാറും നിങ്ങൾ ഞാൻ അങ്ങനെ പറഞ്ഞോ, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നോ, ഇൻ പോസിറ്റീവ് സെൻസ്. ഓക്കെ, അല്ലാണ്ട് നിങ്ങൾക്ക് മിഠായി വാങ്ങിച്ചു തരാം, എന്നിട്ട് തന്നില്ല, ഗൈഡ് അങ്ങനെ പറഞ്ഞിരുന്നു, അങ്ങനെയല്ല. ഇൻ പോസിറ്റീവ് സെൻസ് നോക്കി കഴിഞ്ഞാൽ ഗൈഡ് അന്ന് അങ്ങനെ പറഞ്ഞിരുന്നു, ഗൈഡ് നിന്ന് ഇങ്ങനെ പറഞ്ഞിരുന്നു എന്ന് പറയുമ്പോൾ ഞാനിങ്ങനെ വണ്ടടിക്കാറുണ്ട്. അപ്പോൾ ഈ യാത്രയിലുടനീളം ഞാൻ എക്സ്പീരിയൻസ് ചെയ്തൊരു മാജിക്കാണത്. ഞാൻ പലപ്പോഴും മറന്നു പോകാറുണ്ട് ഞാൻ എന്താണ് ആ സമയത്ത് പറഞ്ഞത്, അല്ലെങ്കിൽ ഞാൻ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം മറഞ്ഞു കിടക്കുന്ന എന്തോ ഒന്ന് അന്വേഷിച്ചിട്ടുള്ളൊരു പ്രയാണമാണിത്. അപ്പോൾ ഞാൻ പറയും, ഇപ്പം എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു പാട്ട്. അതുകൊണ്ട് തന്നെ അതിനൊരു ഫ്രഷ്നെസ് ഉണ്ട്, അതിനൊരു ക്യൂരിയോസിറ്റി ഉണ്ട്. റൂമി പറയുന്നുണ്ട്, നിങ്ങൾ ആർട്ട് ആസ്വദിക്കാം, ആർട്ടിസ്ട്രിയുടെ പിറകിൽ പോകേണ്ട. ഞാനൊരിക്കലും ഈ ഗൈഡ് ടോക്കിൻ്റെയോ ഈ ഗൈഡ് ജേണിയുടെ പിറകിൽ എന്താണ് അതിൻ്റെ ഒരു സംഭവം എന്ന് ചകഞ്ഞു പോകാറില്ല. അത് അതിൻ്റെ വഴിക്ക് അങ്ങനെ നടന്നു പോയിക്കോട്ടെ എന്നുള്ളതാണ്. അപ്പോൾ അതെപ്പോഴും നമ്മൾ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്നുണ്ട്, എപ്പോഴും നമുക്കൊരു ക്യൂരിയോസിറ്റി നിലനിർത്തുന്നുണ്ട്. ജീവിതത്തിന് ഒഴുക്കുണ്ടാവുന്നതിലും നമുക്ക് സ്പിരിച്വലി ഇവോൾവ് ചെയ്യിപ്പിക്കുന്നതിലും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ആ ക്യൂരിയോസിറ്റി നിലനിർത്തുക എന്നുള്ളത്. അപ്പോൾ അതിന് നമുക്ക് വേണ്ടത് ഡിഫൈൻ ചെയ്തിട്ട് നിർത്താതിരിക്കും. ഇത് ഇന്നതാണ് എന്ന് ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ബ്യൂട്ടി പോയി. ഇപ്പോൾ മാജിക്കിൻ്റെ കഥ പറയുമ്പോൾ തന്നെ മജീഷ്യൻസ് മാജിക് ചെയ്യുമ്പോൾ എന്തുകൊണ്ട് നമുക്ക് വീണ്ടും അതേ സെയിം മാജിക് കാണാൻ താല്പര്യം തോന്നുന്നത്, അതുവരെ നമുക്കതിൻ്റെ സീക്രട്ട് പിടുത്തം കിട്ടിയിട്ടില്ല. ദാറ്റ് മീൻസ് നമ്മളിങ്ങനെ വീണ്ടും നോക്കും, ഭയങ്കര ക്യൂരിയസ്, ഒന്നുകൂടി കാണിക്കും. ഒരു ചളി 2 തവണ പറഞ്ഞ് 3ാമത്തതിൽ ഊക്കും നിങ്ങൾ, എന്നൊക്കെ എത്ര നിങ്ങൾ ഊക്കുന്നുണ്ട്. ഓക്കെ, പക്ഷെ അതുപോലെയല്ല, ഒരു മജീഷ്യൻ ഒരു മാജിക് കാണിക്കുന്ന സമയത്ത് സെയിം മാജിക് റിപ്പീറ്റ് ചെയ്താലും നമ്മളതിൽ നിൽക്കുന്നത് അതിൻ്റെ പിറകിൽ ഒരു ആർട്ടിസ്ട്രി ഉണ്ട്, അതിപ്പോഴും റിവീൽ ചെയ്യാണ്ട് കിടക്കുന്നതുകൊണ്ടാണ്. അതിന് റൂമിയും പറയുന്നത്, നമ്മൾ ചില കാര്യങ്ങൾ അങ്ങനെ ഇതാണെന്ന് അവർ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമ്മൾ ലൈഫ് അങ്ങ് സ്റ്റെക്കായി പോകുന്നില്ല, പിന്നെ അതിൻ്റെ ഒരു ബ്യൂട്ടി നഷ്ടപ്പെടും. അപ്പോൾ ഫോർട്ടും ഞാൻ എന്ത് കാണുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഇന്നേ വരെ കാണാത്ത എന്തോന്ന് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ഞാൻ കാണുന്നതിനേക്കാളും കൂടുതൽ കൊണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ അനുഭവമാണ് GTയിലും മറ്റുള്ള സെഷൻസിലൊക്കെ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് അങ്ങനെ അൺസീനായി തന്നെ നിന്നോട്ടെ എന്നാണ് ഞാനും താല്പര്യപ്പെടുന്നതാണ്. എനിക്കിപ്പോഴും അറിയാം, നമ്മൾ കേട്ട കഥകളെക്കാളും കൂടുതൽ കേൾക്കാത്ത ഇഷ്ടം പോലെ കഥകളുണ്ട്. ഞാൻ നിങ്ങളോട് പറയല്ലേ, അത് കേൾക്കേണ്ട നമ്മൾ. കാരണം അത് കേട്ട് ചിലപ്പോൾ നമുക്ക് അഹങ്കാരം വന്നു പോവാം, അല്ലെങ്കിൽ നമുക്ക് ഇന്നതാണെന്നൊക്കെ നമ്മൾ ഡിഫൈൻ ചെയ്തു പോകും. അത് അങ്ങനെ തന്നെ ഭംഗിയിൽ കിടന്നോട്ടെ. അതുകൊണ്ട് തന്നെ ഓരോ മാജിക്സ് നമ്മുടെ ടീമിലുള്ളവർക്ക് നടക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ, പാർട്ടിസിപ്പൻസ് ഒക്കെ വരുമ്പോൾ ഇത് കൊള്ളാല്ലേ, വാവ് മാഷാഅല്ലാ ഗ്രേറ്റ് സൂപ്പർ വാവ്, ഒരു ഫാക്ടർ നമുക്ക് എന്നും വരാനുള്ള കാരണം അതിൻ്റെ തലപ്പത്തിരിക്കണ ഞാനും അതിനെ ഡീകോഡ് ചെയ്യാതെ അതവിടെ അൺസീനായിട്ട് നിന്നോട്ടെ, അതൊരു ഗൈഡഡ് ജേണി ആയിട്ട് നിന്നോട്ടെ. അത് എന്താണ് എന്നുള്ളത് നമ്മളെ മരണത്തോട് കൂടിയിട്ട് മാഞ്ഞു പോകുക എന്നുള്ളതല്ല, മരണത്തോടു കൂടി മാത്രം പുറത്തേക്ക് വരാനാണ്. ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു കൂട്ടം, ഒരു സംഘം, അല്ലെങ്കിൽ ഒരു ദൗത്യം, ഒരു ലക്ഷ്യം, വാട്ട് എവർ ഇറ്റ് ഈസ്, അതെന്താണ് ഈ ലോകത്തിൽ ചെയ്തത് എന്നുള്ളത് മറ നീക്കിയിട്ട് ശരിക്കും പുറത്ത് വരത്ത് നമ്മൾ മറയുമ്പോഴാണ്. അപ്പം നമ്മൾ മറയുന്നതോട് കൂടിയിട്ടായിരിക്കണം അത് മറ നീക്കി പുറത്തേക്ക് വരേണ്ടത്. അപ്പോൾ അതാണ് നമ്മൾ ലെഗസി എന്നൊക്കെ പറയാം. അതുകൊണ്ട് ആ ലെഗസി അങ്ങനെ തന്നെ കിടക്കട്ടെ എന്നുള്ളത്. ഇന്നേ വരെ ഞാനത് കണ്ടിട്ടില്ല. പക്ഷെ ഇങ്ങനെ ചില സമയത്ത് നമ്മളൊരു കണ്ണാടി വെച്ച് നോക്കുമ്പോൾ ഇങ്ങനെ
ഇടയ്ക്കിങ്ങനെ എടുത്ത് നോക്കുമ്പം പലതും കാണാറുണ്ട്. ഇതെല്ലാം കൂടി ചേർത്ത് വെക്കുമ്പോൾ എന്തോ അത്ഭുതം തോന്നാറുണ്ട്, ഹൗ ദീസ് ഓൾ തിങ്സ് ആർ ഹാപ്പനിങ് എന്നുള്ളത്. അപ്പോൾ ദാറ്റ്സ് ഇറ്റ്. എനിക്ക് തോന്നുന്നു ഞാൻ ഇന്നേ വരെ ഒന്നും കണ്ടിട്ടില്ല. അപ്പോൾ നിങ്ങൾക്കറിയാലോ, ഒന്നും കാണാണ്ടാണോ വെച്ചാൽ രണ്ടർത്ഥം ഉണ്ടതില്ല. ഞാൻ നിങ്ങളോട് ചോദിച്ചു മെയ് 3 വേൾഡ് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്ന ഒരാളുടെ കൂടെ വരാൻ താല്പര്യമുണ്ടോ? ഏത് വേൾഡ് എങ്ങനെയൊന്നും എനിക്കറിയില്ലല്ലോ. നിങ്ങൾക്കറിയാതെ, എനിക്കറിയില്ല. എന്തോ ഒന്ന് കണ്ടിട്ടുണ്ട്, അതെന്താണെന്ന് എനിക്കറിയില്ല. അത് ഉള്ളിലും വരുന്നതാണ്. എനിക്ക് തോന്നുന്നു നമ്മൾ 5 സെൻസുകൾക്ക് കോംപ്രഹെൻഡ് ചെയ്യാൻ പറ്റാത്തൊരു സ്പേസ് നിന്നും വരുന്നതാണ് അതെന്നുള്ള. അപ്പോൾ അത് അങ്ങനെ തന്നെ നിന്നോട്ടെ. മേ ബി റൂമി പറയുമ്പോൾ തന്നെ യുവർ ഹാർട്ട് നോസ് ദ വേ. ഹൃദയത്തിന് അറിയുന്ന വഴിയെ നമ്മൾ സഞ്ചരിച്ചു പോകും, പക്ഷെ നമുക്ക് കാണാൻ പറ്റിക്കൊന്നില്ല. കാണുക എന്നുള്ളത് തലയുടെ ഭാഗം മാറ്റിയിരിക്കുന്ന ഈ കണ്ണിൻ്റെ ദൗത്യമാണല്ലോ. അപ്പോൾ ഈ കണ്ണിനെല്ലാം കാണാൻ പറ്റിക്കൊന്നില്ല. സോ ജസ്റ്റ് ഫോളോയിങ് ദ ഹാർട്ട് ആൻഡ് ഫോളോ യുവർ ഹാർട്ട് നോസ് ദ വേ, റൺ ഇൻ ദാറ്റ് ഡിറക്ഷൻ. അപ്പം അതിലൂടെ അങ്ങനെ കടന്നു പോകാന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഗൈഡ് ഇങ്ങനെ പറഞ്ഞതിനെ കൊണ്ട് ഇനിയിപ്പോൾ ഇത് ചോദിക്കുന്നതിൽ കാര്യം ഉണ്ടോയെന്ന് അറിയില്ല, എന്നാലും ചോദിക്കാം. നമ്മൾ ഈ ടീം സ്റ്റാർട്ടൊക്കെ ചെയ്ത ടൈമിൽ ഗൈഡ് കുറേ പ്രോഫസീസൊക്കെ പറയാറുണ്ടായിരുന്നു. അതായത് ഗൈഡ് ഇങ്ങനെ പറയും നമ്മളോട്, ഇതാ കുറച്ച് കഴിഞ്ഞാൽ മക്കൾ എന്തായാലും ഇങ്ങനെ നടക്കും. അപ്പോൾ നമ്മളൊക്കെ അത് ലൈവായിട്ട് ഇങ്ങനെ വിറ്റ്നസ്സും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞൊരു 8 വർഷമായിട്ട് ഗൈഡ് പറഞ്ഞ ഓരോ കാര്യങ്ങളും പുലരുന്നത് നമ്മൾ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സ്പേസിൽ, അതായത് ഇപ്പോഴുള്ള സ്പേസല്ല, സ്വാഭാവികമായിട്ടും ഇന്നുള്ള ആ ഒരു പവർ കാര്യങ്ങളൊന്നും നമുക്കില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു വൾണറബിൾ സ്പേസിൽ കിടക്കുമ്പോഴും ഗൈഡ് ഇങ്ങനത്തെ പ്രൊഫസീസൊക്കെ പറയാനുള്ളൊരു ധൈര്യം എന്തായിരുന്നു? അല്ലെങ്കിൽ എന്ത് കണ്ടിട്ടായിരുന്നു ഗൈഡൊക്കെ പറഞ്ഞത്? എന്താ അറിയില്ല, ഇതിനും പ്രൊഫസി എന്ന് പറഞ്ഞാൽ എന്തോ ആക്കണ്ട. ഇത് സംഭവം ഇങ്ങനെ ചക്ക വീഴുന്നു മൊയില് ചാവുന്നു. എനിക്ക് എന്താ അറിയില്ല, ഈ മൊയിലുകളുടെ എണ്ണം വളരെ കൂടുതലാണെന്നുള്ളതേ ഉള്ളൂ. അല്ലാണ്ട് വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ബട്ട് സി, ചില കാര്യങ്ങളുണ്ട്, നമ്മളതിനെ കോൺക്രുവൻസി എന്നോ സെർട്ടണിറ്റി എന്നൊക്കെ പറയും. വി കോൾ ഇറ്റ് ആസ് ദ സ്റ്റേറ്റ് ഓഫ് ആൽഫ. അങ്ങനത്തെ ചില മൊമെൻറ്റുകളുണ്ടല്ലോ, ഈ നമ്മളിങ്ങനെ മുഴുകിയിരിക്കുന്ന അങ്ങനത്തെ ചില മൊമെൻറ്റ് എനിക്ക് ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയാം, ഞാനിങ്ങനെ ടെറസിൻ്റെ മുകളിൽ കിടക്കുന്നത് നിങ്ങൾ വെച്ചിരിക്കുക. അങ്ങനത്തെ മൊമെൻറ്റ്സിലായിരിക്കും ഞാൻ കൂടുതൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരിക്കുക. അപ്പോൾ ഞാൻ അങ്ങനെ ഷെയർ ചെയ്യുന്ന സമയത്ത് ചിലപ്പം അത് ഭയങ്കര ഡീപ്പ് ഡിസ്കഷൻ ആയിരിക്കും, യു നോ ദാറ്റ്. അപ്പം ആ സ്റ്റേറ്റിൽ എവിടുന്നാണ് എന്നെക്കൊണ്ട് അത് പറയിപ്പിക്കണമെന്ന് എനിക്കിപ്പോഴും അറിയില്ല. ബട്ട് ഐ നോ ദർ ഇസ് എ ഹയർ സ്റ്റേറ്റ്. നമുക്ക് എല്ലാവർക്കും ഒരു ഹയർ സ്റ്റേറ്റ് ഉണ്ട്. അത് വരുന്ന സമയത്ത് സ്ട്രോങ് ആയിട്ടുള്ള കോൺഫിഡൻ്റ് ആയിട്ടുള്ള 100% സെർട്ടണിറ്റിയിൽ അഷ്യൂരിറ്റിയിൽ വരാം. ഞാൻ ചില സമയത്ത് കോച്ചസിനോട് പറയാറുണ്ട്, എഴുതി വെച്ചോളൂ. അങ്ങനെ പറയാം, നിങ്ങൾ എഴുതി വെച്ചോളൂ, ഇതിങ്ങനെ തന്നെ സംഭവിച്ചിരിക്കും. അതൊരു അലൈൻമെൻ്റ് ആണ്. ചില കാര്യങ്ങളുമായിട്ട് നമ്മൾ അസോസിയേറ്റ് ചെയ്ത് ചിലപ്പോൾ കുറേ കാലം അതിൽ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടൊക്കെ ആയിരിക്കാം നമ്മളങ്ങനെ കോൺഫിഡൻസിയോട് കൂടി ഇരിക്കുന്ന സമയത്ത് വരുന്ന ചില തോട്ടുകളുണ്ട്. ആ സമയത്ത് നമുക്ക് നമ്മുടെ ചിന്തകളെ നിയന്ത്രിക്കാൻ പറ്റില്ല. ദാറ്റ് മീൻസ് ചിന്തകളെ നിയന്ത്രിക്കാൻ പറ്റില്ല എന്നുള്ളതല്ല, നമുക്ക് ചിന്തകൾ ഉണ്ടായിരിക്കില്ല. ഹൃദയം ഇങ്ങനെ മറ നീക്കി വന്നിട്ട് ഇങ്ങനെ ഭയങ്കര ക്ലാരിറ്റി തരുന്ന മൊമെൻ്റ് ആയിരിക്കും ഈ ഫ്ലാഷ് തോട്ടുകൾ വരുന്ന, ഇൻറ്റ്യൂഷൻ വരുന്ന മൊമെൻറ്റ്. ആ മൊമെൻറ്റുകൾ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ ചില ഇടങ്ങളും ചില എന്താ പറയുക കോണ്ടെക്സ്റ്റുകൾ എനിക്കറിയാം. എൻ്റെത് ഏതൊക്കെയാണ്, എനിക്ക് ഏതൊക്കെ മൊമെൻറ്റിലാണ് അങ്ങനത്തത് സംഭവിക്കുക. അതാണൊന്ന് നമ്മൾ ഇങ്ങനത്തെ ഇരുത്തങ്ങളിലൊക്കെ അത് സംഭവിക്കണമെന്നല്ല. അപ്പോൾ അത്തരം മൊമെൻറ്റുകളിൽ അത് വരുന്നു ഞാൻ പറയുന്നു. പക്ഷെ പിന്നീട് തീർച്ചയായിട്ടും ഞാൻ ആ മൊമെൻറ്റിൽ നിന്ന് മാറിയിട്ട്, ആ ഒരു എനർജി വൈബ്രേഷനിൽ നിന്ന് മാറിയിട്ട് പിന്നെ ചിന്തിക്കുമ്പോൾ എനിക്കും തോന്നാറുണ്ട്, ഇതൊക്കെ കുറച്ച് വലിയ സംഭവമല്ലേ. പിന്നെ ഇങ്ങനെ മൊയിൽ ചാവുമ്പോഴായിരിക്കും ശരിയാലോ അന്ന് പറഞ്ഞത് നടന്നു. ഇപ്പം ഞാൻ ഈ യാത്ര നടന്നു തുടങ്ങുമ്പം എന്നെ മെൻറ്റർ ചെയ്തുകൊണ്ടിരിക്കുന്ന എൻ്റെ മെൻറ്റേഴ്സിൽ ചില ആൾക്കാരോട് അഭിപ്രായങ്ങൾ ചോദിച്ചാൽ അവർ ആകെ വരല്, ആകെ ചെയ്യേണ്ട ഒരൊറ്റ കാര്യമാണ്, യു ഹാവ് ടു ഫോളോ യുവർ ഹാർട്ട്. ഫോളോ യുവർ ഹാർട്ട്. പലപ്പോഴും ഈ പുറത്തേക്കുള്ള ഡിസ്ട്രാക്ഷൻസിലേക്ക് നോക്കി നമ്മൾ കമ്പയർ ചെയ്യുമ്പം നമ്മൾ അതിനൊക്കെ ഉണ്ടോ ഇങ്ങനെയൊക്കെ തോന്നുന്ന സമയത്ത് പലപ്പോഴും നമ്മൾ താഴെ പോകാറുണ്ട്. പക്ഷേ എൻ്റെ ജീവിതം ഇതുവരെ എന്നെ പഠിപ്പിച്ചതൊക്കെ എപ്പോഴൊക്കെ ഞാൻ ഔട്ടർ വോയിസുകൾക്ക് ചെവി കൊടുത്തിട്ടുണ്ടോ അപ്പോഴൊക്കെ ഞാൻ കോൺഫ്ലിക്റ്റിൽ പോയി പെട്ടിട്ടുണ്ട്. എപ്പോഴൊക്കെ എൻ്റെ ഇൻറ്റേർണൽ വോയിസിന് ചെവി കൊടുത്തിട്ടുണ്ടോ അത് പറയുമ്പം കാലത്തിന് മുന്നേ ആയിരിക്കും, നമുക്കതിനുള്ള ഒരു സംവിധാനം ഉണ്ടായിരിക്കില്ല. ആ സമയത്ത് നമുക്ക് ആകെ പേടിയൊക്കെ ഇതൊക്കെ തള്ളാവോ ഇങ്ങനെ ആവോ എന്നൊക്കെ. പക്ഷെ പിന്നീട് അത്ഭുതം വന്നോണം ആ പറഞ്ഞ സംഭവങ്ങളൊക്കെ ഇങ്ങനെ അലൈൻ ചെയ്ത് വരുമ്പോഴാണ് നമ്മളിവിടെ പഠിപ്പിക്കുന്നതല്ലോ ഫോളോ യുവർ ഹാർട്ട് പരിപാടിയൊക്കെ ആണല്ലോ. അപ്പം നമുക്കതൊരു അഷ്യൂരിറ്റിയാണ് ആളുകൾക്ക് ഹൃദയതലത്തിലുള്ള ബോധത്തെ പറ്റി പഠിപ്പിക്കാനൊക്കെ. അപ്പം ഐ ഫീൽ ലൈക്ക് ഇതൊക്കെ എങ്ങനെ പറയാൻ പറ്റുന്നു എന്ന് ചോദിക്കുമ്പോൾ ആ ഒരു സ്റ്റേറ്റിൽ നിന്നും വരുന്നതാണത്. ആ സ്റ്റേറ്റിൽ ഐ എം വെരി മച്ച് കോൺഫിഡൻറ്റ്. അപ്പോൾ ഇതിൽ ചില കാര്യങ്ങൾ ഞാൻ അഷ്യൂർഡായിട്ട് നിങ്ങളോട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്, നമുക്ക് ചെയ്യാനുള്ള പർപ്പസ്. അതിൽ ഞാൻ 100% അഷ്യൂരിറ്റിയാണ്, അത് എന്തായാലും സംഭവിച്ചിരിക്കും. കാരണം അത് നടത്താതെ ഇവിടുന്ന് പോകുന്ന പരിപാടിയില്ല എന്ന് പറഞ്ഞ പോലെ ദർ ആർ സർട്ടൻ തിങ്സ്. അപ്പോൾ അതിൽ 100% കോൺക്രുവൻസിയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സോ ഐ തിങ്ക് ഇറ്റ് ഈസ് കമ്മിങ് ഫ്രം എ സ്റ്റേറ്റ്. ഒരു സ്റ്റേറ്റിൽ നിന്നും വന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും ആ സ്റ്റേറ്റ് ഉണ്ടല്ലോ, ഗൈഡഡ് കോഡ് ചെയ്തവർക്കൊക്കെ അറിയാം ദാറ്റ് സ്റ്റേറ്റ്. ഇപ്പോൾ GCയിൽ ആളുകൾ വരുന്നു, വിഷസ് എഴുതുന്നു, കുറച്ച് കഴിയുമ്പോൾ അത് നടക്കുന്നു. അതിങ്ങനെ പെട്ടെന്ന് പൊട്ടിപ്പുറപ്പെട്ട് സംഭവിക്കുന്ന മാനിഫെസ്റ്റേഷൻ ഒന്നുമല്ല, ആ സ്റ്റേറ്റ് ഉണ്ട് എഴുതുന്നത്. അപ്പോൾ ഞാൻ ആ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് അവിടെ GCയിൽ ആളുകൾ വിഷസ് എഴുതുമ്പോഴേക്ക് എത്തിക്കുന്നത്. അപ്പോൾ അത് എഴുതുന്ന സ്റ്റേറ്റിൽ എഴുതുമ്പം കറക്റ്റ് അവരെ ഹാർട്ടിൻ്റെ ഇൻഫ്ലുവൻസ് അതിലുണ്ട്. അതിനുശേഷം അവർ പോയി കഴിഞ്ഞാലും അവർ പോലും അറിയാതെ ഈ ബ്രെയിനിന് ചില സമയമുണ്ട് നമ്മൾ ഹൃദയത്തിന് സമർപ്പിക്കുന്നത്.
നമ്മളെ ഹൃദയത്തിലും ബ്രെയിനിലുള്ളത് പോലെ തന്നെ നെർവുകളുണ്ടല്ലോ, 40,000-ഓളം നെർവുകളുണ്ട്. ദർ ആർ സർട്ടൻ മൊമെൻറ്റ്സ് വെർ ഹാർട്ട് വിൽ ടേക്ക് കൺട്രോൾ ഓഫ് ദ ബ്രെയിൻ. അപ്പോൾ ഈ ഹാർട്ട് കൺട്രോൾ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ യുക്തിക്ക് പോലും ചില കാര്യങ്ങൾ നടക്കോ എന്നൊക്കെ തോന്നുമെങ്കിൽ കൂടി ഭയങ്കര അഷ്യൂരിറ്റി ആയിരിക്കും ഉള്ളിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുക. അങ്ങനെ എഴുതി വെച്ച പലതും GC പാർട്ടിസിപ്പൻസും നടക്കുമ്പോൾ എനിക്ക് തോന്നുന്നു, ഇപ്പോൾ എന്നെ പറഞ്ഞു ഈ പ്രോഫസി നടക്കുന്നത് പോലെ GC പാർട്ടിസിപ്പൻസിന് ആ സെയിം സ്റ്റേറ്റാണ് നമ്മൾ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഞാൻ പറയാം, ബിയോണ്ട് ദ ടൂൾസ് ദ സ്റ്റേറ്റ് മാറ്റേഴ്സ്. ആ സ്റ്റേറ്റിൽ നിന്നും വന്നതുകൊണ്ടായിരിക്കാം ഞാൻ ആ സ്റ്റേറ്റിലാകുമ്പോൾ ഈ ചോദ്യം ചോദിച്ചാൽ ഞാൻ ചിലപ്പോൾ വേറെ ഉത്തരമായിരിക്കും ആ സ്റ്റേറ്റിൽ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇപ്പോൾ ആ സ്റ്റേറ്റിൽ നിന്നും പുറത്തായതുകൊണ്ട് എനിക്ക് ഇങ്ങനെ ഇതിന് ഉത്തരം പറയാൻ വേണ്ടി പറ്റുള്ളൂ എന്നുള്ളതാണ്. ഓക്കെ, താങ്ക് യു. എനിക്ക് ജസ്റ്റ് ഗൈഡ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ മൈറ്റിലേക്ക് വന്നൊരു സാധനമാണ് ഗൈഡ് ടോക്കിൽ എല്ലാം ഉണ്ടോ എന്നുള്ളൊരു സാധനം. ഇപ്പം ഒരുപാട് പ്രോഗ്രാമിലായിട്ട് ഗൈഡ് ഒരുപാട് സീക്രറ്റ്സും സംഭവങ്ങളും പറഞ്ഞു പോകാറുണ്ട്. അപ്പോൾ ചില ആളുകളൊക്കെ ഈ ഗൈഡ് ടോക്ക് കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഓക്കെ ഇതിൽ തന്നെ എല്ലാം ഉണ്ട് എന്നുള്ളൊരു അവയർനെസ്സിൽ ഇരിക്കുന്നുണ്ട്, നമുക്കറിയാം ഇതിലെല്ലാം ഉണ്ട്. എന്നാൽ വേറെ കേൾക്കുന്ന സമയത്ത് പറയാതെ ഗൈഡ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരുപാട് സംഭവങ്ങൾ ആക്ച്വലി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഗൈഡ് ടോക്കിൽ എല്ലാം ഉണ്ടോ? ഗൈഡ് കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതൊക്കെ വളർന്നു പോയില്ലേ, എന്തൊക്കെ ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. നൈസ്. സി, ഗൈഡ് ടോക്കിൽ എല്ലാം ഉണ്ടെന്ന് വെച്ചാൽ പറയും. ഈ ലാസ്റ്റ് GT-ലെറ്റാണ് ഞാനൊരു കമൻറ്റ് യൂട്യൂബിലേറ്റ് ശ്രദ്ധിച്ചത്. എപ്പോഴും ഒരു കാര്യം തന്നെയാണല്ലോ പറയുന്നത് എന്നുള്ളത്. എല്ലാം ഒരു കാര്യത്തു നിന്നാണുള്ളത്, എല്ലാം ഒരു കാര്യത്തിലേക്കാണ് പോണത്. ഈ രഹസ്യം വരുന്ന ഒരാൾക്ക് ഗൈഡ് ടോക്കിൽ എല്ലാം ഉണ്ട്, ഒന്നിൽ നിന്നും ഒന്നിലേക്കാണ് എന്ന ട്രൂത്ത്, അൾട്ടിമേറ്റ് ട്രൂത്ത് കേട്ടാൽ പോരാ, അത് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ, അത് കൺവിൻസ്ഡ് ആയി കഴിഞ്ഞാൽ, അത് ആക്ച്വലി റിയലൈസും ആക്ച്വലൈസേഷനും നടന്നു കഴിഞ്ഞാൽ ആ യൂണിവേഴ്സൽ ട്രൂത്തിൻ്റെ സീക്രട്ട് മനസ്സിലാക്കുന്ന ഒരാൾക്ക് ഗൈഡ് ടോക്ക് വലിയ സീക്രട്ടാണ്, ഇതിലെല്ലാം ഉണ്ട്. ആ സീക്രട്ടിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കുറച്ചുകൂടി ട്രെയിനിങ്സ് ആവശ്യമാണ്, കുറച്ചുകൂടി എവല്യൂഷൻ ആവശ്യമാണെന്നുള്ളതാണ്. പിന്നെ ഗൈഡ് ടോക്കിൽ എല്ലാം ഉണ്ട് എന്ന് തിരിച്ചറിയണമെങ്കിൽ അതിനാണ് നമ്മൾ മറ്റുള്ള എല്ലാ പ്രോഗ്രാമും നടക്കുന്നത്. അപ്പോൾ അതിപ്പോൾ എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല, ഗൈഡ് ടോക്ക് എന്ന് പറഞ്ഞ് ഈ ഒരു പ്രതിഭാസത്തെ അത്രയും ഡെപ്തിലെടുക്കണം. ഇതിൽ പറഞ്ഞ വിസ്ഡും അതിൻ്റെ ക്വാളിറ്റിയും. ഇപ്പോൾ എന്നോട് തന്നെ ചിലർ പറയാനുണ്ട് GC കഴിഞ്ഞതിന് ശേഷം പഴയ ഗൈഡ് ടോക്ക് കണ്ടപ്പോൾ വേറെ വിസ്ഡാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. കോച്ചസ് പ്രോഗ്രാം കഴിഞ്ഞപ്പോൾ, ട്രെയിനർ പ്രോഗ്രാം കഴിഞ്ഞപ്പം, പ്രീമിയം മെൻറ്ററിങ് കഴിഞ്ഞപ്പം നമ്മളെപ്പോഴും പറയേണ്ടത് എന്തുകൊണ്ട് ഗൈഡ് ടോക്ക് ഫ്രീ ആക്കി ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന് വില മതിക്കാൻ പറ്റൂല എന്ന് നമ്മളിങ്ങനെ വെറുതെ തള്ളി മറിക്കല്ല. അത് 100% സിൻസിയർ ആയിട്ടുള്ളൊരു കാര്യമാണ്. ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഗൈഡ് ടോക്ക് ഉണ്ട്, ഞാൻ അറിഞ്ഞിട്ടുള്ള ഒരു ഗൈഡ് ടോക്ക് ഉണ്ട്, ഞാൻ പറയുമ്പോഴും ഞാൻ അറിയുന്ന ഒരു ഗൈഡ് ടോക്ക് ഉണ്ട്. അതിൻ്റെ ഡെപ്ത് മനസ്സിലാക്കാൻ ആളുകൾക്ക് ചിലപ്പോൾ ഇനി ഒരുപാട് പോകേണ്ടി വന്നേക്കാം എന്നുള്ളതാണ്. ഒരുപാട് ഗ്രന്ഥങ്ങളിലൂടെ പരതേണ്ടി വരും, ഒരുപാട് ലൈഫ് എക്സ്പീരിയൻസിലൂടെ പോകേണ്ടി വരും, എന്നിട്ട് കൊണ്ട് തിരിച്ചു വരണം. അപ്പോൾ ആ തിരിച്ചുവരവിൻ്റെ മുന്നേ തന്നെ ആ തിരിച്ചുവരവ് ഫാസ്റ്റ് ആക്കാനാണ് ആക്ച്വലി നമ്മൾ മറ്റുള്ള എല്ലാ പ്രോഗ്രാമുകളും ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മറ്റുള്ള പ്രോഗ്രാമുകളിലൂടെ പോയി കഴിയുമ്പം ഗൈഡ് ടോക്ക് എന്താണെന്ന് കുറച്ചുകൂടി ആഴത്തിൽ അറിയാനുള്ള പരിശീലനമായിട്ട് ഞാൻ കാണാറുള്ളൂ. എല്ലാ കഴിഞ്ഞവരോട് ഞാൻ പറയൽ, നിങ്ങൾ ഏത് പ്രോഗ്രാം ചെയ്താലും എല്ലാവർക്കും കോമൺ ആയിട്ട് അതിനെ പോളിഷ് ചെയ്യാനുള്ള, പ്രീമിയം ലെവൽ ചെയ്തവർക്ക് കോമൺ ആയിട്ട് പോളിഷ് ചെയ്യാനുള്ള സെഷനാണ് ഗൈഡ് ടോക്ക് എന്ന് പറഞ്ഞാൽ. ട്രെയിനേഴ്സ് പ്രോഗ്രാം കഴിഞ്ഞാൽ കോമൺ ആയിട്ട് പോളിഷ് ചെയ്യാനുള്ള സെഷനാണ് ഗൈഡ് ടോക്ക് എന്ന് പറഞ്ഞാൽ. പക്ഷേ എവിടെയെങ്കിലും ആർക്കെങ്കിലും ആ യാത്രയിൽ സ്റ്റെക്നെസ് തന്നെ ഞാൻ ചോദിക്കും, നിങ്ങൾ ഗൈഡ് ടോക്ക് അറ്റൻഡ് ചെയ്തിട്ട് എത്ര ദിവസമായി? ഉറപ്പാണ് ഗൈഡ് ടോക്ക് കണ്ടിന്യൂസ്ലി വരുന്നുണ്ട്. ഐ നെവർ ഫെൽറ്റ് എ ചലഞ്ച് വിത്ത് എനി പേഴ്സൺ. അപ്പോൾ അങ്ങനത്തെ യാത്രയിലൂടെ പോയിട്ട് സ്റ്റെക്കായിട്ട് പിന്നെ വീണ്ടും ആ ഫ്ലോ കണ്ടിന്യൂ ചെയ്യാനായി വീണ്ടും ഗൈഡ് ടോക്കിൽ എത്തിയിട്ട് പലരും അസോസിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഗൈഡ് ടോക്കിൽ എല്ലാം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ ഈ പ്രപഞ്ചം മുഴുവനും അല്ലെങ്കിൽ ഈ ഭൂമി മൊത്തം നമ്മളെടുത്ത് നോക്കി കഴിഞ്ഞാൽ ഈ ഭൂമി മൊത്തത്തിലുള്ള ഭൂമിയുടെ രഹസ്യം, പ്രപഞ്ചത്തിൻ്റെ രഹസ്യം എന്ന് പറഞ്ഞാൽ ഒരേ ഒരു രഹസ്യമാണ്. ആ രഹസ്യം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനെ സൃഷ്ടിച്ചവൻ്റെ രഹസ്യമാണ്. ആ സൃഷ്ടിച്ചവൻ്റെ രഹസ്യത്തെ അറിയാൻ വേണ്ടിയിട്ട് പ്രത്യക്ഷത്തിൽ നിന്നും അപ്രത്യക്ഷമായിരിക്കുന്നവൻ പ്രത്യക്ഷ തലത്തിൽ നമ്മളെ അറിയിക്കാനായിട്ട് സംഭവിച്ചതാണ് ഈ പ്രപഞ്ചം മൊത്തം. അപ്പം പറയാറുണ്ട്, മിസ്റ്റിക്കൽ ലാംഗ്വേജിൽ പറഞ്ഞാൽ മറഞ്ഞു കിടക്കുന്ന നിധിയായിരുന്നു ദൈവം തമ്പുരാൻ പഠിച്ചവൻ. അപ്പം മറഞ്ഞു കിടന്ന നിധിയെ മറ നീക്കി അത് പുറത്തേക്ക് വന്നത് ഇങ്ങനൊരു നിധി ഉണ്ടെന്ന് അറിയാനായിരിക്കും വേണ്ടേ, സെൽഫ് ബ്രാൻഡ് ചെയ്യേണ്ട. അതിനാണ് ഈ പ്രപഞ്ചം മൊത്തം സൃഷ്ടിച്ചതെന്ന് പറയുമ്പം ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിപ്പിൻ്റെ എല്ലാത്തിൻ്റെ ഉദ്ദേശം ഒരേ ഒരൊറ്റ കാര്യം മാത്രമാണ്. അത് നിങ്ങൾക്ക് ഏത് മറ നീക്കുമ്പോഴാണ് നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റുക. ചിലർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ എന്ന മറ നീക്കുമ്പോഴായിരിക്കും ദൈവം എന്ന സത്യം അവർ കണ്ടെത്തുന്നത് എന്നുള്ളതാണ്. ചിലർക്ക് സാമ്പത്തിക പ്രശ്നം എന്ന് പറയുന്ന ആ രൂപേണ വരുന്ന മറ നീക്കുമ്പോഴായിരിക്കും. ചിലർക്ക് അനുഗ്രഹങ്ങളുടെ മറ നീക്കുമ്പോഴായിരിക്കും ആ അനുഗ്രഹങ്ങളിലേക്ക് ഇറങ്ങി ചെന്ന അനുഗ്രഹങ്ങൾക്ക് പിറകിൽ എന്തുണ്ട് എന്ന മറ നീക്കുമ്പോഴായിരിക്കും അവർ മറന്നു പോയിട്ടുള്ള, മറവി ബാധിച്ചിട്ടുള്ള ദൈവബന്ധ സത്യത്തെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ എല്ലാത്തിൻ്റെയും പിറകിലെ രഹസ്യം എന്ന് പറയുന്ന ഒന്നുണ്ട്. ആ ഒന്നിനെ അറിയാനാണ് ആക്ച്വലി ഇവിടെയുള്ള
ചെടികളുടെ രഹസ്യമാകട്ടെ, കാറ്റിൻ്റെ രഹസ്യമാകട്ടെ, കടലിൻ്റെ രഹസ്യമാകട്ടെ, ശാസ്ത്ര രഹസ്യങ്ങൾ മുഴുവനും, സാങ്കേതിക വിദ്യകളുടെ രഹസ്യം മുഴുവനും മനുഷ്യനിലേക്ക് എത്തിയിട്ടുള്ളത് ചിന്തിക്കാൻ വേണ്ടി മാത്രമാണ്. അത്തരത്തിലൊരു ദൃഷ്ടാന്തമുള്ള ചിന്തകൾ ഉണർത്താൻ ഗൈഡ് ടോക്ക് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. ദൃഷ്ടാന്തമുള്ള ചിന്തയോട് കൂടിയിട്ട് ആരെങ്കിലും ഗൈഡ് ടോക്കിനെ സമീപിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയും അവർക്കിതിലെല്ലാം കണ്ടെത്താൻ വേണ്ടി പറ്റും. അതിനൊരു പൊരുളിൻ്റെ തലമുണ്ട്. ഞാൻ പറയാറുണ്ടല്ലോ, ഒരു തലം കാഴ്ചയുടെ തലമാണ്, സൈറ്റ്. മറ്റൊരു ഗൈഡ് ടോക്കിൻ്റെ തലം എന്ന് പറഞ്ഞാൽ ചില ആൾക്കാർക്ക് ഇൻസൈറ്റുകളാണ്. വേറെ ചില ആൾക്കാരെ സംബന്ധിച്ചുള്ളവർക്ക് ഇൻറ്റ്യൂട്ടീവ് ലെവലിലാണ് ഗൈഡ് ടോക്ക് ഇമ്പാക്റ്റ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഓരോ റെലപ്പുകളാണ്. ഇപ്പം ഒരു ഗൈഡ് ടോക്ക് ഇത്രയും 250 ആഴ്ചകൾ ലീഡ് ചെയ്ത ഒരാളെന്ന നിലയിൽ ഞാൻ എന്തുകൊണ്ട് ഇതിന് വാല്യൂ കൊടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അത്രക്കും പ്രൈസ്ലെസ് ആയിട്ടുള്ള ഒരു പ്രഷ്യസ് ആയിട്ടുള്ള സ്റ്റേറ്റിൽ തന്നെ അത് പ്രവർത്തിക്കുന്നില്ല. അപ്പോൾ ചിലപ്പോൾ അത് അറിയണമെങ്കിൽ നമ്മൾ ഇനിയും ഇവോൾവ് ചെയ്യണം, ഇനിയും എക്സ്പ്ലോർ ചെയ്യണം, ഇനിയും ലൈഫ് അറിയണം, ഇനിയും ഡീപ്പ് ക്വസ്റ്റിലൂടെ തേഴ്സ്റ്റിലൂടെ നമ്മൾ ഇന്നർ എൻക്വയറി ഇനിയും നടത്തിയിട്ട് നമ്മൾ എത്തിച്ചേരേണ്ട ചില മൊമെൻറ്റുകൾ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. ആ മൊമെൻറ്റിൽ എത്തുന്ന സമയത്താണ് നമുക്കതിൻ്റെ ഒരു രഹസ്യം മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. സോ എല്ലാം ഉണ്ടോ എന്ന് വെച്ചാൽ എല്ലാം ഉണ്ട്, എല്ലാറ്റിലും ഉണ്ട്. എല്ലാറ്റിലുമുള്ള എല്ലാം എന്താണോ അത് ഇതിലുമുണ്ട്. എല്ലാത്തിനുമുള്ള എല്ലാമായിട്ടുള്ള ഒന്ന് എന്താണോ അത് കണ്ടെത്താൻ ഒരു പക്ഷേ ഗൈഡ് ടോക്ക് എന്ത് ചെയ്യും, ഹെൽപ്പ് ചെയ്തേക്കാം എന്നുള്ളതാണ്. ചോദ്യത്തിന് തിരിച്ച് കുറച്ച് തന്നെ. നൈസ്. നെക്സ്റ്റ്. ലാസ്റ്റ് റൂമിനേറ്റിൽ ഞാൻ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഗൈഡിൻ്റെ സൗണ്ട് ഇങ്ങനെ കേൾക്കാം. അപ്പം നോക്കുമ്പോൾ ഗൈഡ് അപ്പുറത്താണ്, പിന്നെ 2 ഗൈഡോ. അപ്പോൾ നോക്കിയപ്പോൾ ഒരാൾ ആ റൂമിനേറ്റിലാണ്, ഓൾറെഡി ആൾ റൂമിനേറ്റിലാണ്, പക്ഷെ റൂമിനേറ്റിൽ ഇരുന്നുകൊണ്ടും ആൾ ഗൈഡ് ടോക്ക് കേട്ടോണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് കൂടാണ്ട് തന്നെ നമ്മളിപ്പോൾ ക്ലയൻസിൻ്റെ അടുത്ത് ടോക്ക് ചെയ്യുമ്പോഴാണെങ്കിലും ഇങ്ങനെ ഇരുന്ന് ഗൈഡ് ടോക്കുകളെ കേട്ടോണ്ടിരിക്കുന്ന ആളുകളുണ്ട്. ബസ്സിൽ പോകുമ്പോഴും വർക്ക് ചെയ്യുമ്പോഴും ഒക്കെ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ ഒരാളുടെ അടുത്ത് കോൾ ചെയ്യുമ്പോൾ ആളിങ്ങനെ പറഞ്ഞു, ഗൈഡിനെ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുമ്പോൾ മെറ്റഫറിക്കലി പറഞ്ഞതാണ്, അതായത് സ്വർഗത്തിലേക്ക് ഇങ്ങനെ നോക്കിയിരിക്കുന്ന ഒരു ഫീലിംഗ് ആണ്, ആ ഒരു സമാധാനം ആളുകൾക്ക് കിട്ടുന്നുണ്ട്, ആ ഒരു പീസ്, ആ ഒരു. അപ്പോൾ എന്താണ് ഇതിൻ്റെ ഇങ്ങനെ ആളുകളെ ഒരു അഡിക്റ്റഡ് ഇതിലേക്ക് കൊണ്ടുപോകുന്ന അതിൻ്റെ ഉള്ളിലുള്ള ഒരു മാജിക് എന്താണ് ഗൈഡ് ടോക്കിൽ? അതന്നെ ഞാനും നോക്കണേ, എങ്ങനെ ഈ മൊയില് ചക്ക വീണ് എങ്ങനെ മൊയില് ചാവണം എന്നുള്ള ഞാനും ആക്ച്വലി നോക്കിക്കൊണ്ടിരിക്കണമെന്നല്ല. എനിക്കൊന്നും നമ്മളെ ലാസ്റ്റ് GCയുടെ ഏതോ മീറ്റപ്പിലേറ്റാണ് പലരും, ഒരാളെന്നല്ല, അതിന് മുന്നേ ഞാൻ കേട്ടിട്ടുണ്ട്, ഈവൻ അവരെ ഫാമിലിയിൽ ക്രിട്ടിക്കൽ സിറ്റുവേഷനിൽ ആംബുലൻസിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പോലും അവർ GT കേൾക്കായിരുന്നു. അപ്പോൾ ചിലർക്ക് മറുചോദ്യം ചോദിക്കുക, ആംബുലൻസിലൊക്കെ ഇത്രയും ക്രിട്ടിക്കൽ സിറ്റുവേഷനിൽ ഇരിക്കുമ്പോൾ കേൾക്കേണ്ട ഒരു സാധനമാണത്. അത്തരം മൊമെൻറ്റിൽ പോലും അവർക്ക് ഗൈഡ് ടോക്കുകൾ അവർക്ക് സ്ട്രെങ്ത് കിട്ടുന്നുണ്ട്. അപ്പോൾ അതിലൂടെ കടന്നു പോയപ്പോൾ അവർക്കുള്ളിലൊരു ഇന്നർ അവേക്കണിങ്. അപ്പം എന്താണ് ഇതിൻ്റെ ഒരു എഡിക്റ്റീവ് പാർട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യം ഉറപ്പാണ്, മനുഷ്യനൊരു ലഹരി വേണം. ലഹരി ഇല്ലാതെ മനുഷ്യന് ജീവിക്കാൻ പറ്റില്ല. അത് എന്ത് എന്നുള്ളത് നമ്മൾ നിർവചിക്കുക എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ മതങ്ങൾ അല്ലെങ്കിൽ ആത്മീയ ധാരകളൊക്കെ നമ്മളെടുത്ത് നോക്കുമ്പം ലഹരി നിഷിദ്ധമാക്കാനുള്ള കാരണത്തിന് പല അർത്ഥതലങ്ങൾ കൊടുക്കാം. അതിന് മിസ്റ്റിക്സ് ആയിട്ടുള്ള ആളുകൾ ഈ ലഹരി നിഷിദ്ധമാക്കിയതിന്, ഏത് തരത്തിലുള്ള ലഹരിയും നിഷിദ്ധമാക്കിയതിന് പിറകെയുള്ള എക്സാമ്പിളായിട്ട് പറഞ്ഞത്, കാരണം ആർട്ടിഫിഷ്യലായിട്ട് കിട്ടുന്ന ലഹരികളെക്കാളും മുകളിൽ ആർട്ടിഫിഷ്യലായിട്ട് നമ്മുടെ ഹൃദയത്തിൽ നിന്നും നമ്മുടെ ബ്രെയിനിൽ നിന്നും ഒരാൾക്ക് ഇന്നർ എൻക്വയറിയിലൂടെ സ്പിരിച്വൽ ജേർണിയിലൂടെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരു നാച്ചുറൽ എഡിക്ഷൻ ഉണ്ട്, ഒരു ലഹരി എന്ന് പറഞ്ഞ തലം. അത് കിട്ടുന്നതോട് കൂടിയിട്ട് മറ്റെല്ലാത്തിനോടുള്ള ലഹരി മനുഷ്യനെ അസ്തമിക്കുകയാണ്, മറ്റെല്ലാത്തിനോടുള്ള ഭ്രമം മനുഷ്യനെ അസ്തമിക്കുക എന്നുള്ള. അപ്പോൾ ഗൈഡ് ടോക്കിൽ തീർച്ചയായിട്ടും ഇത് ആർക്കെങ്കിലും അത്തരത്തിലൊരു തലത്തിൽ തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ കാര്യം, അതൊരിക്കലും മനുഷ്യനെ അനാവശ്യമായിട്ടുള്ള നിഷിദ്ധമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് വഴിപിടിച്ച് നടത്തുന്ന ഒരു തരത്തിലുള്ള ലഹരിയല്ല. അവനവനിലേക്ക് ചേരാനുള്ള, അവനവനിലേക്ക് നോക്കിയിട്ട് അവനെ അറിയുന്നതിലേക്ക് ചേർക്കാനുള്ള, പ്രപഞ്ചത്തിൻ്റെയും പ്രകൃതിയുടെയും രഹസ്യങ്ങൾ അറിയുന്നതിലേക്കുള്ളൊരു ലഹരി എത്തുന്നുണ്ടെങ്കിൽ അതുകൊണ്ട് മനുഷ്യന് ഗുണേ കിട്ടാനുള്ളതെന്നുള്ള. അപ്പോൾ അത്തരത്തിൽ നല്ല ലഹരിയുണ്ട്. നല്ല ലഹരി പറഞ്ഞാൽ നമ്മളെ നല്ലതിലേക്ക് സ്വാധീനിക്കേണ്ടതെന്തോ അതെന്തെങ്കിലും ഉണ്ടായിരിക്കണമെന്നാണല്ലോ. അപ്പം നമ്മളെ വിഭാഗീയതയിലേക്ക് കൊണ്ടുപോകാത്ത, വർഗീയതയിലേക്ക് കൊണ്ടുപോകാത്ത, തീവ്രമായിട്ടുള്ള ചില വാദങ്ങളിലേക്ക് കൊണ്ടുപോകാത്ത, ചില വാദം പിടിച്ച തലങ്ങളിലേക്ക് കൊണ്ടുപോകാതെ നമ്മളിലേക്കും മനുഷ്യരിലേക്കും പ്രകൃതിയിലേക്കും ഇതൊക്കെ സൃഷ്ടിച്ച രഹസ്യത്തിലേക്കും കൊണ്ടുപോകുന്ന ഒരു തരം ലഹരി ഇവിടെ നമുക്ക് കച്ചവടം ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഓക്കെ, ലെറ്റ്സ് സേ ഇറ്റ് ലൈക്ക് ഇതൊരു സ്പിരിച്വൽ ഡ്രഗാണ് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഡ്രഗ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഒരേ സമയം ലഹരി എന്ന് പറഞ്ഞാൽ അത് ലഹരി എന്നൊരു തലമുണ്ട്, ഡ്രഗ് എന്ന് പറയുമ്പോൾ അതിന് മരുന്ന് എന്നുള്ളൊരു തലമുണ്ട്. അപ്പം ചില ലഹരികൾ മരുന്നാണ്. പ്രണയം എന്ന ലഹരി മരുന്നാണ്, വിജ്ഞാനം എന്ന ലഹരി മരുന്നാണ്. അപ്പം മരുന്നാകുന്ന വേദം എന്നതൊരു ലഹരിയാണ്, ഒരു മരുന്നാണ്, രണ്ടുമാണ്. അത്തരത്തിലുള്ളൊരു ലഹരി നമുക്കിവിടെ ഡെലിവർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് റിയലി നൈസ് എന്നുള്ള. അപ്പോൾ ഇത് എങ്ങനെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയുന്നു, ഹൃദയത്തിൽ നിന്നും സംസാരിക്കുക.
ഗൈഡ് ടോക്കിൻ്റെ തലം എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം, നമ്മൾ ഒരു നല്ല ഇൻറ്റൻഷനിൽ ഇരുന്നിട്ട് ലെറ്റ് ദ വിസ്ഡം ഫ്ലോ. അപ്പം അതിന് ഉദാഹരണമായിട്ട് പറയാറുള്ളത്, ഈ ഞാൻ ചില റൂമി നൈറ്റ് സെഷനിലൊക്കെ പറഞ്ഞിട്ട് ഈ ശ്രീകൃഷ്ണൻ്റെ കയ്യിലെ ഓടക്കുഴലിനെ പുല്ലാങ്കുഴലിനെ പറ്റിയിട്ട് പറയാറുണ്ട്. ശ്രീകൃഷ്ണൻ്റെ ചുണ്ടിലേക്ക് ഇങ്ങനെ ചേർത്ത് വെക്കുമ്പോൾ ആ ചുണ്ടിൽ നിന്നും ഒഴുകുന്ന കാറ്റാണ്, അല്ലെങ്കിൽ ആ ചുണ്ടിൽ നിന്നും വരുന്ന ശ്വാസമാണ് സംഗീതമായിട്ട് മാറുന്നത്. അപ്പോൾ അവിടെ പുല്ലാങ്കുഴലിൻ്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ പുല്ലാങ്കുഴലാകുന്നത് കേവലം ഒരു മുളന്തണ്ടാണ്, കുറച്ച് ഹോളുകൾ മാത്രമാണ്. ഇതിന് പുല്ലാങ്കുഴലായി മാറുന്നത് അതിലൂടെ സംഗീതം നിർഗളിക്കുമ്പോൾ മാത്രമാണ്. അത് ആ പുല്ലാങ്കുഴൽ ഉണ്ടാക്കുന്നതല്ല, ആ മുളന്തണ്ട് ഉണ്ടാക്കുന്നതല്ല. അതാരാണോ കൈകാര്യം ചെയ്യുന്ന സംഗീതജ്ഞൻ, ആരുടെ ചുണ്ടിലേക്കാണ് അത് ചേർത്ത് വെച്ചത്, ആരുടെ ശ്വാസമാണോ അതിലൂടെ ഒഴിക്കുന്നത്, അതാണ് അനുഭൂതിയുള്ള സംഗീതമായിട്ട് മാറുന്നത്. ഇപ്പം ഗൈഡഡ് ടോക്ക് എന്ന് പറയുമ്പോൾ തന്നെ ഈ പേരിൽ തന്നെ എടുത്ത് ഗൈഡഡ് ആണ്. ഇപ്പം നമ്മളൊന്നും ചെയ്യേണ്ടതായിട്ടില്ല, നമ്മൾ സറണ്ടറൻസിലായിരിക്കാം, നമ്മൾ തവക്കുലായിരിക്കാം. ഇരിക്കുന്ന സമയത്ത് ഇവിടെ ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ 469 ആൾക്കാർ സൂമിലുണ്ട്. ഈ 450-ലേറെ ആളുകളെ ഓരോരുത്തരും തൃപ്തിപ്പെടുത്തേണ്ടവൻ ഞാനാന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ അവിടെ എൻ്റെ അഹങ്കാരം വരും. മാത്രമല്ല എൻ്റെ ഇൻഫീരിയർ ഈഗോയും വരും, ഇവരെല്ലാവരും സാറ്റിസ്ഫൈ ചെയ്യിപ്പിക്കണ്ടേ എന്നത്. അപ്പോൾ അവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം, ഇവരെല്ലാവരും തൃപ്തി അടയിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. അപ്പോൾ എല്ലാവരെയും ഒരേ സമയം തൃപ്തി അടയിക്കാൻ പോകുന്നവനുണ്ട്, അവൻ പ്രവർത്തിക്കുകയാണെങ്കിൽ എല്ലാവരും തൃപ്തരാകും എന്ന ബോധത്തോടു കൂടി നമ്മൾ സറണ്ടറൻസിലിരിക്കുമ്പം കൃഷ്ണൻ്റെ ചുണ്ടിലെ ഓടക്കുഴൽ പോലെ നമ്മളിങ്ങനെ ദൈവികമായ ബോധത്തിലേക്ക് നമ്മളെ ഹൃദയത്തെ ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് നമ്മളൊരു കുഴലായിട്ട്, ഒരു പുല്ലാങ്കുഴലായിട്ട് ഇരിക്കുകയാണ്. കറക്റ്റായിട്ട് അത് വായിക്കാൻ അറിയുന്നവർ വായിക്കുമ്പോൾ അതൊരു വേദ വായന പോലെ ആയിരിക്കും, ഒരു വേദ സംഗീതം പോലെ ആയിരിക്കും, ഒരു വേദ വിരുന്ന് പോലെ ആയിരിക്കും, അതിൽ ഭേദം ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഈ രൂപേണ നമ്മൾ ഗൈഡഡ് ആയിട്ട് സറണ്ടേഡ് ആയിട്ട് നമ്മളിങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒഴുകുന്നതാണ്. ഒരു പക്ഷെ അതുകൊണ്ടായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും ഗൈഡ് ടോക്കിലെ വിസ്ഡമോ മറ്റുള്ള കാര്യങ്ങളോ നമ്മളുടേതായിട്ട് പേഴ്സണലായിട്ട് ക്ലെയിം ചെയ്യാനൊന്നും നമ്മളില്ല. ഇറ്റ് ഈസ് എ സ്റ്റേറ്റ്, ആ സ്റ്റേറ്റിൽ നടക്കുന്നു, അതിലൊരു മാന്ത്രികതയുണ്ട് എന്നുള്ളതാണ്. നമ്മൾ ഒരു ഉപകരണം വായിക്കപ്പെടുന്ന സമയത്ത് അതിൻ്റെ അടുത്ത് പോയിരിക്കണം. ഉപകരണം വെറുതെ വെക്കുമ്പോൾ പോയിരുന്നിട്ട് കാര്യമില്ല. ഈ GT പറഞ്ഞുകൊണ്ടിരിക്കുന്ന പോലെ തന്നെ GT നിന്ന് മാറിക്കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് പറയാൻ പറ്റിക്കൊള്ളുന്നില്ല. ആ ഉപകരണം വായിച്ചുകൊണ്ടിരിക്കുമ്പം അതിൻ്റെ സംഗീതജ്ഞൻ അതിനെ എന്താ പറയുക പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് അതിൻ്റെ ആസ്വാദനം ഹീലിംഗ് ഒക്കെ ആയിട്ട് നമുക്ക് കിട്ടുക എന്നുള്ളത്. അത്തരത്തിലൊരു സ്റ്റേറ്റിലാണ് ഗൈഡ് ടോക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മളെല്ലാവരും ഗൈഡ് ടോക്കിൽ വന്നിരുന്നോളൂ, അല്ലെങ്കിൽ ഗൈഡ് ടോക്കിലൊന്ന് വീഡിയോയിൽ വന്നിരുന്നോളൂ, ഒരു മെഡിറ്റേഷൻ സെഷനിലും ഗൈഡ് ടോക്കിലും വന്ന് നിങ്ങളൊന്ന് എണീറ്റ് പോയിക്കോളൂ, അപ്പോഴൊക്കെ നിങ്ങൾക്ക് സെറ്റ് ആവുമെന്ന് പറയാനുള്ള കാരണം അത് ആക്ച്വലി കണക്റ്റിംഗ് ടു ദ വൈബ്രേഷൻസ് ഓഫ് ദ ഹാർട്ട്. നമ്മുടെ ഹൃദയത്തിൻ്റെ ആ വൈബ്രേറ്റീവ് തലത്തിലേക്കാണ് ഗൈഡ് ടോക്ക് ടച്ച് ചെയ്തിട്ടുള്ളത്. അത് വന്നിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഒരു കാര്യത്തെ നമ്മൾ പറയില്ലേ, എനർജി ഡസ് നോട്ട് ലൈ. ഒരു കാര്യം ചെയ്യുന്നത് അത് എത്രത്തോളം സിൻസിയറാണ് തീരുമാനിക്കേണ്ടത് നമ്മൾ പറയുന്നത് കൊണ്ടതായില്ല, അല്ലെങ്കിൽ ഇത് ഭയങ്കര സംഭവമാണ് നമ്മൾ പറഞ്ഞത് കൊണ്ടായില്ല. ഇതുപോലത്തെ മൊമെൻറ്റുകളാണ് അതിനെ വാലിഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ സ്റ്റിൽ ഇങ്ങനത്തെ സമയങ്ങളിൽ പോലും ആളുകൾ ഗൈഡ് ടോക്ക് പ്രിഫർ ചെയ്തുകൊണ്ടിരിക്കുന്നു, ആളുകൾക്ക് അത് ഗുണമുണ്ടാക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പം നമ്മളത് കാണുന്നേ ഇല്ല. നമ്മൾ കാണാത്ത ഇടങ്ങളിൽ നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ, നമ്മൾ കിടന്നുറങ്ങുമ്പോൾ പോലും പലരും ഗൈഡ് ടോക്ക് വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്, അതിലൂടെ കടന്നു പോവുകയാണെന്ന് പറയുമ്പോൾ, ലോകത്തിൻ്റെ പല ഭാഗത്തുള്ളവരെന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ ഹൃദയത്തിൽ നിന്നും ആത്മാർത്ഥമായിട്ടാണ് അത് കൊടുക്കുന്നതെങ്കിൽ അതിൻ്റെ ഇമ്പാക്റ്റ് നാച്ചുറലി നമുക്ക് കാണാൻ വേണ്ടി പറ്റും. സോ ദാറ്റ് സ്റ്റേറ്റ് ഓഫ് സറണ്ടറൻസ്, തവക്കുൽ ആൻഡ് ഗൈഡഡ് സ്റ്റേറ്റ്, ആ സ്റ്റേറ്റാണ് അതിലേറ്റവും വലിയ മാജിക്കായിട്ട് മാറുന്നത്. അതുകൊണ്ട് തന്നെയാണ് അത് ഒരുപാട് ആളുകൾക്ക് അഡിക്റ്റീവായിട്ട് മാറുന്നത് എന്നതിലും യാതൊരു സംശയമില്ല. ഓക്കെ, ചോദിക്കണമെങ്കിൽ ചോദിക്കാം. പാർട്ടിസിപ്പൻസിന് അൺമ്യൂട്ട് ചെയ്തിട്ട് ചോദിക്കണോ അല്ലെങ്കിൽ ചാറ്റിൽ ചോദിക്കണോ? നിങ്ങൾ ചാറ്റിലൊന്ന് മെൻഷൻ ചെയ്തത് സിയാസ് നോക്കിയിട്ട് ഇൻ ബിറ്റ്വീൻ ചോദിച്ചാൽ മതി. ലെറ്റ്സ് കണ്ടിന്യൂ. ഗൈഡ് 2 കാര്യങ്ങളാണ് മെൻഷൻ ചെയ്യാനുള്ളത്, ചോദിക്കാനുള്ളത്. അതിലൊന്ന്, നമ്മളിപ്പോൾ മുൻപ് ഈ മോറൽ ടോക്ക് കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നത് ഗൈഡ് അധികം മറ്റ് ഇപ്പോൾ വിജയൻ സാറിൻ്റെ അങ്ങനത്തെ സെഷൻസ് ഒന്നും അങ്ങനെ അറ്റൻഡ് ചെയ്ത് തുടങ്ങിയിട്ടില്ല. അപ്പോഴും എങ്ങനെയാണ് ഇത്ര ഡീപ്പ് ഡിസ്കഷനിലേക്ക് ഗൈഡിന് പോകാൻ വേണ്ടിയിട്ട് പറ്റിയത് എന്നുള്ളത് അന്നത്തെ 10ാം ക്ലാസ്സിലത്തെ എനിക്കും ഇപ്പോഴത്തെ എനിക്കുള്ള ഒരു ക്യൂരിയോസിറ്റി, ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ചില സമയങ്ങളിൽ ഗൈഡ് എവിടെയെങ്കിലുമൊക്കെ ത്രെഡ് ഇടാണെന്നുണ്ടെങ്കിൽ അതൊരു കംപ്ലീറ്റ് ആവാത്ത പോലെ, എന്താ വെച്ചാൽ അത്രയും ആയത്തിൽ, അത്രയും ഗൈഡ് നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഭയങ്കര ക്യൂരിയോസിറ്റിയുടെ കണ്ണ് തള്ളി നിൽക്കുന്ന രീതിക്കുള്ള കാര്യങ്ങൾ അന്നും പറയാറുണ്ട്. അപ്പോൾ അത് എവിടെ നിന്നും എന്നുള്ളൊരു സംഭവം. രണ്ടാമത്തെ ഒരു കാര്യം, ഇപ്പോഴുള്ളൊരു സ്റ്റേറ്റ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഒരു ഏരിയൻ ടോക്സ് എന്നുള്ള സംഭവം ഒരുപാട് പേര് ഇപ്പോൾ നമുക്ക് ഓൺലൈനിലായിട്ടും ഇനി പുറത്തുനിന്നുള്ളവരൊക്കെ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പം ഇത് ഗൈഡിൻ്റെ ഒരു മാനിഫെസ്റ്റേഷൻ ആണോ പ്രെയർ ആണോ എന്ന് ചോദിക്കുന്ന ഒരു സംഭവം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ഗൈഡിനും അറിയില്ല, നമുക്കും അറിയില്ല ഇത് എവിടെ എത്തണം എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഒരു സംഭവത്തിലേക്ക് എത്തണം എന്ന്
ഒരു ഡെസ്റ്റിനേഷൻ ഉണ്ടാകുമ്പോഴാണല്ലോ നമ്മൾ അതിനു വേണ്ടി പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ അതിനു വേണ്ടി മാനിഫെസ്റ്റ് ചെയ്യുക. അപ്പം അങ്ങനെ ഒരു സംഭവമൊന്നും ഇല്ലാതെ ഇതിപ്പോൾ എന്താണ്? ഞാൻ പറയാറുണ്ട്, ഈ മാനിഫെസ്റ്റേഷനും പ്രെയറും ഒക്കെ ഓരോ ഘട്ടങ്ങളാണ്. പക്ഷെ അതൊക്കെ അവസാനിക്കുന്ന ഒരു ഘട്ടമുണ്ട്. ആക്ച്വലി അവിടുന്ന് ഞാൻ തുടങ്ങിയതെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അതിനെ ഡീകോഡ് ചെയ്യലാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വൈ ഐ ക്യാൻ ടേക്ക് ഡീപ്പർ സെഷൻസ് അബൌട്ട് മാനിഫെസ്റ്റേഷൻ പ്രെയർ എന്ന് ചോദിച്ചാൽ ഇതൊക്കെ അവസാനിക്കുന്ന ഒരു പോയിന്റ് ഉണ്ട്. അവിടെ അതിനെപ്പറ്റി ഞാൻ റൂമിനായിട്ട് ഇഷ്ടം പോലെ സംസാരിക്കണം. ദാറ്റ്സ് സ്റ്റേറ്റ്. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത്, ടൂളുകൾ അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് തുടങ്ങണം. നമ്മൾ എന്തിനാണ് ടൂൾസൊക്കെ പഠിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ എവിടെ അവസാനിക്കും എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിൽ തുടങ്ങിയിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഇതേപോലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇതൊക്കെ ഈ ഞാനിങ്ങനെ എൻ്റേതായിട്ടുള്ള പേഴ്സണൽ ട്രെയിനിങ്ങിലൊക്കെ പോകുന്നതിന് മുന്നേ എങ്ങനെ ഡീപ്പർ വിസ്ഡംസ് വന്നു. ശരിക്കും പറഞ്ഞാൽ അങ്ങനത്തെ ഒരു ഡീപ്പർ വിസ്ഡംസ് വന്നുകൊണ്ടിരിക്കുന്ന ഒരു മാജിക്ക് ഞാനും നിങ്ങൾക്കിടയിൽ ഇരുന്ന് വിറ്റ്നസ് ചെയ്തുകൊണ്ടാണ് എനിക്ക് തന്നെ ആകെ തല തിരിഞ്ഞു പോയ അവസ്ഥയിൽ ഞാൻ ചിന്തിച്ചത് ഇതെങ്ങനെ ഈ നടക്കുന്നത്. എനിക്ക് ഓർമ്മ ഉണ്ടായിരിക്കും, നമ്മളിങ്ങനെ ട്യൂഷനിൽ ചിലപ്പം സൺഡേസോ മറ്റുള്ള ദിവസമൊക്കെ ബ്രേക്ക് ടൈം ഉണ്ടാവല്ലോ, ഫുൾ റഷ് ആയിരിക്കില്ല, എല്ലാവരും പുറത്ത് പോകുന്നു വരും, ഫുൾ കലപില സൗണ്ട് ആയിരിക്കും കുട്ടികളെല്ലാവരും കൂടി. ആ സമയത്ത് നമ്മൾ ഇസ്ലയിലെ മറ്റേ ആ എല്ലാവരും ഇരിക്കുന്ന ഒരു ഹോളിൻ്റെ ഒരു ഭാഗം ഉണ്ടല്ലോ, ആ ഒരു എല്ലാവരും ഇരിക്കുന്ന ഒരു ഏരിയ, ക്യാബിൻ്റെ മുന്നിലുള്ള അവിടെ ചിലപ്പോൾ ഉള്ള ആ സോഫയിൽ ഞാനിങ്ങനെ ഇരിക്കും. അപ്പോൾ ചിലപ്പോൾ ഒരാളോ രണ്ടാളോ സൈഡിലുണ്ടാവും കുട്ടികൾ, ചിലപ്പോൾ നിങ്ങളൊക്കെ തന്നെ ആയിരിക്കും അന്നത്തെ കഥാപാത്രങ്ങൾ. അപ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ വെറുതെ എന്തെങ്കിലും ചോദിക്കും സാർ എന്ന് പറഞ്ഞ് ഞാനതിങ്ങനെ പറഞ്ഞു തുടങ്ങിയിട്ട് ഞാൻ പോലും അറിയേണ്ടത് ഒരു ഭയങ്കര ഡീപ്പ് ഹിപ്നോട്ടിക് കോൺവെർസേഷൻ പോലെ കാം ആൻഡ് സൂത്തിങ് ആയിട്ടുള്ള ഒരു കോൺവെർസേഷൻ ആകുമ്പോഴേക്ക് പിന്നെ ആ ഡിസ്കഷനിൽ അരമണിക്കൂർ 1 മണിക്കൂർ പോയിട്ടുണ്ടായിരിക്കും. ആ ഡിസ്കഷൻ അങ്ങനെ കഴിയുമ്പോഴത്തേക്ക് മഴ തോർന്നതുപോലെ കലപില സൗണ്ടൊക്കെ നിന്ന് ഞാനിത് ഇങ്ങനെ സംസാരിച്ചിരിക്കുമായിരിക്കും. പിന്നെ കണ്ണുറന്നിട്ട് സംസാരിച്ച് കഴിഞ്ഞാൽ നോക്കുമ്പോൾ ഒരു കൂട്ടം അങ്ങനെ ഉണ്ടാവും, മൊത്തത്തിൽ ഇങ്ങനെ പൊതിഞ്ഞ് നിൽക്കുന്ന പോലെ കുട്ടികളൊക്കെ ഭയങ്കര പിൻ ഡ്രോപ്പ് സൈലൻസിലെത്തുന്ന ഒരു മൊമെൻ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു, സാധാരണ ക്ലാസ് കയറിയിട്ട് കീപ് സൈലൻസ് കീപ് ക്വയറ്റ് എന്ന് പറഞ്ഞുകൊടുന്നു, അതൊന്നും ആവശ്യമില്ലാണ്ട് ഈ കുട്ടികളെ മൊത്തത്തിൽ, ഈ ഏജിലുള്ള ടീനേജ് കുട്ടികളെ മൊത്തത്തിൽ ശാന്തമാക്കി മാറ്റുന്ന എന്താണ് അവിടെ സംഭവിച്ചത്? കൂടുതൽ പവർ എടുക്കുന്നില്ല, സ്ട്രെങ്ത് എടുക്കുന്നില്ല, പക്ഷെ ആ വിസ്ഡത്തിലേക്ക് നമ്മൾ മുഴുകുമ്പോൾ സംഭവിക്കുന്ന ഒരു ഹാല് അല്ലെങ്കിൽ ഒരു അവസ്ഥയാണിത്. ഇത് ഇങ്ങനെ പലപ്പോഴായിട്ട് ഇങ്ങനെ വന്നു തുടങ്ങിയപ്പോഴാണ് എനിക്കും തോന്നിയത് വി ഹാവ് സംതിങ് ടു സ്പീക്ക്. എന്തോ ഒരു കാര്യം എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ആരോ പറയുന്നുണ്ട്. അതാണല്ലോ ഞാൻ എൻ്റെ സ്റ്റോറിയിൽ പറഞ്ഞത്. അപ്പോൾ ആ പാർട്ട് എന്താണെന്ന് ഞാനും ഇങ്ങനെ ഇതായിട്ട് നിൽക്കുമ്പോൾ എനിക്ക് തന്നെ അതൊന്ന് ആക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് സമയം വേണമായിരുന്നു. ആ ആക്സെപ്റ്റൻസിന് ഞാൻ എന്നെ തന്നെ ഒന്ന് ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ കോൺഷ്യസ് മൈൻഡിന് ഒരു ഉറപ്പ് കിട്ടാൻ വേണ്ടി മാത്രമാണ് ശരിക്കും പറഞ്ഞാൽ ഇത്രയും ട്രെയിനിങ്സിലൂടെ ഒക്കെ പോയത്. കാരണം ഇത് എന്താണെന്ന് മനസ്സിലാക്കാൻ, അത് പറയുന്ന സമയത്ത് ഇങ്ങനെയൊക്കെയാണെന്ന് പറയണമെങ്കിൽ നമുക്ക് ഇങ്ങനെ സംഭവങ്ങളൊക്കെ വേണമെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഇപ്പം മൈൻഡ് പവർ ട്രെയിനിങ്ങിന് പോകണമാട്ടെ, അതുപോലെ തന്നെ NLPയുടെ ട്രെയിനിങ്സിന് പോകണമാട്ടെ, ICFൻ്റെ കോച്ചിങ്ങിന് പോകണമാട്ടെ, മറ്റുള്ള കുറേ സ്പിരിച്വൽ അങ്ങനത്തെ റിട്രീറ്റ്സ് ഇങ്ങനത്തെ ഇതിന് പോകണമാട്ടെ, ഇതിനൊക്കെ പോകുന്നത് ആ തുടക്കത്തിൽ കണ്ടത് എന്തായിരുന്നോ അതെന്താണ് അങ്ങനെ സംഭവിച്ചുകൊണ്ടിരുന്നത്, എവിടുന്നാണ് എനിക്ക് ADN ടോക്സ് എന്നൊരു സ്റ്റേറ്റും ആ സ്പേസും ആ പേരൊക്കെ കൊണ്ടുവന്നിട്ട് ആ നടന്നുകൊണ്ടിരിക്കുന്നതിന് സ്വാഭാവികമായിട്ടും അതിന് ചില നമ്മളെ പർപ്പസ് പുറത്തു വരുന്ന മൊമെൻറ്റുകളാണ്. അപ്പോൾ അതിനൊരു ഡിസിപ്ലിനും സ്ട്രക്ചറൊക്കെ വേണമെങ്കിൽ എന്ത് വേണമെന്ന് കരുതി എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സ്റ്റിൽ ഐ ഡോണ്ട് നോ അതെങ്ങനെ സംഭവിച്ചു, അതെങ്ങനെയായി. പറഞ്ഞ കാര്യം കറക്റ്റാണ്. അതിപ്പം പെട്ടെന്ന് ഇങ്ങനെ ഇപ്പോഴേക്ക് എത്തുമ്പോൾ പെട്ടെന്ന് കുറേ പഠിച്ചതിന് ശേഷം കുറേ വിസ്ഡംസ് വന്നു എന്നുള്ളതല്ല. ആ വിസ്ഡം എപ്പോഴും അവിടെ തന്നെ ഉണ്ട്. അതിനെ സ്ട്രക്ചർ ആക്കിയിട്ട് ഓർഗനൈസ്ഡ് ആക്കി കൊടുക്കാൻ നമുക്ക് കുറച്ച് എഡ്യൂക്കേഷൻ കൊടുക്കൽ അത്യാവശ്യമാണെന്നല്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരാൾക്ക് ചിലപ്പോൾ ജന്മന അവർ പാട്ടുകാരായിരിക്കും, അപ്പോൾ അവർക്ക് പാടാനുള്ള സിദ്ധി ഉണ്ടായിരിക്കും. പക്ഷെ അവർ പാടി തുടങ്ങുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അവർക്ക് ആ പാടാനുള്ള കഴിവുണ്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അവർക്കൊരു ശാസ്ത്രീയമായിട്ട് സംഗീതം പഠിക്കൽ അതിന് സ്ട്രക്ചർ ചെയ്യൽ ആവശ്യമായിരിക്കും. ഇതേപോലെ തന്നെ എനിക്ക് തോന്നുന്നു ആ മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ അത്തരത്തിലൊരു നാച്ചുറലി ഇത് പുറത്തേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരുന്ന സംഭവമാണ്. അപ്പോൾ എൻ്റെ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് എനിക്കിത് ചെറുതായിട്ട് അടിക്കാറുണ്ടായിരുന്നു. ഇങ്ങനെ സ്പാർക്ക് അടിച്ചിട്ടാണല്ലോ പിന്നെ അത് ഇങ്ങനെ ഓളമായി വരാമെന്നുള്ളത്. സ്കൂളിൽ പഠിക്കുന്ന സമയത്തും +1 +2 ഒക്കെ പഠിക്കുന്ന സമയത്ത് ഞാനിങ്ങനെ ചില സമയത്ത് എൻ്റെ ഫ്രണ്ട്സുകളെ പോയിട്ട് ഇങ്ങനെ, ഞാൻ ഭയങ്കര ഇൻട്രോവേർട്ട് ആയിരുന്നു എങ്കിൽ കൂടി ചില മൊമെൻ്റ് ഉണ്ട്, ഈ മൊമെൻറ്റിൽ ഞാൻ പോയിട്ട് ഇങ്ങനെ പൈറൂവിക് ആസിഡ് ആവും. ദാറ്റ് മീൻസ് കെമിക്കൽ ടേമിൽ പറഞ്ഞത് ടീച്ചർ ഓർത്ത് പറയാണ്ട്, ഓക്കെ. അപ്പം ഈ പയറായിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ മൊമെൻറ്റുകളിൽ ആക്ച്വലി ചെയ്യാറുണ്ടായിരുന്നത് ഇങ്ങനെ ഫ്രണ്ട്സുകളുടെ അടുത്തൊക്കെ പോയിട്ട് വെറുതെ ഇങ്ങനെ ഓരോ സംസാരിക്കുമ്പോൾ അവരെന്ത് പറഞ്ഞാലും ഞാൻ അതിന് ബദലായിട്ട് എന്തെങ്കിലും ഒരു കോട്ടോ ഒരു വിസ്ഡോ ഒക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഭയങ്കര വേറെ സാധനത്തിൽ ഇങ്ങനെ കൊണ്ടുവെക്കും. അപ്പം അത് ഒരു ഫണ്ണിൽ ഇങ്ങനെ ഫ്ലോയിൽ ഇങ്ങനെ പറഞ്ഞു പോകണം. പക്ഷെ ആ ഇതിൻ്റെ ഇടയിൽ അവരെ പ്രശ്നങ്ങൾ, അവരപ്പം നേരിടുന്ന ടെൻഷൻ, സ്ട്രെസ്, ഇതൊക്കെ ഫ്രീ ആയിട്ടുണ്ടായിരിക്കും. അങ്ങനെ ജഗബോഗായിട്ട് ഫ്രീ ആയിട്ട് ഇങ്ങനെ ഒരു ഫൺ മോഡൽ ഇങ്ങനെ പറഞ്ഞു പോകണം.
പക്ഷെ അത് കഴിയുമ്പോഴത്തേക്ക് അവരെ വൈബ് മാറിയിട്ടുണ്ടായിരിക്കും, അവർ ഭയങ്കര കാമായിട്ടുണ്ടായിരിക്കും. പക്ഷെ ആ മൊമെൻറ്റിൽ മാത്രം ഞാൻ ഈ ഇൻട്രോവേർട്ടഡ് നേച്ചറിൽ നിന്ന് മാറിയിട്ട് കുറച്ചുകൂടി അവരിലേക്ക് കണക്റ്റായി തോന്നി. പക്ഷെ അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഭയങ്കര റിസർവ്ഡ് ആണ്. അപ്പം ഞാനിങ്ങനെ പിന്നീട് ആലോചിച്ചു, ശരി എനിക്ക് ഈ ആംബിവേർട്ട് എന്ന് പറഞ്ഞതുപോലെ 2 സ്റ്റേറ്റുകളുണ്ട്. ചില സമയത്ത് ഭയങ്കര ഇൻട്രോവേർട്ടാണ്, പക്ഷേ സെഷന് സ്റ്റേജ് പരിപാടി ഇങ്ങനത്തെ ഒരു ഭയങ്കര ആക്റ്റീവാണ്. അപ്പോൾ ആ ഒരു ട്രാൻസിഷൻ എനിക്കതിൽ മനസ്സിലാകുന്നുണ്ട്, ആ ഫേസ് ട്രാൻസിഷൻ മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ അത് അന്നേ ഉണ്ടായിരുന്നുള്ള സംഭവമാണ്. പക്ഷെ അതെങ്ങനെ വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കിപ്പോഴും അറിയില്ല അതെങ്ങനെ സംഭവിച്ചു എന്നുള്ള കാര്യം ഇപ്പോഴും അറിയില്ല. പക്ഷെ അതിനുള്ള പിന്നെയുള്ള പോളിഷിംഗ് ആണ് ആക്ച്വലി ഇപ്പം ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചില ഡീപ്പ് വിസ്ഡംസ് എനിക്ക് തന്നെ അതിൽ ചില സമയത്തൊരു ഇതെങ്ങനെ എന്ന് ചിന്തിക്കുമ്പോൾ അതിനൊരു ക്ലാരിറ്റിയാണ്. അപ്പോൾ അത് മേ ബി കമ്മിങ് ഫ്രം ദ റൈറ്റ് ബ്രെയിൻ പാർട്ട്, നമ്മളെ ആ ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള പോയറ്റിക് ആയിട്ടുള്ള സ്റ്റേറ്റിൽ നിന്നായിരിക്കാം അത് വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അതിന് ക്ലാരിറ്റി നമുക്ക് തന്നെ കൺവിൻസ് ചെയ്യാൻ വേണമെങ്കിൽ നമ്മളെ ലോജിക്, അനലിറ്റിക്കൽ മൈൻഡ്, അതിനുള്ള ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ടായിരിക്കും ഞാൻ അതിൻ്റെ സയൻസ് പഠിച്ചത്, ന്യൂറോ സയൻസ് പഠിച്ചത്, എല്ലാം പഠിച്ച് മനസ്സിലാക്കിയിട്ട് വന്നത് എൻ്റെ തന്നെ കൺവിൻസിങ്ങിന് വേണ്ടിയിട്ടൊന്നുമില്ല. അപ്പോൾ ഒരു 8-10 വർഷം മുന്നേ എൻ്റെ ജീവിതത്തിലേക്ക് ഒരു മെൻറ്റർ കടന്നു വന്ന സമയത്ത് അപ്പം അവർ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, യു ആർ ഗോൺ ഡു ഗ്രേറ്റ് തിങ്സ്. അപ്പോൾ ഞാൻ +2 മാത്രം കഴിഞ്ഞ് നിൽക്കുന്ന ടൈം, ഞാൻ പലപ്പോഴും ഇത് റൂബിനേറ്റിലൊക്കെ പറയാറുണ്ട്. അപ്പോൾ എന്നോട് അന്ന് +2 കഴിഞ്ഞ് ഞാനിങ്ങനെ തിരിഞ്ഞാൽക്കുന്ന സമയത്ത് എന്നോട് പറയുന്നു, യു ആർ ഗോൺ ഡു ഗ്രേറ്റ് തിങ്സ്, യു ആർ ഗോൺ ഇമ്പാക്ട് മോർ ആൻഡ് പീപ്പിൾ. ഒരുപാട് ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്, ഇമ്പാക്ട് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട് എന്ന് അന്ന് പറഞ്ഞ സമയത്ത് എനിക്ക് അതിനെ പറ്റിയിട്ട് എന്താണ് ഇതേ മീൻ എന്നൊന്നും അറിയില്ല. ചില കാര്യങ്ങളുണ്ട് നമ്മുടെ മാത്രം ജീവിതത്തിലെ അത്ഭുതങ്ങളായിട്ട് നമ്മൾ പെർസ്യൂ ചെയ്യാണ്. അപ്പോൾ അത് എങ്ങനെയാണ് സംഭവിക്കുക, എന്താണ് ഇവർ പറഞ്ഞതിൻ്റെ പൊരുൾ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ എന്നോട് പറഞ്ഞു, ടൈം വിൽ റിവീൽ യു ഹൗ ദിസ് ഗോണ വർക്ക് എന്നുള്ളത്. അപ്പോൾ പിന്നീടുള്ള ആ കഴിഞ്ഞ ഒരു 8-10 വർഷത്തോളമുള്ള യാത്ര എന്ന് പറഞ്ഞാൽ ആ പറഞ്ഞത് എന്താണെന്ന് മനസ്സിലാക്കാൻ ഞാൻ തന്നെ പാകപ്പെടലായിരുന്നു എന്നല്ല. ഇന്ന് എനിക്ക് പിറകോട്ട് നോക്കുമ്പോൾ +2 കഴിഞ്ഞിരിക്കുന്ന ഒരു കുട്ടിയായിരിക്കണം എന്നോട് ഇതൊക്കെ ചെയ്യും, ഇങ്ങനത്തെ ട്രെയിനിങ്സ് എടുക്കും, ഇങ്ങനത്തെ ഇമ്പാക്റ്റ് ഉണ്ടാക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യത്തിൻ്റെ മീനിങ് എന്താണെന്നുള്ളത് ഇന്ന് എനിക്ക് എന്താവുന്നുണ്ട്, ശരിക്കും മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഇന്ന് കണക്ട് ചെയ്യുന്ന സമയത്ത് ആ ജേണി അല്ലെങ്കിൽ ഈ ട്രെയിനിങ്സിലൂടെ ഒക്കെ പോയത് അത് തിരിച്ചറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു തിരിച്ച് നടത്തായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കണത്. ദാറ്റ്സ് ഇറ്റ്. അപ്പം ഇതാണ് ആ പറഞ്ഞ ട്രെയിനിങ്ങിന് മുന്നേ എങ്ങനെയായിരുന്നു ട്യൂഷൻ എന്നൊരു പീരീഡിൽ അന്ന് വന്നതും ഇതും എങ്ങനെ കണക്ട് ചെയ്ത് വെച്ചാൽ എനിക്ക് അതേ ഓർമ്മയിൽ വരുന്നുള്ളൂ. ഓക്കെ, താങ്ക് യു. ഇവിടെ പാർട്ടിസിപ്പൻസ് ചോദിച്ചാണ്. ഓക്കെ, 3 ക്വസ്റ്റ്യൻ ഉണ്ട്. അതിൽ ഫസ്റ്റ് ചോദിക്കാം, വളർച്ചയുടെ ഘട്ടത്തിലെ പ്രതിസന്ധികൾ, തടസ്സങ്ങൾ എങ്ങനെ നേരിട്ടു? അന്ന് വലിയ ബുദ്ധിയൊന്നും ഇല്ലാത്തതുകൊണ്ട് തടസ്സങ്ങളാണെന്നൊന്നും അങ്ങനെ തോന്നിയില്ല. അന്ന് ഫുള്ള് ഈ ഇൻറ്റൻഷനും ഈ പറഞ്ഞ മിഷനിലുള്ള സംഭവമൊക്കെ ആയതുകൊണ്ട് ഇങ്ങനെയൊക്കെയാണ് ഈ സൊസൈറ്റിയുടെ ഇടപെടലുകൾ എന്ന് അറിയാത്തത് കൊണ്ടും നേരത്തെ ചലഞ്ചസ് വന്നതുകൊണ്ട് ഞാൻ മനസ്സിലാക്കണം. യങ് ഏജിൽ ഇപ്പം നിങ്ങളോട് തന്നെ ഞാൻ ഈ ചോദ്യം മെൻറ്റേഴ്സിനോട് വയ്ക്കുകയാണ്, നിങ്ങളും പറയും നിങ്ങളന്ന് വളരെ യങ്ങാണ്, അതുകൊണ്ടൊരു പ്രശ്നം എന്താണ് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു സംഭവം ഇല്ലാത്തത് കൊണ്ട് മേ ബി അത് ഈസി ആണെന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് ഈ വരുന്ന ചലഞ്ചസ് എങ്ങനെ ഫേസ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ എനിക്കൊന്നും നമ്മൾ പഠിച്ചത് എന്നല്ല, നമ്മൾ അറിഞ്ഞ ചില തലങ്ങളുണ്ട്. ഇപ്പം ഈ പ്രശ്നങ്ങളും പ്രതിസന്ധികളും വരുമ്പോഴൊക്കെ വളരെ കോമൺലി തന്നെ എനിക്കും തോന്നിയിട്ടുണ്ട്, ഇത് ഇനി മുന്നോട്ട് പോകില്ല, ഐ ഹാവ് ടു ഡ്രോപ്പ്, ഐ ഹാവ് ടു ക്വിറ്റ്, മുന്നിലൊരു വഴി പോലും കാണാനില്ല. ലാസ്റ്റ് കോച്ചസിൻ്റെ ഗൈഡഡ് സിറ്റിംഗ് തുടങ്ങിയ സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഗൈഡ് സിറ്റിങ്ങിൽ ലാസ്റ്റ് ഫ്ലെയിമായി ഡിസ്കസ് ചെയ്ത ഗൈഡ് സിറ്റിങ്ങിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പല തരത്തിലുള്ള ചലഞ്ചുകൾ, ഒരു ചലഞ്ചല്ല. കാരണം ഒരു ഭാഗത്ത് നമ്മൾ ഈ പറയുന്ന പോലെ ഇതിൻ്റെ കുറേ കൾച്ചറൽ ആസ്പെക്ട്സ് ഉണ്ട്. കാരണം 2020 മുന്നേ 2017-18 കാലം മുതൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ഇന്നിപ്പം പറയുന്ന ഈ മൈൻഡ് പവറും മെഡിറ്റേഷനും മൈൻഡ്ഫുൾനെസ്സും സോൾഫുൾനെസ്സും മാനിഫെസ്റ്റേഷനും ഒക്കെ ഭയങ്കര സുലഭമായിട്ടുള്ള ചർച്ച. ഇതൊക്കെ വരുന്നതിന് മുന്നേ വളരെ ഇതിനേക്കാളും യങ്ങായിരിക്കുന്ന ഞാൻ നിങ്ങളും ഒക്കെ ഈ കാര്യമായിട്ട് വരുമ്പോൾ ഒരു കൾച്ചറൽ ചലഞ്ച് ഉണ്ട്. ആ ഒരു നമ്മുടെ ഒരു കൾച്ചറൽ സെനാരിയോയിൽ കൊണ്ടുവന്നിട്ട് ഈ കാര്യം പറയുമ്പോൾ വലിയൊരു ചലഞ്ച് ഉണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് നാട്ടിൽ നിന്നും മറ്റുള്ളവർക്കും ഒക്കെ ആയിട്ട് ഇത് വേറെ എന്തൊക്കെയോ ആണ് എന്നൊക്കെ പറഞ്ഞ് ചോദ്യം ചെയ്യലുകളും കാര്യങ്ങളും നിങ്ങൾക്കറിയാം, നിങ്ങളുടെ പരിസരത്തൊക്കെ ഉണ്ടായിട്ടുള്ള വിഷയങ്ങൾ. അപ്പം അങ്ങനത്തെ ചില കൾച്ചറൽ ചലഞ്ച് ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു നമ്മളെന്താണോ അറിഞ്ഞിരിക്കുന്നത്, നമ്മളെന്താണോ ബോധ്യപ്പെട്ടിരിക്കുന്നത്, അത് ബോധ്യപ്പെടാൻ മറ്റുള്ളവർക്ക് സമയമെടുക്കും. അപ്പം ബോധ്യപ്പെട്ട് ചെയ്തു എന്നതുകൊണ്ടായിരിക്കും അത്രയും സ്ട്രോങ്ങിൽ നിൽക്കാൻ പറ്റും. നമുക്കൊരു വിഷന് വെറുതെ ഒരു പേരിന് എടുക്കുന്നതിനേക്കാളും ഒരു ഗോൾ സെറ്റ് ചെയ്യുന്നതിനേക്കാളും ഇതിൽ സത്യമുണ്ട്, അല്ലെങ്കിൽ ഇതിൽ കുറേ കാര്യങ്ങളുണ്ട് നമുക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ, നമ്മുടെ ബോധ്യത്തിൽ നിന്ന് കഴിഞ്ഞാൽ, നമ്മളെ ബോധത്തിൽ ചിലപ്പം പ്രശ്നമാണ് ഇത് നിർത്തണം നല്ലതെന്ന് തോന്നിയാലും. മറ്റൊരു തലം ഫിനാൻഷ്യൽ ചലഞ്ച്, സാമ്പത്തികമായിട്ട് നല്ല പ്രതിസന്ധി നമുക്കുണ്ടായിരുന്നു.
പ്രൊഫഷണൽ ചലഞ്ച് വേറെ ഉണ്ടായിരുന്നു, ഇഷ്ടംപോലെ ചലഞ്ചുകളായിരിക്കും നമുക്കറിയാത്ത കുറേ തലങ്ങൾ, പിന്നെ മറ്റുള്ള ചില ചലഞ്ചുകൾ, വെല്ലുവിളികളൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പം ഇതിനൊക്കെ എനിക്ക് തോന്നുന്നു നമ്മൾ ബോധ്യപ്പെട്ട തലം നമ്മുടെ ഹൃദയത്തിലാണ് ഉണ്ടാവുക. നമ്മുടെ ബോധതലം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ തല പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഹൃദയം ബോധ്യപ്പെട്ട അവസ്ഥയിൽ നമുക്കൊക്കെ നീറ്റായിരിക്കും, എന്ത് തന്നെ സംഭവിച്ചാലും മുന്നോട്ട് പോകുന്നൊരു അഷ്യൂരിറ്റി കിട്ടും. അറ്റ് ദ സെയിം ടൈം എപ്പോഴും നമുക്കതിൽ നിൽക്കാൻ പറ്റില്ല. അപ്പോൾ അത് നമ്മൾ തെന്നിക്കുന്ന സമയത്ത് ഈ പറഞ്ഞ ചിന്തകൾ ഇങ്ങനെ വരും. അപ്പോൾ എനിക്ക് തോന്നുന്നു എൻ്റെ തലയിൽ നിന്നും വന്നിട്ടുള്ള ഈ ചലഞ്ചിങ് തോട്ടുകളെക്കാളും, ഈ ചലഞ്ചിങ് തോട്ടുകളൊക്കെ എൻ്റെ തലയാണ് പിടിപെട്ടിട്ടുള്ളത്. പക്ഷെ അതിനേക്കാളും സ്ട്രോങ് ആയിട്ട് ഈ ദൗത്യം, ഈ വിസ്ഡവുമായി ബന്ധപ്പെട്ട ബോധ്യപ്പെടൽ എൻ്റെ ഹൃദയത്തിൽ നടന്നിട്ടുണ്ട്. അപ്പോൾ ഓൾവേസ് ഹാർട്ട് വിൻസ് ദ ബ്രെയിൻ എന്ന് പറയാറുണ്ട്. അപ്പോൾ ആ ഹൃദയത്തെ തന്നെ ഫോളോ ചെയ്യുക, ഹൃദയത്തിനോടൊപ്പം തന്നെ നിൽക്കുക. നമ്മൾ അറിഞ്ഞ സത്യത്തിൽ അനുഭവിച്ചതിൽ യാതൊരു മാറ്റവും ഇല്ല, അത് ഉറപ്പാണ്, അതിൽ അത്രയും ട്രൂത്ത് ഉണ്ടെന്ന് ബോധ്യപ്പെട്ട അവസ്ഥ എന്നാണ് എനിക്ക് തോന്നുന്നു ഇതൊക്കെ നേരിടാൻ പറ്റിയത്. അല്ലാണ്ട് ഇപ്പം നമുക്ക് വേറെ എന്തൊക്കെ സപ്പോർട്ടിംഗ് സിസ്റ്റം ഉണ്ടായാലും നമ്മുടെ വിഷനുമായിട്ട് നമ്മൾ അലൈൻഡ് അല്ലെങ്കിൽ, നമ്മുടെ ഹൃദയം, നമ്മുടെ സോൾ അലൈൻഡ് അല്ലെങ്കിൽ ചെറിയ ചലഞ്ച് വന്നാൽ തന്നെ നമ്മൾ വീണുപോകും. അതുകൊണ്ട് തന്നെ ഞാൻ അന്നും പറയാറുണ്ട്, നിങ്ങൾ ആരുമില്ലെങ്കിൽ അല്ലേ, അങ്ങനെ ഞാൻ പറയുന്നത്, നിങ്ങൾ ആരുമില്ലെങ്കിലും I'll be moving forward with this mission, because എനിക്ക് പോലും അറിയുന്നുണ്ടായിരുന്നില്ല എവിടുന്നാണ് ആ സ്ട്രെങ്ത് തന്നെ. നമുക്കിങ്ങനെ ആ മൊമെൻ്റ് ഉണ്ടായിരിക്കും, ഇത് എവിടുന്നാണ് ഞാൻ ഇത്ര ധൈര്യത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കണേ, വേറൊരു ഭാഗത്ത് അതിന് മാത്രം എൻ്റെ അടുത്തൊന്നും ഇല്ലല്ലോ. ഈ രണ്ട് സ്റ്റേറ്റ് ഉണ്ട്. ഇതിൽ ഞാൻ ഹാർട്ടിൻ്റെ സ്റ്റേറ്റ് എന്താണ്, ഹെഡിൻ്റെ സ്റ്റേറ്റ് എന്താണെന്ന് മനസ്സിലാക്കണം. സോ ബി മോർ അലൈൻഡ് വിത്ത് ദ സ്റ്റേറ്റ് ഓഫ് ഹാർട്ട്, ഫോളോയിങ് ദ ഹാർട്ട്. അതുമായിട്ട് അലൈൻ ചെയ്ത് മുന്നോട്ടായിരിക്കണം ആ ചലഞ്ചുകളൊക്കെ ഫേസ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. അല്ലാണ്ട് ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ പ്രാക്ടിക്കലി ഇന്ന ചലഞ്ച് വന്നപ്പോൾ ഞാനതിനെ എങ്ങനെ നേരിട്ടു, ഈ ഒരു പ്രശ്നം വന്നപ്പോൾ ഞാനതിനെ അങ്ങനെ നേരിട്ടു, അങ്ങനെ ഓരോന്നിനെ സെറ്റാക്കി പറയുകയാണെങ്കിലും ഇതിനെ മൊത്തത്തിൽ ഓരോ നീഡഡ് ആയിട്ടുള്ള സമയത്ത് നീഡഡ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് ആ ചലഞ്ചസിനെ ഫേസ് ചെയ്യണമെങ്കിൽ നമ്മുടെ ഇന്നർ വേൾഡ് കറക്റ്റ് പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യണം. അപ്പോൾ ആദ്യം നമ്മുടെ ഇന്നർ വേൾഡിനെ അതിലേക്ക് ഒരുക്കുക എന്നുള്ളത് വലിയൊരു പ്രധാനപ്പെട്ട ഭാഗമാണ്. ആ ഒരുക്കലിൽ തന്നെ എൻ്റെ തലയിൽ നിന്നും വന്ന കുറേ ചിന്തകൾക്കുള്ള ഒരുക്കലും നടന്നിരുന്നു. അതിനെ ഞാൻ മെൽറ്റ് ചെയ്ത് ഹൃദയമായിട്ട് ഇങ്ങനെ ചേർന്ന് നിന്നപ്പോൾ ഹൃദയം തന്നെ അതിനെ ട്രെയിൻ ചെയ്ത്, അതിനെ അലൈൻ ചെയ്ത്, അതിനെ മെൽറ്റ് ചെയ്ത് അതിലേക്ക് കൊണ്ടുവന്നു എന്നുള്ള. സോ ഫൈനലി ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ സ്ട്രോങ് ആയിട്ട് നമ്മൾ ഹൃദയവുമായിട്ട് നമ്മൾ അലൈൻഡ് ആവാം. വി ഹാവ് എ ഹാർഡ് കോൺഷ്യസ്നെസ്, അതുമായിട്ട് അലൈൻഡ് ആവാം. ഇതെനിക്ക് കുറേ പറയണം, പക്ഷേ ഇപ്പോൾ എനിക്ക് ഇവിടെ സമയം കുറവാണ്. ഇപ്പോൾ ഓൾറെഡി ഹാർട്ട് ഇൻ്റലിജൻസ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ GT ഇഷ്ടംപോലെ സംസാരിച്ചിട്ടുണ്ട്. ഫോളോ യുവർ ഹാർട്ട് എന്നുള്ള GT ഒക്കെ ഉണ്ട്, അത് കണ്ടാൽ മനസ്സിലാവുന്നതാണ്. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട് ഇതിൽ. ഏഡിയൻ ടോക്സിലേക്ക് വീണ്ടും നമ്മളെ വലിച്ചടുപ്പിക്കുന്ന ആ രഹസ്യം അതെന്താണ്? ഒന്നാമത്തെ രഹസ്യം, ആരെയും വലിച്ചടുപ്പിക്കണം നമുക്കൊരു നിർബന്ധമില്ല. നീഡിങ് നത്തിങ് അട്രാക്ട്സ് എവറിത്തിങ്, ലാ ഇക്രാഹ ഫിദ്ദീൻ. ഞാൻ എപ്പോഴും പറഞ്ഞ കാര്യമാണ്, ഒരാളെയും നമ്മൾ നിർബന്ധിക്കാൻ പാടില്ല. നിർബന്ധിക്കാൻ ഇൻ ദ സെൻസ് നമ്മൾ മെസ്സേജ് കൊടുക്കണതോ അല്ലെങ്കിൽ നിങ്ങൾ വരണതോ അത് ക്ഷണിക്കലാണ്. അല്ലാണ്ട് എല്ലാവരെയും നമ്മൾ അങ്ങനെ ആക്കിയിരിക്കണം എന്നൊരു കൊട്ടേഷനും നമ്മൾ ആരെടുത്തില്ല. ഞാൻ എപ്പോഴും പറയണം. അപ്പം വലിച്ചടിക്കാനുള്ള, കാന്തമായി മാറാനുള്ള ഏറ്റവും നല്ല വഴി എന്ന് പറഞ്ഞാൽ നമ്മൾക്കുള്ളിൽ അറിഞ്ഞിരിക്കുന്നത് നമ്മൾ അലൈൻഡ് ആയിട്ടിരിക്കുക എന്നുള്ള, എല്ലാവരും ഉണ്ടെങ്കിൽ എല്ലാവരും അറിയട്ടെ, എല്ലാവർക്കും ലഭിക്കട്ടെ എന്നുള്ള ആത്മാർത്ഥ ബോധ്യത്തിലിരിക്കുക, ആത്മാർത്ഥമായിട്ടുള്ള ആഗ്രഹത്തിലിരിക്കുക. അവർക്ക് അതിലേക്ക് എത്താൻ പറ്റുന്നില്ലെങ്കിൽ ചെറിയൊരു സങ്കടമൊക്കെ നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കും. അത് സ്നേഹത്തൊന്നും വരുന്നതാണ്, സത്യത്തൊന്നും വരുന്നതാണ്, അത് അവിടെ ഉണ്ടായിക്കോട്ടെ. അതിനപ്പുറത്തേക്ക് നിർബന്ധങ്ങൾ ഇല്ലാണ്ടിരിക്കുക എന്നുള്ള. അതുകൊണ്ട് തന്നെ നമ്മൾ ആരെങ്കിലും നിർബന്ധിച്ചിട്ട് പിടിച്ചു വെക്കാറൊന്നുമില്ല, ഇങ്ങനെ തന്നെ ആയിരിക്കണം. ഞാൻ എൻ്റെ കോച്ചസിനോടും പോലും പറയില്ല, ഇവിടെ ആരും നിൽക്കരുത്, നിങ്ങൾ ലോകമൊക്കെ സഞ്ചരിച്ചിട്ട് ബോധ്യപ്പെട്ടിട്ട് എന്ത് ചെയ്യുക, ഇവോൾവ് ചെയ്തിട്ട് വരിക എന്നാണ് പറയാറ്. സോ അത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. നമ്മളൊരു കാര്യത്തിൽ അങ്ങനത്തെ ഒരു തലം, നീഡിങ് നത്തിങ്നെസ് എന്ന് പറഞ്ഞാൽ നമ്മളിലൊരു സോളിറ്റ്യൂഡിൽ നമ്മളായിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമ്മളൊരു കാന്തമായിട്ട് മാറുന്നതാണ്. നാച്ചുറലി വി വിൽ സ്റ്റാർട്ട് അട്രാക്ടിങ്, ബട്ട് വി വോണ്ട് ബി ഗോയിങ് ബിഹൈൻഡ് ഇറ്റ്. നമ്മൾ പറയാറില്ലേ, ഐ ഡോണ്ട് ചേസ്, വി അട്രാക്ട് എന്ന് പറഞ്ഞത്. അത് തന്നെയാണ് ഈ പറഞ്ഞ ലോ ഓഫ് അട്രാക്ഷനും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഓരോ ഹൃദയവും അട്രാക്റ്റീവ് ആയിട്ടുള്ള, അട്രാക്ഷൻ്റെ ഭാഗമായിട്ടുള്ള മാഗ്നറ്റൈസ് ചെയ്ത അവസ്ഥയിലേക്ക് എത്താനുള്ള ഏറ്റവും നല്ല വഴി എന്നുള്ളത്. സോ നീഡിങ് നത്തിങ് അട്രാക്ട്സ് എവറിത്തിങ് എന്നുള്ള. ഞാൻ പറഞ്ഞിരുന്നു, ഒരിക്കലും ഞാൻ എൻ്റെതായിട്ടുള്ള അവസ്ഥയിൽ ഇരുന്നോടത്തുനിന്നും ഇങ്ങനെ ഇറങ്ങി വന്ന എല്ലാവർക്കും ഈ വിസിറ്റൊക്കെ പറയണമെന്ന് ഞാൻ അങ്ങനെ ആയിട്ട് ഭയങ്കര പ്ലാനാക്കി വന്നതൊന്നുമല്ല. ഞാൻ എപ്പോഴും പറയും, എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം ഇതൊക്കെ അറിഞ്ഞിരിക്കുന്ന എൻ്റെ ഒരു ഇടമുണ്ട്, അനുഭവിച്ചുകൊണ്ടിരിക്കുക. ആ ഇടത്തിൽ അങ്ങനെ സുഖമായിട്ടിരിക്കുക എന്നുള്ളതാണ്. പക്ഷെ അവിടെ ഞാൻ സുഖമായിട്ട് ഇരുന്നത് കൊണ്ടായിരിക്കാം ഒരു പക്ഷെ എന്നെ പിടിച്ച് പുറത്തേക്ക് ഇട്ടത്. ദാറ്റ് മീൻസ് വി ഹാവ് ടു ഡു ദിസ് എന്നുള്ള രീതിയിലേക്ക്. എന്നാൽ ഞാനിത് ചെയ്തിരിക്കണം എന്ന് അറിയട്ടെ ഇങ്ങനെ എന്തോ ചെയ്യാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമുക്ക് സ്റ്റക്നെസ് വരും ചെയ്യും. സോ ഓൾവേസ് നമ്മൾ ഒറ്റയ്ക്ക് തന്നെയാണ്, നമ്മൾ ആ സോളിറ്റ്യൂഡിൽ തന്നെ പോയി ഇരിക്കുക എന്നുള്ളതാണ്, അവിടെ തന്നെ ആയിട്ടിരിക്കുക എന്നുള്ളത്. അപ്പം ക്രിറ്റിസിസം വന്നാലും ചലഞ്ചസ് വന്നാലും ചീത്തപ്പേര് വന്നാലും എന്തൊക്കെ വന്നുകൊണ്ടിരുന്നു കഴിഞ്ഞാലും ബി ദർ. കാരണം ഇതൊന്നും നമ്മളെ ബാധിക്കുന്നില്ല. കാരണം നമുക്ക് ഇതെല്ലാം ഉണ്ടായാലേ, ഇവരൊക്കെ ഉണ്ടായാലേ എന്നൊരു സംഭവമില്ല. ആ അവസ്ഥയിലിരിക്കുമ്പോൾ ഒരുപാട് ആളുകളിലേക്ക് നമുക്ക് എത്താനും പറ്റും, ഒരുപാട് ആളുകൾ നമ്മളിലേക്ക് എത്തും ചെയ്യുന്നുള്ളതാണ്. ഓക്കെ, ഇനി കുറേ ചോദ്യങ്ങളുണ്ട്, അതിലെല്ലാം കൂടി കൂട്ടിയിട്ട് ഞാൻ ഒറ്റ ചോദ്യമായിട്ട് ചോദിക്കുകയാണ്.
ഇതിൽ ചോദിക്കുന്നത് ഗൈഡ് ഏത് പ്രായം മുതലാണ് ഇങ്ങനത്തെ ഒരു കഴിവുണ്ടെന്ന് തിരിച്ചറിഞ്ഞത്, അതേപോലെ തന്നെ വീട്ടിൽ നിന്ന് ആരൊക്കെയാണ് പ്രോത്സാഹിപ്പിച്ചത്, പ്രോത്സാഹനം ആരൊക്കെയായിരുന്നു, ഗൈഡിൻ്റെ പൂർവികരിൽ ആരെങ്കിലും ഇങ്ങനെയൊക്കെയുള്ള ആളുകളുണ്ടായിരുന്നു? ഇതൊക്കെ ഒരു ഗൈഡ് അതിലേക്ക് ഒന്ന് ആഡ് ചെയ്യാണ്. അപ്പോൾ ഈ ഗൈഡ് ഈ കുട്ടികളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പൊതിഞ്ഞുകൂടി എന്നൊക്കെ പറഞ്ഞ കഥകളുണ്ടല്ലോ. അപ്പോൾ ആ സംഭവം നടക്കുന്ന സമയത്ത് ഗൈഡിന് ഇപ്പോൾ എന്നെക്കാൾ ചെറുപ്പമാണ്, അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള മെൻറ്റേഴ്സിനേക്കാളും ചെറിയ പ്രായത്തിലാണ് ഈ കാര്യങ്ങൾ നടന്നിട്ടുള്ളത്. ശരിയാണ്. ഓക്കെ, അപ്പോൾ അതിനെക്കുറിച്ച് ഗൈഡിന് എന്താണ് പറയാനുള്ളത്? ചെറുപ്പമായിരുന്നു, ഇപ്പം മനസ്സിലായി. ഓക്കെ, ഒന്നുകൂടി എന്തൊക്കെയായിരുന്നു ആ ക്വസ്റ്റ്യനിൽ വന്നത്? പൂർവികർ, പിന്നെ ആൻസിസ്റ്ററൽ ക്വസ്റ്റ്യൻസ് ഒക്കെ. ഗൈഡ് ഏത് പ്രായത്തിലാണ് ഇങ്ങനെ ഒരു കഴിവുണ്ടെന്ന് തിരിച്ചറിഞ്ഞത്, വീട്ടിൽ പ്രോത്സാഹനം ആരൊക്കെ ഉണ്ടായിരുന്നു, പൂർവികർ? ആക്ച്വലി ഞാൻ പറയാം, ടീച്ചിങ് എനിക്ക് പണ്ടേ പാഷൻ. ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ വീട്ടിൽ എൻ്റെ സിസ്റ്റർ ട്യൂഷൻ നടത്താറുണ്ട്. അപ്പോൾ അന്ന് ഓൾറെഡി 9th പഠിക്കുന്ന സെയിം ഏജിലുള്ള കുട്ടികൾക്ക് തന്നെ ഞാൻ ഇംഗ്ലീഷ് ക്ലാസ് ഇങ്ങനെ എടുത്തു. എനിക്ക് ഇംഗ്ലീഷ് അന്ന് ഭയങ്കര ഇഷ്ടമാണ്. അത് അന്ന് ടീച്ചിങ്ങിൽ ഭയങ്കര താല്പര്യമുണ്ട്. പിന്നെ +2 പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ പഠിച്ചത് തന്നെ ട്യൂഷനിലേക്ക് എൻ്റെ സാറ് അവിടെ ക്ലാസ് എടുക്കാൻ വിളിക്കുന്നത്. അപ്പോഴും എനിക്ക് ടീച്ചിങ് ഭയങ്കര ഇൻട്രസ്റ്റ് ആയതുകൊണ്ട് ഞാൻ അന്ന് ക്ലാസ് എടുക്കും. അന്ന് ഒരു ക്ലാസ്സിന് 70 രൂപയാണ് കിട്ടുക. അപ്പോൾ ഞാൻ നടന്നു പോകും, ഏകദേശം ഒരു 3-4 കിലോമീറ്റർ നടക്കാണ്ട് എൻ്റെ വീട്ടിൽ നിന്ന് നിങ്ങളെ കുറ്റിച്ചിറ സെൻറ്ററിലേക്ക് നടന്നു പോകും. പക്ഷേ എനിക്കത് രസമാണ്, ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പം അന്ന് അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോൾ +2 അങ്ങനെ ടീച്ചിങ് അറിഞ്ഞു. പിന്നെ +2 കഴിഞ്ഞ് എഞ്ചിനീയറിങ്ങിന് പോയ സമയത്താണ് എനിക്കിത് ടീച്ചിങ് എനിക്ക് അത്രമാത്രം എന്നെ സ്വാധീനിച്ചിട്ടുണ്ട് ഞാനാണ്. കാരണം അതില്ലാണ്ട് എനിക്ക് പറ്റില്ല. അതുകൊണ്ട് എല്ലാ വെള്ളിയാഴ്ചകളിലും തൃശ്ശൂരിൽ നിന്നും കോളേജ് കൈറ്റിന് പാട് ട്രെയിൻ കയറും. ശനി ഞായർ നാട്ടിൽ വരെ ക്ലാസ് എടുക്കാൻ വേണ്ടി മാത്രം വരാം. അതായത് ആഴ്ചയിൽ ഒരു സെഷന് 70 രൂപ വാങ്ങിക്കാൻ കിട്ടാൻ വേണ്ടിയിട്ട്, അതല്ല ഉദ്ദേശം. അപ്പോൾ 70 രൂപ കിട്ടുമെങ്കിൽ കൂടി അതിന് വേണ്ടി മാത്രം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് വരും, തിങ്കളാഴ്ച രാവിലെ തിരിച്ച് തൃശ്ശൂർ പോകും. അപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്കത് ഭയങ്കരമായിട്ട് പാഷനാണെന്നുള്ളൊരു കാര്യം. പിന്നെ എഞ്ചിനീയറിംഗ് ഡ്രോപ്പ് ചെയ്ത് ട്യൂഷൻ തുടങ്ങിയപ്പം കുറച്ചുകൂടി അതിൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ടീച്ചിങ്ങിന് നല്ല കഴിവുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. കാരണം കുട്ടികൾ കൂടുന്നു, അതുപോലെ തന്നെ പെട്ടെന്ന് ഫുള്ളാവുന്നു, ഭയങ്കര സക്സസ് ആവുന്നു. പക്ഷെ അതിൻ്റെ ഇടയിൽ കുട്ടികളായിട്ട് സംവദിക്കുമ്പോൾ, നിങ്ങളെപ്പോലത്തവരായിട്ട് സംവദിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ സംസാരിച്ച് തുടങ്ങുമ്പോൾ ഞാൻ അറിയുന്നത് എൻ്റെ ഉള്ളിൽ ഒരു കൗൺസിലിംഗ് പാർട്ട് കിടക്കുന്നുണ്ട്. ഇന്ന് അതിനെ കൗൺസിലിംഗ് എന്ന് പറയാൻ പറ്റില്ല. അന്നത്തെ നമ്മുടെ ബുദ്ധിയിൽ കൗൺസിലിംഗ് ഒക്കെ ചെയ്യാൻ പറ്റും. എന്നാൽ നമുക്ക് അതിൻ്റെ ലീഗൽ പ്രൊസീജിയേഴ്സ് ഒക്കെ അറിയാമെങ്കിൽ കൂടി സ്വാഭാവികമായിട്ട് ഒരു ടീച്ചറിന് കൗൺസിലർ റോൾ എടുക്കേണ്ടി വരും. അപ്പോൾ കുറേ കുട്ടികളായിട്ട് പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ തീർത്ത് കൊടുക്കുമ്പോൾ അന്ന് എനിക്ക് മനസ്സിലായി എനിക്ക് ടീച്ചിങ് മാത്രമല്ല, ഒരു കൗൺസിലിംഗ് എന്തോ സംഭവം എടുക്കുന്നുണ്ട്. അപ്പോൾ ആ പ്രായം എനിക്കൊന്നിന് ട്യൂഷൻ തുടങ്ങുന്നത് ഏകദേശം ഒരു 19ാമത്തെ വയസ്സിലെത്തി ഞാൻ അതിൻ്റെ ഡയറക്ടർ അയക്കുന്നത്. ഇസ്ലാം അക്കാഡമിയുടെ ഡയറക്ടറായിട്ട് 19th ഏജിൽ ഉണ്ട്. കാരണം 23ാമത്തെ വയസ്സിലല്ല നമ്മൾ ടീമിൻ്റെ ഒരു പോയിന്റിലേക്ക് എത്തുന്നത്. അപ്പോൾ 19ാമത്തെ വയസ്സിൽ അന്ന് സ്ഥാപനം തുടങ്ങി അതിൻ്റെ ഡയറക്ടറായി. എനിക്കിപ്പോൾ എത്ര വയസ്സായി? 10. അതാണല്ലേ പറഞ്ഞത്, ശരിയാണ്, അത്രയും യജ്ഞമായിരുന്നു. ശരിയാണ്, നൈസ്, നോട്ട് ദ പോയിന്റ്. അപ്പോൾ അപ്പോൾ ആ സമയത്താണ് ഈ ഒരു സംഭവം ചെറുതായിട്ട് അറിഞ്ഞത്. പിന്നെ ട്യൂഷനിൽ എനിക്കൊന്നും ഒരു 3-4 കൊല്ലം നമ്മുടേതായിട്ടുള്ള സ്ഥാപനത്തിൽ ഒരു 3-4 കൊല്ലം ഇങ്ങനെ ചെയ്ത് വന്നപ്പോൾ എല്ലാ വർഷവും തുടക്കത്തിൽ കൗൺസിലിംഗ് ഉണ്ടാവും. അതൊന്നും ഇങ്ങനെ പതിയെ അറിയാണ് കൗൺസിലിംഗ് എന്ന് മാറിയിട്ട് ഇത് ലൈഫ് വിസ്ഡമാണ്, ലൈഫ് കോച്ചിങ്ങിലേക്കാണ് എന്നൊക്കെ ഉള്ളത് തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ്. അതായിരിക്കും ആ മൊമെൻറ്റ്. പിന്നെ എന്തായിരുന്നു ചോദ്യം? വീട്ടിലാരായിരുന്നു സപ്പോർട്ട്? വീട്ടിലാരായിരുന്നു സപ്പോർട്ട് ചോദിച്ചു കഴിഞ്ഞാൽ വീട്ടുകാർക്കൊക്കെ ഒരു പരിധിയില്ലേ സപ്പോർട്ട് കിടക്കുന്നു. കാരണം ആലോചിക്കുക, ഞാനതെപ്പോഴും പറയുകയാണ്, ഈ പഠിപ്പിസ്റ്റേഡായുള്ള ഏറ്റവും വലിയ പ്രശ്നം വെച്ചാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റൂല. അപ്പോൾ ഈ 10th ഫുൾ A+ കിട്ടിയതുകൊണ്ട് പഠിപ്പിസ്റ്റ് ലാബിൽ കിട്ടിയോണ്ട് ഒരു എന്തെങ്കിലും സംഭവിച്ചാലും സീനാണ്. പിന്നെ ഞാനാകെ വീട്ടിലുള്ള ഏക ആൺതരിയാണ്. ഇപ്പോൾ കുടുംബത്തിൻ്റെ എല്ലാ ക്യാപ്റ്റൻ രാജ് പറഞ്ഞ ഒരു സാമ്രാജ്യത്തിൻ്റെ മുഴുവൻ സാധനങ്ങളും എൻ്റെ കയ്യിലാണെന്ന് പറഞ്ഞ അവസ്ഥയിലായതുകൊണ്ട് തന്നെ ഞാൻ എന്തൊക്കെ കളിച്ചിട്ടുണ്ടെങ്കിലും മീൻസ് ഡ്രോപ്പ് ഔട്ടും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടെങ്കിൽ കൂടി ആ സമയത്ത് സ്വാഭാവികമായിട്ടും വീട്ടുകാർക്ക് ഉണ്ടാകുന്ന ചില കൺസേൺസ് ഉണ്ട്. അതങ്ങനെയൊക്കെ ആയിരുന്നെങ്കിൽ കൂടി എനിക്ക് തോന്നുന്നു എൻ്റെ സിസ്റ്റേഴ്സ്, ഉമ്മ എല്ലാവരും ഫുള്ളി ഒരു പോയിന്റ് ഇതിലും കൂടി ഭയങ്കര സപ്പോർട്ടിങ്ങാണ്. ഒരു പോയിന്റ് എത്തിയപ്പോൾ ഇവനോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായി, ഡ്രോപ്പ് ഔട്ട്. അപ്പോൾ ഇനി അവൻ്റെ ഇഷ്ടത്തിനായിക്കോട്ടെ എന്നൊരു സ്പേസ് തന്ന്, അവരത് പറയുന്നില്ലെങ്കിൽ കൂടി മിണ്ടുന്നില്ലെങ്കിൽ കൂടി ആ സ്പേസ് തന്ന് എനിക്ക് ഭയങ്കര ബെനിഫിഷ്യൽ ആയിരുന്നു. അപ്പോൾ ഞാൻ ട്യൂഷനിൽ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കണേ. പക്ഷേ ട്യൂഷനിൽ എക്സ്പ്ലോർ ചെയ്തപ്പോൾ അവർ വളരെ ഹാപ്പി ആയിരുന്നു. ആ സമയത്ത് എനിക്ക് ഭയങ്കര സപ്പോർട്ടിങ് ആയിരുന്നു. ട്യൂഷനിൽ നിന്ന് മാറി പിന്നെ ട്രെയിനിങ്ങിലേക്ക് ഇതെല്ലാം ഒഴിവാക്കിയപ്പം കുഴപ്പമൊന്നുമില്ല, ഞാൻ ഗ്രോ ചെയ്യുന്നവർക്കറിയാം, പിടിച്ച് കയറുന്നവരറിയാം. അപ്പോൾ ആ സ്പേസ് തന്ന് അവരെന്നാണ് എനിക്ക് ആദ്യഘട്ടത്തിൽ ഇതൊക്കെ തുടങ്ങാനുള്ള, ഇപ്പോൾ എൻ്റെ സിസ്റ്റർ ഗോൾഡ് തന്നിട്ടും അങ്ങനെയൊക്കെ തന്നെയാണ് നമ്മുടെ ടീം ഫസ്റ്റ് ഓഫീസ് കാര്യങ്ങളൊക്കെ സെറ്റാക്കി വരുന്നത്. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഈ സാമ്പത്തിക ഞെരുക്കം വന്നപ്പോൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിയത് അവരാണ്. അപ്പോൾ ശരിക്കും പറയട്ടെ അവരാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തതിൽ ഒരു ലിസ്റ്റ് പറഞ്ഞത്. കാരണം കുറേ ഈ സാമ്പത്തിക പ്രശ്നമായിട്ട് പലരും വീട്ടിൽ വരുമ്പോഴൊക്കെ ആകുമ്പോൾ ഉമ്മയും സിസ്റ്റേഴ്സൊക്കെ അത് മാനേജ് ചെയ്യണം. കുറേയൊക്കെ അവരെ
പറ്റുന്ന രീതിയിൽ അവരെ മാക്സിമം എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ള. അപ്പോൾ ഞാൻ ഒരിക്കലും പറഞ്ഞു, ഈ കോവിഡിൻ്റെ ഒരു ടൈം എത്തിയപ്പം, കോവിഡിൻ്റെ തൊട്ട് മുന്നേ എത്തിയപ്പോൾ ഞാൻ എൻ്റെ എൽഡർ സിസ്റ്ററിനോട് പറഞ്ഞിരുന്നു, എനിക്ക് ഇത്ര വർഷം സമയം വേണം, അതുകൊണ്ട് ഞാൻ ഇനി രക്ഷപ്പെടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഇടയിൽ ഒന്നും എൻ്റെ അടുത്ത് എക്സ്പെക്ട് ചെയ്ത് വരുന്നതുകൊണ്ട് അന്ന് ഞാൻ നിൽക്കുന്ന ഫ്ലാറ്റിൻ്റെ റെൻറ്റ് പോലും നമ്മൾ താമസിക്കുന്ന അതൊക്കെ എൻ്റെ ബാക്കിയുള്ള ഉമ്മയും സിസ്റ്റേഴ്സ് എല്ലാവരും കൂടി മാനേജ് ചെയ്ത് എനിക്ക് ആ സ്പേസ് തന്നുകൊണ്ട് മാത്രമാണ് ആക്ച്വലി ഇത്രയും സമയം എടുത്തിട്ടാണെങ്കിലും അത് എത്തിച്ചേരാൻ പറ്റും. അപ്പോൾ ആ പറഞ്ഞ വാക്ക് എനിക്ക് പാലിക്കാനും പറ്റി. അപ്പോൾ ആ സമയത്ത് അവരെടുത്തൊരു സ്പേസ് ഉണ്ട്. ഞാൻ സിസ്റ്ററിനോട് പറഞ്ഞു, എനിക്ക് ഇത്ര സമയം എന്തായാലും വേണ്ടില്ല, എൻ്റെ വിഷയം കുറച്ച് വലുതാണ് അറിയാലോ എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ താത്ത പറഞ്ഞു, ഓക്കെ ഫൈൻ, എന്നാൽ അങ്ങനെ ആവട്ടെ. പക്ഷെ ഒരിക്കറിയാം ഇത് ഇത്ര വർഷം തന്നെ അവരതിന് കുറേ സഫർ ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം സിസ്റ്ററിൻ്റെയൊക്കെ ഫുൾ ഗോൾഡൊക്കെ എൻ്റെ കയ്യിലൊക്കെ ആണല്ലോ അന്ന്. പക്ഷേ ആ സപ്പോർട്ട് ഭയങ്കരമായിട്ടുള്ള ഹെൽപ്ഫുള്ളായിട്ട് തോന്നി. അത് മാത്രമല്ല കേട്ടോ, ഇപ്പം നിങ്ങൾക്ക് തന്നെ അറിയാം, നമ്മളെ യാത്ര എന്ന് പറഞ്ഞാൽ ഞാൻ വീട്ടിലുണ്ടാവുന്ന സമയങ്ങൾ കുറവാണ്, ഒക്കെ വളരെ കുറവാണ്. അപ്പം വളരെ ലിമിറ്റഡ് ആയിട്ടാണ് അവൈലബിൾ ആണ്. ഇപ്പം മാരേജ് എല്ലാവരും ഞാൻ വിളിച്ചിട്ടുണ്ട്, GCയുടെ മീറ്റപ്പിൽ വിളിച്ചിട്ടുണ്ട്, ഇനി വിളിച്ചില്ല പറയണ്ട. അപ്പം മാരേജിൻ്റെ വിഷയം വരുമ്പോൾ പോലും ഏതെങ്കിലും ഒരു വീട്ടുകാർ സമ്മതിക്കോ, അടുത്ത 17th മെഗാ ഇവൻറ്റും അത് കഴിഞ്ഞിട്ട് 25th കല്യാണം. അപ്പോൾ കുടുംബക്കാർ തുടങ്ങി എല്ലാവർക്കും അറിയാം ഞാൻ ഇങ്ങനെ ആയതുകൊണ്ട് അവർ ആ സപ്പോർട്ട് തരുന്നതുകൊണ്ടാണ് എന്നെ തോന്നിവാസത്തിന് വിടുന്നത്. ദാറ്റ് മീൻസ് ഓക്കെ അത് അണ്ടർസ്റ്റുഡ് ആണ് എന്നൊരു പോയിന്റ്. ആ സപ്പോർട്ട് ഒരിക്കലും ഇല്ലെങ്കിൽ ഇപ്പം എന്നോട് ചോദിക്കാം അവർക്ക്, ഈ കല്യാണത്തിൻ്റെ ഇടയിലാണ് ഇവൻറ്റ് കൊണ്ടുവെക്കുന്നത്, പക്ഷെ നമുക്ക് GT ഇത്രയും ആൾക്കാരുണ്ട്, നമ്മുടെ ഫാമിലി തന്നെയാണത്. അപ്പോൾ ഈ ഫാമിലിനെ നമ്മൾ എന്തായാലും പരിഗണിക്കണം. അപ്പോൾ അതിനെപ്പോഴും അവർ പ്രിയോറിറ്റി തരാനും ആ സ്പേസ് അവർ തരുന്നത് കൊണ്ടാണ് ഏറ്റവും കൂടുതൽ മുന്നോട്ട് പോകാൻ പറ്റിയത്. ഒന്ന് ഫാമിലിയുടെ സപ്പോർട്ടല്ലേ ചോദിച്ചത്, എക്സാക്റ്റ് അതപ്പോഴും ഉണ്ട്, ഇപ്പോഴും ഉണ്ട്, എപ്പോഴും ഉണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ അതിന് മാത്രം റീപേ ചെയ്തിട്ടില്ല എന്ന് എനിക്ക് ഇപ്പോഴും തോന്നലുണ്ട് എന്നുള്ളതാണ്. പക്ഷെ തീർച്ചയായിട്ടും നമ്മളെത്തിയിരിക്കുന്ന ഇതൊക്കെ അവർക്കുള്ള റീപേയ്മെൻ്റ് ആണെങ്കിൽ കൂടി ആ ഒരു വിഷയത്തിൽ ഞാൻ ഇനിയും ഒരുപാട് റീപേ എന്നല്ല, അതെത്ര കൊടുത്താലും തീരൂല, അത് അത്രമാത്രം ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആ സപ്പോർട്ട് ഭയങ്കര ഗ്രേറ്റ് ആയിട്ടൊരു സപ്പോർട്ടാണ്. സ്റ്റിൽ ഞാൻ അതിൻ്റെ ലക്ഷറി എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഏത് കാര്യത്തിലാണെങ്കിലും. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ആത്മാർത്ഥതയോടുകൂടി തുടർന്നുകൊണ്ടിരിക്കുക. നോക്കിയേ, ആദ്യത്തെ GT 50 എന്ന് പറഞ്ഞത് നമ്മൾ നടത്തിയൊരു പ്രോഗ്രാം ഉണ്ട്, 50ാമത്തെ GT. അതൊന്നും 100ാമത്തെ മൈൽ സ്റ്റോണിലേക്ക് എത്തുമ്പോഴേക്കും നമ്മൾ എത്രയോ ഇവോൾവ് ചെയ്തു, നമ്മൾ അറിഞ്ഞിട്ടില്ല. അത് കഴിഞ്ഞ് 150ാമത്തെ GT പലർക്കും ഓർമ്മ ഉണ്ടായിരിക്കും, 150th GT നമ്മൾ ചെയ്തത്, വൂഡീസ് ഹോട്ടലിൽ ചെയ്തത്. അത് കഴിഞ്ഞ് 200th GTയിലേക്ക് എത്തിയപ്പോഴേക്ക് വീണ്ടും ഒരുപാട് മാറി. ഇപ്പം നമ്മൾ 250th GTയിലാണ്. അപ്പം നമ്മൾ വീണ്ടും മാറി. എനിക്ക് തോന്നുന്നു ഈ GT തന്നെ നമ്മൾ തുടരുന്നതിനനുസരിച്ച് നമ്മൾ അറിയാതെ ഓരോ മൈൽ സ്റ്റോൺ ആയിട്ട് നമുക്ക് മാർക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. പിന്നെ 250th ഇന്നത്തെ GTൻ്റെ ഞാൻ വലിയൊരു സ്പെഷ്യാലിറ്റി ആയിട്ട് കണ്ട ഇന്നത്തെ ഡേറ്റ് തന്നെയാണ് 11/1/26 എന്നൊരു ജാനുവരി 11th തന്നെ. മാത്രമല്ല 250th GT സെലിബ്രേഷനോടൊപ്പം ഒരു പുതിയ ബിഗിനിങ് നമ്മൾ ഇന്ന് ഇനീഷ്യേറ്റ് ചെയ്യുക, നമ്മളെ സീക്കേഴ്സ് മെൻറ്ററിങ്ങിൻ്റെ ഫസ്റ്റ് ഓറിയൻറ്റേഷൻ, പ്രീ ഡിസ്കവറി ഒക്കെ കഴിഞ്ഞിട്ട്. അപ്പോൾ എന്താണ് GT സംഭവിപ്പിച്ചത് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഒരു സീക്കേഴ്സ് എന്ന് പറഞ്ഞ ആ തലത്തിലേക്ക് GT മൊത്തത്തിലുള്ളതിനൊരു സീക്കേഴ്സ് തലത്തിലേക്ക് കൊണ്ടുവന്നിട്ട് ഇന്ന് ആ സീക്കേഴ്സ് മെൻറ്ററിങ്ങിൻ്റെ ബിഗിനിങ് കൂടി സംഭവിക്കുക എന്നുള്ളതൊക്കെ ഒരു കോയിൻസിഡൻ്റ് ആയിട്ട്, ഇതൊട്ടും പ്ലാൻഡ് അല്ല. ഞാൻ മൈൻഡിൽ 250th അന്ന് സ്റ്റാർട്ട് ചെയ്തിരിക്കണം അങ്ങനെയൊന്നും വെച്ചിട്ടില്ല. നമ്മളത് ഡേറ്റ് അനൗൺസ് ചെയ്ത് പിന്നീടാണ് ഓക്കെ ഇത് ഇങ്ങനെ കണക്റ്റഡ് ആണല്ലോ എന്ന് ചിന്തിക്കണം. അപ്പം അങ്ങനത്തെ കുറേ ഹിസ്റ്ററീസിന് ഇത്രയും വിറ്റ്നസ് ചെയ്തപ്പോൾ തന്നെ അടുത്ത 5 yearsലും ഇതുപോലത്തെ കുറേ മൈൽ സ്റ്റോണുകൾ നമുക്ക് ആണ്. പിന്നെ കുറേ പുസ്തകങ്ങൾ വരാനുണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്, ഒരുപാട് വിസ്ഡംസ്. നമ്മൾ GT വിസ്ഡംസ് തന്നെ നമ്മൾ ബുക്ക് ആക്കിക്കൊണ്ടിരിക്കുകയല്ലോ, അങ്ങനത്തെ കുറേ പുസ്തകങ്ങൾ ലോകത്തിന് കൊടുക്കാനുണ്ട്. ഇതൊക്കെയാണ് മൈൻഡിൽ വരുന്നത്. ബാക്കി സർപ്രൈസ് എന്ന് പറഞ്ഞാൽ എനിക്കും സർപ്രൈസ്, എനിക്കും അറിയില്ല. ഓക്കെ, അടുത്ത ചോദ്യം കുറച്ച് മുമ്പുള്ള കാലത്തേക്കുള്ള ഒരു ചോദ്യമാണ്. ബിലവഡ് ഗൈഡ് പണ്ട് സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിൽ പങ്കെടുത്ത് സമ്മാനം വാങ്ങിയതായി ഗൈഡ് ഒരു ഗൈഡ് ടോക്കിൽ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു സകലകലാ വല്ലഭനായ ഗൈഡ് പങ്കെടുത്ത ആ മത്സരം ഏതായിരുന്നു? യുവജനോത്സവമൊക്കെ ഈ കഴിവ് വളർത്താൻ സഹായിച്ചിട്ടുണ്ടോ? നല്ല ചോദ്യം അല്ലേ. അത് തെംജുവിന് തന്നെ ആൻസർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ യുവജനോത്സവം എന്നുള്ളതിനപ്പുറത്തേക്ക് ഇപ്പോൾ തെംജു സിയാസൊക്കെ എന്നെ ചെറിയ പ്രായം മുതലേ ടീം തുടങ്ങുന്ന മുന്നേ നമ്മുടെ നാട്ടിലുകൊണ്ട് കാണണം. പണ്ട് മുതലേ എനിക്കൊരു ഈ ഒരു ആർട്ട് എന്നുള്ള മേഖലയിൽ ഭയങ്കരമായിട്ട് താല്പര്യം ഉണ്ടായിരുന്നു. പാടാൻ നമുക്കൊരു ടീമൊക്കെ ഉണ്ടായിരുന്നു, പാടുന്ന അല്ലേ, ബാൻഡൊക്കെ ആയിട്ട് നമ്മൾ ഒരു കൾച്ചറൽ ഗ്രൂപ്പൊക്കെ ഞാൻ നാട്ടിലുണ്ടാക്കിയിരുന്നു. അത് പൊളിഞ്ഞത് കൊണ്ടാണ് ഈ ടീമായത്. അന്നത് നിലനിന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ ടീം ഉണ്ടാവില്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പം അന്ന് തെംജൊക്കെ ചെറിയ കുട്ടിയാണ്, 5ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയം. അപ്പം എനിക്ക് ഓർമ്മയുണ്ട് ഈ പ്രസംഗം എഴുതൽ, തെംജീദിന് പ്രസംഗം എഴുതി കൊടുക്കും, തെംജീദ് അത് പ്രസംഗിക്കും, ഫസ്റ്റ് വാങ്ങിക്കും, അക്കിനുണ്ട്. പിന്നെ കുട്ടികൾക്ക് പാട്ട് എഴുതി കൊടുക്കും, പാട്ട് രചിച്ചു കൊടുക്കും, കവിത, ഗാസനെ പറ്റിയിട്ട് എഴുതിയ കവിത വരെ എനിക്കൊന്ന് CBSE കലോത്സവത്തിൽ സ്റ്റേറ്റിലേക്ക് പോയിരുന്നു. അപ്പം നല്ല രസമാണ് അത് കേൾക്കാൻ. ഞാൻ ഏകദേശം ഒരു 18-19 വയസ്സുള്ള സമയമാണ്. അപ്പോൾ ഈ സമയത്ത് നമ്മളൊരു കുട്ടിയുണ്ട്, ഇത് മർക്കസിൽ പഠിച്ച CBSEയിൽ. അപ്പോൾ ആൾ സ്റ്റേറ്റിൽ പോയിട്ട്
പ്രശസ്ത കവി അദ്നാൻ കോഴിക്കോട് രചിച്ച കവിത എന്ന് പറയുന്നത്, കവിനെ പറയണില്ല, കവിത പാരായണം ചെയ്യണവൻ. അപ്പം ഞാൻ ഈ ഗാസനെ പറ്റിയിട്ട് അന്ന് കവിത ഒക്കെ അന്ന് അങ്ങനത്തെ ഒരു മൂഡാണ്. രചനകളൊക്കെ ഭയങ്കര താല്പര്യമായിരുന്നു. അപ്പം അങ്ങനെ കുറേ കുട്ടികൾ ആ ഒരു കൾച്ചറൽ ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് അതിലൂടെ എനിക്ക് തോന്നുന്നു പാടുന്നവർ, പ്രസംഗിക്കുന്നവർ, എഴുതുന്നവർ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നല്ലോ. അതാണ് ആദ്യ ഘട്ടം. അപ്പോൾ അതിന് സമയത്ത് തന്നെ പാരലായിട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നു സ്കൂളിൽ പ്രസംഗത്തിന് മത്സരിക്കാറുണ്ട്, പ്രബന്ധരചന, പിന്നെ മാപ്പിളപ്പാട്ട്, പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ വട്ടപ്പാട്ട്, ദഫ്മുട്ട്. എനിക്ക് തോന്നുന്നു സ്റ്റേറ്റ് തലത്തിലേക്ക് പോയിട്ടുള്ളത് ഈ വട്ടപ്പാട്ട്, ദഫ്മുട്ട് അങ്ങനത്തെ പരിപാടിക്ക് ലീഡായിട്ട് ഒരു 5 കൊല്ലം പോയിട്ടുണ്ട്. അതിൽ 4 കൊല്ലം സ്റ്റേറ്റിൽ പോയിട്ടുണ്ട്, ഒരു തവണ ജില്ല വരെ ഞാനാണ് പോയിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ അത് ഒരുപാട് ട്രെയിൻ ചെയ്തിട്ട്, കാരണം ആർട്ട് അത്യാവശ്യമാണ്. ഇന്ന് എനിക്കത് അറിയില്ല, പക്ഷെ അന്ന് നമ്മൾ ഡെയിലി ഈ സ്കൂൾ കലോത്സവത്തിന് വേണ്ടി പ്രാക്ടീസ് ചെയ്യുന്നതുകൊണ്ട് എന്നും ഈവനിങ് പാടലും അതുപോലെ തന്നെ പ്രാക്ടീസ് ചെയ്യലും ഇങ്ങനെ നടക്കുന്നതുകൊണ്ട് അത് എവിടെയൊക്കെ നമ്മുടെ ഈ ക്രിയേറ്റീവ് മൈൻഡിനെ എക്സ്പ്ലോർ ചെയ്യാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എനിക്ക് തോന്നുന്നത്. നന്നായിട്ട് സഹായിച്ചിട്ടുണ്ട് ആർട്ട് എന്നുള്ളൊരു പാട്ട്. ഇന്നും നമ്മൾ പല കാര്യങ്ങളിലേക്ക് ഇപ്പോൾ റൂമിനേറ്റിലൊക്കെ ഈ ആർട്ട് ബ്ലെൻഡ് ചെയ്യുമ്പം അത്രയും കാലത്തെ എക്സ്പീരിയൻസ് എന്ന് വന്നിട്ടുള്ള ഒരു ഫ്ലോ ഉണ്ട്. അപ്പോൾ അത് മാറ്റി വെക്കാൻ കഴിയില്ല. ഞാൻ ഈ എൻജിനീയറിങ്ങിന് പോയി പെട്ടപ്പോൾ എൻ്റെ മൈൻഡിലൊന്ന് ഒന്നാമത്തെ ചോദ്യമായിരുന്നു, പഠിച്ച തമ്പുരാൻ ഞാൻ കുറേ കലോത്സവത്തിനൊക്കെ പോയിക്കണ്, സർട്ടിഫിക്കറ്റ് കുറേ വീട്ടിൽ കിടക്കുന്നുണ്ട്, ഇതൊന്നും ഇപ്പോൾ ആവശ്യമില്ലല്ലോ, ഇതിപ്പോൾ എന്താ കാട്ടാനാ? എനിക്ക് എൻ്റെ ഉള്ളിലൊരു ഗദ്ഗതായിരുന്നു ഈ സാധനം. ആർട്ട് വന്നാ സോറി. എൻ്റെ ഉള്ളിലെ വലിയൊരു ഗദ്ഗതം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊക്കെ എന്തിനാ ഇപ്പോൾ, എന്തൊക്കെ ഇപ്പോൾ ഒരു ഡിഗ്രി വരെയൊക്കെ തീർക്കാനുള്ളതാണോ, പിന്നെ ഇതിനൊന്നും ആവശ്യമില്ല, ഇപ്പോൾ ലൈഫ് സീരിയസ്, ഇനിയിപ്പോൾ ഇത് എവിടെ എടുക്കാനാണെന്നാണ് ചിന്തിച്ചത്. പക്ഷെ അന്ന് എനിക്ക് തോന്നുന്നു ആ ഒരു വല്ലാത്തൊരു ഉള്ളിലിങ്ങനെ ഇത് തളം കെട്ടി നിൽക്കുന്നുണ്ട്. ട്യൂഷനിൽ പഠിക്കുമ്പോൾ അവിടേക്ക് പാട്ടുണ്ടാക്കിയിട്ടൊക്കെ ഓർമ്മയില്ലേ? ഈ 10th പഠിക്കുമ്പോൾ അന്ന് എനിക്കിപ്പോൾ ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഈ ജോഗ്രഫിയിൽ ഏറ്റവും ചലഞ്ചിങ് പാട്ടാണ് ഈ നദികളുടെ പേര്, റിവേഴ്സിൻ്റെ പേര് പഠിക്കാണ്ടാവല്ലോ, ഓർമ്മയില്ല? അങ്ങനെ ഗ്രാഫിൽ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കണം, വടക്കുന്നും തെക്കോട്ടോ അങ്ങോട്ടൊക്കെ ഒഴുകണ സാധനങ്ങൾ. അപ്പോൾ ഇതിൽ കുറേ ഒരു അങ്ങനെ അറിയില്ല, നല്ല അലമ്പ് പേരുകളാണ്. എന്താണ് ജലം, ചെനാബ്, രവി, ബിയാസ്, സത്ലജ്, ഇതൊക്കെയാണ് റിവേഴ്സിൻ്റെ പേര്. അപ്പം അന്ന് എനിക്ക് പാട്ടിനോട് താല്പര്യം, അന്ന് പാട്ടാക്കാൻ എനിക്ക് ഭയങ്കര എല്ലാം പാട്ടാക്കും, എനിക്ക് ആ താല്പര്യമില്ല. അപ്പം അന്ന് ഞാൻ ഒരു പാട്ടുണ്ടാക്കി, കുട്ടികളൊക്കെ അത് പഠിച്ചു. അന്ന് ആ പാട്ട് ഞാൻ അങ്ങനെ ഉണ്ടാക്കി, ജലം ജനാബ് രവി ബിയാ സത്ലജ് ബി ഇൻഡസ് में है, सतलज भी इंडस में है, यमुना गोमती घाघरा गंडक कोशी, सुबनसिरी घाघरा गंडक कोशी, लोहित मानस तिस्ता सुबनसिरी लोहित मानस तिस्ता, जलम जनाब रवि बिया सतलज भी इंडस में है, सतलज भी इंडस में है. സാറിനും ഭയങ്കര ഇഷ്ടമായി, കാരണം ഇത് പഠിപ്പിക്കാൻ മടിയാലോ. അപ്പോൾ ഈ നദികളുടെ പേരെന്നാ പറയണേ. ഇങ്ങനത്തെ കുറേ കലാപരിപാടി ഉണ്ടായിരുന്നു. അതേപോലെ ഈ 10th നിങ്ങൾക്ക് സ്കൂളിൽ എലമെൻറ്റ്സ്, പിന്നെ ഞാൻ പീരിയോഡിക് ടേബിൾ അന്ന് ട്യൂഷനിലെത്തിയപ്പോഴും ഇതൊക്കെ എനിക്കൊന്ന് ആ കലോത്സവ വൈബൊന്നും കിട്ടിയ ടേക്ക് അവേസ് ആണ് ആ സാധനം എന്നുള്ളത്. എലമെൻറ്റ്സ് നമ്മൾ പല കോലത്തിൽ പാടുന്നില്ലല്ലോ. ഹൈഹീലിബറീബോ കാർബൺ, നൈട്രോക്സിജനും ഫ്ലോറിനിയോൺ, സോഡി മെഗ്നി അലുസിലിക്കൺ, ഫോസ്ഫോ സൾഫർ ക്ലോറാർഗൺ, പൊട്ട കാൽസ്യം സ്കാൻടൈറ്റർ, ക്രോമി മാംഗോ അയൺ, കോനി കോപ്പർ സിങ്ക് സെഡൻ, 30 elements I got it. നമ്മളെ പഠിപ്പിച്ചത് മുതലായി, അത് മറന്നിട്ടില്ല മക്കളൊന്നും. വെരി ഗുഡ്. ഞാൻ വിചാരിച്ചു ഈ വർക്കുകളുടെ കോർപ്പറേറ്റ് ലൈഫിൻ്റെ തിരക്കുകൾക്കിടയിൽ നിങ്ങളതൊക്കെ മറന്നുപോയത്. മദ്രസയിലൊക്കെ പഠിച്ചിട്ടുണ്ട്. മദ്രസയിൽ കുറേ ഉസ്താദുമാരൊക്കെ ഉണ്ടായിരുന്നു. +1 വരെ പഠിച്ചിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ അങ്ങനെ ഉള്ളതുകൊണ്ടെന്നുള്ളതാണ്. പിന്നെ മെനി പീപ്പിൾ യൂസ് ടു ആസ്ക് ദാറ്റ് ക്വസ്റ്റ്യൻ എന്നുള്ള. അപ്പം എനിക്ക് ഒരുപാട് മെൻറ്റേഴ്സ്, പല ടൈപ്പ് ഓഫ് മെൻറ്റേഴ്സിനെ എനിക്ക് മീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ അതിൽ പല തലം. ഇപ്പം വിജയൻ സാർ ഒരു റോള്, ജിജി മാം വേറൊരു റോള്, പിന്നെ നോർത്ത് ഇന്ത്യയിലുള്ളവർ, പിന്നെ മലേഷ്യയിലുള്ളവർ, ഇങ്ങനെ ഓരോരുത്തർക്കും ഓരോ റോളുണ്ട്. പിന്നെ അതൊന്നും അല്ലാണ്ട് ഞാൻ ഉമ്മി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഒരു ഉമ്മ ഞാൻ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച്, അതൊരു ഭയങ്കര വേറൊരു ലെവൽ ടച്ചാണ്. അപ്പോൾ എല്ലാ ടച്ചുകളും ഉണ്ട്. അപ്പോൾ ഇന്നത് എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് ഐ ഹാവ് ഗോട്ട് ഡിഫറെൻറ്റ് ടച്ചസ്. ഇതെല്ലാം എന്നെ സ്വാധീനിച്ചിട്ടുണ്ടെന്നുള്ള. പിന്നെ റൂമി എന്നുള്ളത് എനിക്കെപ്പോഴും ഫീൽ ചെയ്യല്, ഇപ്പോൾ അല്ലാമ ഇക്ബാൽ പറയുന്നുണ്ട്, അല്ലാമ ഇക്ബാൽ റൂമിയെ കണ്ടിട്ടില്ലെങ്കിൽ കൂടി എൻ്റെ ഗുരു റൂമിയാന്ന് പറയുന്നുണ്ട്. അങ്ങനെയൊക്കെ പറയൽ അനുവദനീയമാണ്. ഞാൻ പറയും യെസ്, റൂമി ഈസ് മൈ ഓൾസോ ഗുരു, ബിക്കോസ് എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുണ്ട്.
ഞാൻ ഈ കാര്യങ്ങളൊക്കെ പഠിച്ച് ദൈവത്തിൻ്റെ അസ്തിത്വത്തിന് ആവശ്യമില്ല എന്നൊരു പോയിന്റിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ഞാനത് പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും. ആ പോയിന്റിൽ എത്തിയപ്പം അതിൻ്റെ ബാക്കി പാർട്ട് ഒരു ദൈവവും ഇല്ല എന്ന പോയിന്റിൽ നിന്നും ഒരു ദൈവമേ ഉള്ളൂ എന്ന പോയിന്റിലേക്ക് കൊണ്ടുപോകുന്നതിൽ എന്നെ ഏറ്റവും കൂടുതൽ ഇമ്പാക്ട് ചെയ്തത് റൂമി വിസ്ഡംസാണ്. അപ്പോൾ ഞാൻ അറിയാതെയോ റൂമിയുടെ പുസ്തകങ്ങൾ വായിക്കാതെ, റൂമിയുടെ ഗ്രന്ഥങ്ങളിലൂടെ പോകാതെ റൂമി വിസ്ഡംസ് എന്നെ അത്രയും സ്വാധീനിക്കുന്നു. ഞാൻ പറഞ്ഞ പല വിസ്ഡംസ് അതായിട്ട് കണക്ഷൻസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ജലാലുദ്ദീൻ റൂമി എന്നെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ലോകത്തിലെ സ്നേഹം, കാരണം എൻ്റെ ഉള്ളിലെ ഏറ്റവും വലിയൊരു തേസ്റ്റാണ് ആളുകളെ ഹ്യൂമാനിറ്റി എന്ന പോയിന്റിലേക്ക് കൊണ്ടുവരിക, സ്നേഹത്തിലേക്ക് കൊണ്ടുവരിക, വെളിച്ചത്തിലേക്ക് കൊണ്ടുവരിക എന്നൊരു സാധനം. അതിന് ഒരുപാട് കോൺട്രിബ്യൂഷൻസ് റൂമി കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ വേദം പോലും സ്നേഹമാണ്, വേദത്തിൻ്റെ സ്നേഹത്തിൻ്റെ അംശങ്ങളിലേക്ക് കൈപ്പിടിച്ച് കൊണ്ടുപോകുന്നതിലേക്ക് റൂമിക്ക് വലിയ പങ്കുണ്ട്. എപ്പോഴും ഞാൻ അൺസീൻ ആയിട്ടാണെങ്കിൽ ഐ പെർസ്യൂ, അല്ലാമ ഇക്ബാലൊക്കെ പറഞ്ഞാൽ ഐ പെർസ്യൂ ലൈക്ക് റൂമി ഈസ് മൈ മാസ്റ്റർ അല്ലെങ്കിൽ റൂമി ഈസ് മൈ ഗൈഡ് എന്ന് പറയാം. കാരണം അതുകൊണ്ട് റൂമി നൈറ്റും റൂബി നൈറ്റ് പോലത്തെ സെഷനുകളൊക്കെ വന്നുകൊണ്ടിരിക്കണം എന്നുള്ളതാണ്. പിന്നെയുള്ളൊരു ചോദ്യം, ഞാനൊരു അധ്യാപകനാണ്. ജീവിതത്തിൽ നിങ്ങൾ ഒരുപാട് കാലം ഒരു അധ്യാപകനായിരുന്നു. സാധാരണയിൽ കവിഞ്ഞ ഒരു ടീച്ചർ എന്ന ലെവലിലേക്കുള്ള ഒരു നിർദ്ദേശം നൽകാമോ ഫോർ എ ടീച്ചർ? ഈ ടീച്ചേഴ്സ് ഡേ വരുന്ന സമയത്ത് കുട്ടികൾ എല്ലാ ദിവസവും എല്ലാ ടീച്ചേഴ്സ് ഡേക്ക് ബോർഡിൽ എഴുതുന്ന ഒരു കോട്ടുണ്ട്, എ ഗുഡ് ടീച്ചേഴ്സ് ഫ്രം ദ ഹാർട്ട് നോട്ട് ഫ്രം ദ ബുക്ക് എന്ന് പറഞ്ഞ പോലെ. അത് അന്ന് ഭയങ്കര ആലങ്കാരികമാണെങ്കിൽ കൂടി ഇത്രയേ ഉള്ളൂ. സാധാരണയിൽ നിന്നും അസാധാരണം എന്ന് പറഞ്ഞതിൽ ഒരു നോർമൽ ടീച്ചറിൻ്റെ പ്രധാനപ്പെട്ട ഫോക്കസ് എന്ന് പറഞ്ഞാൽ സിലബസും ടോപ്പിക്കും കാര്യങ്ങളായിരിക്കും. അതിനപ്പുറത്തേക്ക് ക്ലാസ് റൂമുകൾ എന്ന് പറഞ്ഞാൽ അതിനേക്കാളും ആനന്ദകരമായിട്ടുള്ളൊരു ഇടമില്ല. ഞാൻ ടീച്ചേഴ്സിനോട് എപ്പോഴും ചോദിക്കൽ, ടീച്ചേഴ്സ് എപ്പോഴും ആ ക്ലാസ് റൂമിനെ അവരുടെ ഹൃദയത്തെ പങ്കുവെക്കാനുള്ള, അല്ലെങ്കിൽ കുട്ടികളുടെ ഹൃദയത്തെ ഉണർത്താനുള്ള, മാതാപിതാ ഗുരു ദൈവം എന്ന് പറയുമ്പോൾ ആ ദൈവികമായ ബോധത്തെയും ദൈവകണത്തെയും അറിയിക്കാനുള്ള ഒരിടമാക്കി മാറ്റാൻ തീർച്ചയായിട്ടും ടീച്ചേഴ്സിന് പറ്റുന്നതാണ്. അപ്പോൾ അവിടുന്ന് ഓർഡിനറി ടു എക്സ്ട്രാ ഓർഡിനറി സംഭവിക്കുന്നത് ഒരു ടീച്ചറിൻ്റെ ദൗത്യം സബ്ജക്റ്റിനോടൊപ്പം തന്നെ ഹൃദയം കൂടി ചേർത്ത് വെക്കുക. അപ്പം പറയുന്ന കെമിസ്ട്രിയിലും ഫിസിക്സിലും ബയോളജിയിലും ഇംഗ്ലീഷിലും മ്യൂസിക്കിലും ഡ്രാമയിലും മലയാളത്തിലും എല്ലാറ്റിലും നമുക്ക് ആ വണ്ണസിലേക്കുള്ള വെളിച്ചത്തിലേക്കുള്ള ഒരു കഷ്ണിട്ട് കൊടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ചിന്തിപ്പിക്കുക എന്ന് പറഞ്ഞത് അത് ഹൃദയം കൊണ്ട് മാത്രം സംഭവിക്കുന്നതാണ്. അപ്പോൾ ആ ഹൃദയ സാന്നിധ്യത്തോട് കൂടിയിട്ട് ഒരു ടീച്ചർ പഠിപ്പിക്കുകയാണെങ്കിൽ ഇൻറ്റൻഷൻ കറക്റ്റ് ആയിരിക്കും. നല്ല കുട്ടികൾ നല്ല സ്ഥലത്തെത്തണം, ടോപ്പിക്ക് തീർക്കണം, നന്നായിട്ട് മാർക്ക് വാങ്ങിക്കണം. എന്നതിനോടൊപ്പം തന്നെ ഈ പറയുന്നതിനൊക്കെ അപ്പുറത്തേക്ക് മാർക്ക് വാങ്ങിക്കാൻ പറ്റാത്ത കുറേ കുട്ടികളുണ്ട്. പക്ഷേ ചില കാര്യങ്ങളുണ്ട് അവരുടെ ലൈഫിലെ മാർക്കിംഗ് പോയിൻ്റാണ്. ആ മാർക്സ് ഉണ്ടാക്കുന്നത് ടീച്ചേഴ്സാണ്. ആ മാർക്ക് ഒരിക്കലും ഒരു ബ്ലാക്ക് മാർക്ക് അല്ല എന്ന് ടീച്ചേഴ്സ് ഉറപ്പ് വരുത്തുക. അതൊരു ലൈറ്റ് മാർക്കാക്കി നടത്താൻ വേണ്ടി ടീച്ചേഴ്സ് നോക്കണം. അതാണ് ഹൃദയത്തെ സ്പർശിക്കുക എന്ന് പറഞ്ഞാൽ. അപ്പോൾ എനിക്കും ഞാൻ സബ്ജക്റ്റ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ ഈ പറഞ്ഞ നിമിഷങ്ങളാണ് എന്നെ ആ സബ്ജക്റ്റ് പഠിപ്പിക്കുന്നത് ആസ്വാദികരമാക്കി മാറ്റി. അപ്പോൾ എപ്പോഴും ഞാൻ ടീച്ചറിനും ട്രെയിനറാണെന്ന് ചിന്തിച്ച് വെച്ചാൽ നിങ്ങൾക്കറിയാം, ഞാൻ സബ്ജക്റ്റ് പഠിപ്പിക്കുന്നതിൻ്റെ ഇടയിൽ ഈ ലൈഫ് വിസ്ഡംസ് കൂടി പറഞ്ഞപ്പോൾ നമുക്ക് കിട്ടിയൊരു ഉണർവുണ്ട്. അപ്പോൾ ഞാൻ ചിന്തിച്ചത് ഞാൻ ടീച്ചിങ് ആണ് ഇഷ്ടപ്പെടുന്നത്, ടീച്ചിങ് ഇടയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ വിസ്ഡംസ് ആണ്, അത് ഞാൻ ഈ വിസ്ഡത്തിലേക്ക് വഴി മാറണം എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിലൊരു റിയലൈസേഷന് പല ടീച്ചേഴ്സിനും ഞാൻ കണ്ടിട്ടുണ്ട്. പല ലൈഫ് മാറിപ്പോയ ടീച്ചേഴ്സിനെയും കാണുമ്പോഴും ഞാൻ കാണാറുണ്ട്. അവർ ഒരു പോയിന്റ് എത്തും പറയും, നമ്മൾ കുറേ കുട്ടികളായിട്ട് ഇടപെട്ടു. അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ്, നിങ്ങൾ ഒരുപാട് കുട്ടികളായിട്ട് ഇടപെട്ടിട്ട് മാർക്ക് വാങ്ങിച്ച് സക്സസ് ആകുന്ന കുട്ടികൾക്ക് അപ്പുറത്തേക്ക് അതിനപ്പുറത്തേക്ക് കുറേ പേര് സക്സസ് ആണ് നമ്മൾ കാണുന്നുണ്ടായിരിക്കും, പഠിക്കാതെ എത്തുന്നത്. അതിനർത്ഥം പഠിക്കേണ്ടെന്നല്ല. അപ്പം അങ്ങനെയുള്ളവരെ കാണുമ്പം അവർക്ക് നമ്മൾ എന്ത് കൊടുത്തു എന്നൊരു ചോദ്യമുണ്ട്, അവർക്ക് നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റും എന്നൊരു ചോദ്യമുണ്ട്. അവിടെയാണ് ഞാൻ ടീച്ചറായിട്ടിരിക്കുമ്പോൾ നിങ്ങൾക്കറിയാം ട്യൂഷനിൽ ഈ മാഗസിൻ വർക്കുകളൊക്കെ അല്ലേ, അതുപോലെ തന്നെ ഇവൻറ്റുകൾ, മെസ്മറിസം എന്ന് പറയുന്ന ഇവൻറ്റുകൾ, അതിനും നമ്മൾ പാട്ടുണ്ടാക്കിയതൊക്കെ ഓർമ്മയില്ല നിങ്ങൾക്ക്? മെസ്മറിസം വെൽക്കം സോങ് ഒക്കെ എഴുതിയത് എന്തായിരുന്നു ആ പാട്ട് ഓർമ്മ ഉണ്ടോ? വെൽക്കം യു ഓൾ, വെൽക്കം യു ഓൾ ടു ദ മെസ്മറൈസിംഗ് 16 വെൽക്കം, അതാണ് വി ആർ ദ ബർഡ്സ് ഓഫ് ഡ്രീം ഇസ്ലാ, യാ നൈസ്. ബാക്കി എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ ഇതൊക്കെ ഇത്തരം കാര്യങ്ങൾ കൊണ്ടുവരുമ്പം ഈ അക്കാഡമിക്കലി ബാക്ക്വേർഡ് ഉള്ള കുട്ടികൾക്കും അവരുടെ കഴിവുകൾ കൊണ്ടുവരാൻ ഇത് ഒരുപാട് സഹായിക്കുന്നതാണ്. അപ്പോൾ അവർക്ക് പഠിക്കാൻ അത് ഉന്മേഷം നൽകും. ഞാൻ കണ്ടിട്ട് നമ്മുടെ ട്യൂഷനിൽ കുറേ കുട്ടികൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് പിന്നെ പഠനത്തിലേക്ക് കൂടി വന്നു. കാരണം ഇതൊക്കെ രസമാകുമ്പോൾ ഇങ്ങനത്തെ വൈബുകളൊക്കെ ഉണ്ടാകുമ്പോൾ ഇത് അവർക്കൊരു സ്പേസ് ഉണ്ട്, അവരുടെ കഴിവ് കൊണ്ടുവരാൻ. പ്രസംഗിക്കുന്നവർക്ക് പ്രസംഗിക്കാൻ, എഴുതുന്നവർക്ക് എഴുതാൻ, അങ്ങനത്തെ സ്പേസ് കൊടുക്കുമ്പം അതിനുള്ളൊരു സ്പേസ് കൊടുക്കുമ്പോൾ തന്നെ ആ സ്പേസിൽ പഠനം കൂടി ഉണ്ടെങ്കിൽ അവരത് എടുക്കും എന്നുള്ളതാണ്. അത്തരം ഒരു സ്ട്രാറ്റജി ഒക്കെ ടീച്ചേഴ്സിന് കൊണ്ടുവരാൻ പറ്റുകയാണെങ്കിൽ തീർച്ചയായും ആ ടീച്ചർ എക്സെപ്ഷണൽ ആയിട്ട് മാറുന്നതിൽ യാതൊരു സംശയമില്ല എന്നുള്ളതാണ്. ഓക്കെ, പിന്നെയുള്ളൊരു ഡീപ്പ് ക്വസ്റ്റ്യൻ ആണ്, ഗൈഡ് ചെറുപ്പകാലത്തും ദൈവത്തെയാണോ പ്രണയിച്ചിട്ടുള്ളത് എന്നൊരു സംഭവം അതിൻ്റെ കൂടെ ആഡ് ചെയ്ത് ചോദിക്കുകയാണ്. അപ്പോൾ ഗൈഡ് ഈ സോളിറ്റ്യൂഡിലായിരുന്ന സമയത്ത് ഇനീഷ്യൽ സ്റ്റേജിൽ എന്തൊക്കെ ചിന്തകളായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്?
ഓക്കെ. ഈ ചെറുപ്പകാലത്ത് ഇത്ര വലിയ ചിന്തകളൊന്നും നമുക്കില്ലല്ലോ. പക്ഷേ നമ്മൾ എത്തിച്ചേരുന്ന ചിന്തകളിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന കുറേ തലങ്ങൾ ചെറുപ്പം മുതലുണ്ടായിരിക്കും. പിന്നീട് നമ്മളറിയുക ഇതായിരുന്നു അത് എന്നുള്ളത്. ഇപ്പോൾ നമ്മളിപ്പം എക്സാമ്പിളായിട്ട് പറയും, ഒരു പെൺകുട്ടിയെ കാണുമ്പോൾ ഒരാൾക്ക് ഇഷ്ടം തോന്നാന്ന് പറഞ്ഞാൽ നമുക്ക് ആദ്യ ഘട്ടത്തിൽ തോന്നുന്ന ഇമ്മച്യൂരിറ്റി കൊണ്ട് എനിക്ക് ഓളെ ഇഷ്ടമായതുകൊണ്ട് എനിക്ക് ഓനെ ഇഷ്ടമായതുകൊണ്ട് അല്ല. നമുക്കുള്ളിൽ ഇഷ്ടം എന്ന് പറഞ്ഞ, സ്നേഹം എന്ന് പറഞ്ഞ, അട്രാക്ഷൻ എന്ന് പറഞ്ഞ ഒരു തലമുണ്ടെന്ന് അറിയിക്കൽ മാത്രമാണ് ആ പെൺകുട്ടിക്കോ ആൺകുട്ടിക്കോ ദൗത്യം ഉണ്ടാവുക. ഇങ്ങനൊരു തലം, ഇങ്ങനൊരു അനുഭവം, ഇങ്ങനൊരു ഭാവം നമുക്ക് ഉള്ളിലുണ്ടെന്ന് അറിയാം. അത് അന്ന് അറിയാത്തത് കൊണ്ട് അത് ടീനേജ് പ്രണയമായിട്ട് ഇമ്മച്യൂർ ലവൊക്കെ ആയിട്ട് ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരിക്കും. പിന്നെ അത് നമ്മൾ കുറേ പാഠങ്ങൾ പഠിക്കും. അപ്പോൾ അന്ന് നമുക്ക് ഇതാണെന്ന് അറിയില്ല, നമുക്ക് വേറെ എന്തൊക്കെയാണെന്ന് തോന്നും. പിന്നെ നമ്മൾ മെച്യൂർഡായി വരുമ്പോഴാണ് അന്നൊക്കെ ആക്ച്വലി എന്താണ് സംഭവിച്ചതെന്ന് തിരിച്ചറിയാം. അപ്പോൾ ചെറിയ പ്രായം മുതൽ ഞാൻ ഈ ഒരു നാച്ചുറൽ ലവറാന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് ദൈവം എന്താണ്, പഠിച്ചോൻ എന്താന്നൊക്കെ നമ്മളിപ്പോൾ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. ഇപ്പം ഈ ആണെന്നൊന്നും പറയാൻ പറ്റില്ല. അങ്ങനെ ആകണം എന്ന് ആഗ്രഹിക്കാം നമ്മളൊക്കെ. നമ്മളിപ്പോഴും ഫേക്ക് ഇറ്റ് മേക്ക് ഇറ്റിന് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയൊക്കെ ആവാൻ പറ്റുകയാണെങ്കിൽ എന്നൊരു അന്വേഷണത്തിലാണുള്ളത് എന്നുള്ളതാണ്. അത്രേ പറയാൻ പറ്റുള്ളൂ. ആർക്കും അങ്ങനെ പറയാൻ പറ്റില്ല നമ്മളാണ് എന്നൊന്നും ഒരിക്കലും ക്ലെയിം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എനിക്കൊന്നും ചെറിയ പ്രായം മുതൽ എനിക്ക് സ്കൈസ് നോക്കി കിടക്കൽ, സ്റ്റാർസ് നോക്കി കിടക്കൽ, സ്കൈ വാച്ചിങ് എൻ്റെ ഒരു വല്ലാത്തൊരു രസമുള്ള സംഭവമാണ്. അത് ഞാൻ ഹോബിയായിട്ട് കൊണ്ടുവരുന്നില്ല, നാച്ചുറലി എന്നുള്ളതാണ്. ഞാൻ പല സമയങ്ങളിലും ഈ സ്കൈ നോക്കി ഇങ്ങനെ കിടക്കും. അല്ലെങ്കിൽ ഫുൾ മൂണ് വരുമ്പം ഫുൾ മൂണ് കാണാൻ വേണ്ടി പോകും. അതൊക്കെ എനിക്ക് അന്നേ ഇഷ്ടമല്ല. എന്തിനാണ് ഇതെന്ന് അന്ന് അറിയുമായിരുന്നില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ട് എവിടെയോ ഒരു സെഷനിൽ ഈ ബാലരത്നയിൽ വരുന്ന വീക്കിലി ഉള്ളിലിട്ടാണ് സാധനം പോസ്റ്റർ ഉണ്ടാവും. അപ്പോൾ ഒരു വീക്കിൽ വന്നത് മൊത്തം ഈ സ്റ്റാർസ് യൂണിവേഴ്സൊക്കെ ബന്ധപ്പെട്ട സോളാർ സിസ്റ്റത്തിൻ്റെ സീരീസ്. അപ്പോൾ 4-5 കഴിയുമ്പോഴാണ് ഇത് മൊത്തത്തിൽ തീരുക, ഓരോ കഷ്ണം കിട്ടുക. ഇതൊക്കെ ഭയങ്കര ക്യൂരിയോസിറ്റിയോട് കൂടിയിട്ട് അതിന് 5 രൂപ കൊടുത്ത് ബാലരമ വാങ്ങിക്കാൻ പറ്റാത്തതുകൊണ്ട് ഒരാഴ്ച കഴിഞ്ഞാൽ 1 രൂപക്കോ 2 രൂപക്കോ ബാലരമ കിട്ടും. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ അത് പോയിട്ട് ഞാൻ വാങ്ങിച്ച് ഇതിൻ്റെ ഉള്ളിൽ നടുപ്പേജ് കിട്ടുന്ന പോസ്റ്റർ ഇങ്ങനെ കൂട്ടി വെച്ച് ഒട്ടിച്ചിട്ട് ഫുള്ളായിട്ടുള്ളൊരു സോളാർ സിസ്റ്റത്തിൻ്റെ ഒരു സംഭവം കിട്ടും. ഇത് കാണുമ്പോഴേക്കും എന്തോ ഒരു ഫീലിംഗ് ആണ്, വല്ലാത്തൊരു ഫീലിംഗ് ആണ് ഈ ഇതിങ്ങനെ കണ്ടിരിക്കുക. അപ്പോൾ ഞാൻ ഭയങ്കര പേഴ്സണലി എടുത്ത് വെച്ചൊരു സാധനമായിരുന്നു ഇങ്ങനത്തെ. അപ്പോൾ ഇങ്ങനത്തെ സ്റ്റാർസ്, കടൽ, കാറ്റ്, ഇങ്ങനത്തതിനോടൊക്കെ പണ്ട് മുതലേ താല്പര്യം ഉണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് അത് ഭയങ്കര ഇഷ്ടമായിരുന്നില്ല. പിന്നെ ട്യൂഷനിൽ ഒരു തവണ നമ്മൾ ബോയ്സിൻ്റെ ടൂർ പോയപ്പോഴാണ് ആദ്യമായിട്ട് ഞാൻ ഗ്രീനറി എക്സ്പ്ലോർ ചെയ്യുന്നത്. കാരണം പഠിക്കുന്ന സമയത്ത് ഞാൻ സ്കൂളിൽ ടൂറൊന്നും പോയിട്ടില്ല. കാരണം വീട്ടിലെ സാമ്പത്തിക സ്ഥിതി അതായതുകൊണ്ട് തന്നെ ഞാൻ പലപ്പോഴും പോകാറില്ല എന്നുള്ളതാണ്. അപ്പോൾ +2 ഒക്കെ കഴിയുമ്പോൾ ഞാൻ പോയിട്ടില്ല. ഏകദേശം ട്യൂഷൻ തുടങ്ങിയപ്പോഴാണ് ടൂറുകളൊക്കെ പോയി തുടങ്ങുന്നത്. അപ്പോൾ ഇതേപോലെ നമ്മളൊരു ബോയ്സിൻ്റെ ട്രിപ്പ്, CBSE ട്രിപ്പ് മൂന്നാർ പോയപ്പം അന്ന് ഈ വരയാടിനെ കാണാൻ വേണ്ടിയിട്ട് ഒരു പോക്കുണ്ട്. എന്താണ് ആ സ്ഥലത്തിന് പറയാൻ എനിക്ക് ഓർമ്മയില്ല. അതിനേക്കാളും വലിയൊരു ദുരന്തയാത്ര ഞാൻ വേറെ കണ്ടില്ല. ഇൻ ദ സെൻസ് രാവിലെ പോയിട്ട് വരിക്കണം, വൈകുന്നേരം ആകുമ്പോഴേക്ക് ബസ് കയറ്റി മുകളിൽ എത്തിക്കും. എന്നിട്ട് ഇങ്ങനെ വരയാട് ഇതാണ് സ്പെഷ്യൽ ആട് എന്ന് പറയുമ്പോൾ അന്ന് അതിനെപ്പറ്റി ബോധമില്ല. പക്ഷെ അന്ന് കുറേ നേരം കാത്തുനിന്ന് രാവിലെ ഞായറാഴ്ചയാണ് രാവിലെ കൊണ്ടുപോയിട്ട് നമ്മളവിടെ വരി നിർത്തിയിട്ട് ഏകദേശം വൈകിട്ട് 4 മണി 3:30-4 മണിയോട് കൂടിയിട്ടാണ് ബസ് കയറ്റിയിട്ട് ഇതിൻ്റെ മുകളിൽ കൊണ്ടുപോകുന്നത്. മൂന്നാർ പോകുമ്പോൾ എല്ലാവർക്കും അറിയാൻ സ്ഥലം. എനിക്ക് അതിൻ്റെ ഇരവികുളം നാഷണൽ പാർക്ക്, വെരി ഗുഡ്. അതൊരു ഇപ്പോഴും ഒരു ട്രോമ ഹീലയാണെന്ന് എനിക്ക് ഇപ്പോഴും തോന്നുന്നുണ്ട്. അത് ആലോചിക്കുമ്പോൾ ഒരു സാധനം ഇങ്ങനെ അടിക്കുന്നുണ്ട് ആ യാത്രയുടെ അവസ്ഥ. അപ്പോൾ ഇതിങ്ങനെ മുകളിൽ പോയിട്ട് ഈ ആടിനെ കണ്ടപ്പോൾ പഠിച്ച തമ്പുരാൻ ഇതിനെ കാണാനാണോ വന്നതെന്നൊക്കെ തോന്നുന്നുണ്ട്, വിശപ്പൊക്കെ സഹിച്ചിട്ട്. പക്ഷെ ഇതിന് ടോപ്പിൽ അന്ന് എനിക്ക് ഓർമ്മയുണ്ട്, അതിൻ്റെ ടോപ്പിൽ ഇങ്ങനെ കയറി ഒരു പീക്ക് പോയിന്റ് ഉണ്ട്, നല്ല വ്യൂ ഉള്ള. അതൊരു എൻഡാണ്. അവിടെ നിന്ന് അങ്ങോട്ട് എന്തോ ഗോത്രവർഗ്ഗക്കാരറ്റ സ്ഥലമാണ്, അങ്ങോട്ട് പോകാൻ പാടില്ല, കോളനിയാണ്. അവിടെ ഇങ്ങനെ പോയിട്ട് ഞാനിങ്ങനെ ആ ഈവനിങ് ഒരു 5 മണിയോടുകൂടിയുള്ള സമയത്ത് ഇങ്ങനെ ഇരുന്നപ്പം നല്ല രസമുണ്ട് ആ വ്യൂ കാണാൻ. എന്നാൽ ഞാൻ ഇത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് ഗ്രീനറി എന്ന് പറഞ്ഞാൽ ഈ ഫോണിൽ മാത്രം കാണാമെന്നല്ലാണ്ട് ഡയറക്റ്റ് ആയിട്ട് കാണാമെന്ന്. അപ്പോൾ എനിക്ക് മനസ്സിലായി അവിടെ ഒരു 5 മിനിറ്റ് കണ്ണടിച്ചിരുന്നപ്പോൾ എന്തൊക്കെയോ സംഭവിച്ചു മീൻസ് വല്ലാത്തൊരു ഫീലാണ്. ഫസ്റ്റ് ടൈം ഫോളിങ് ഇൻ ലവ് വിത്ത് ദ ഗ്രീനറി എന്നൊക്കെ പറഞ്ഞത് അതിലെനിക്ക് വല്ലാത്ത എന്തൊരു സാധനമായിട്ട് സമയത്ത് തോന്നി. ഒരുപാട് യാത്ര ചെയ്യണം, ഗ്രീനറിയിലേക്ക് ഒരുപാട് പോകണം, ഇതിലെന്തോ ഒരു മാജിക് ഉണ്ടെന്നൊക്കെ തോന്നുന്നത്. ഇതൊക്കെ എന്നെ സ്വാധീനിച്ചിട്ടുണ്ട് ഇതിലേക്ക്. പിന്നെ ഗ്രീനറി ഇഷ്ടപ്പെട്ടു. ഞാൻ പറയുന്നത് നമ്മൾക്ക് ഈ ഡിവൈൻ വിസ്ഡത്തിലേക്ക് എത്തുന്നതിന് മുന്നേ അതിലേക്ക് കൈപിടിച്ച് കൊണ്ടുപോകാൻ പ്യുവർ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കണക്ഷൻ വേണം. ചിലർക്കത് നേച്ചറായിരിക്കും, ചിലർക്കത് പോയട്രി ആയിരിക്കും, ചിലർക്കത് മറ്റു തരത്തിലുള്ള ലവ് എക്സ്പീരിയൻസുകളായിരിക്കും എന്നുള്ളതാണ്. അങ്ങനെ പലതുണ്ട്. അപ്പോൾ എന്നെ അതാണ് ആദ്യം സ്വാധീനിച്ചത്. പിന്നെ ഞാൻ കുറേ യാത്ര പോയിട്ടുണ്ട്, ഒറ്റയ്ക്ക് പോയിട്ടുണ്ട്, വയനാടൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പോയിട്ടുണ്ട്, ഹൈദരാബാദിലേക്കൊക്കെ യാത്ര പോയിട്ടുണ്ട്, ഒറ്റയ്ക്ക് തന്നെ ഇങ്ങനെ പല യാത്രകളും നടത്തിയിട്ടുണ്ട് എന്നുള്ള. പിന്നെ യാത്രകളാണ് എന്നെ ആ ഒരു ഇതിലേക്ക് കൊണ്ടുപോയത്. യാത്രകളുടെ ഫേസും കഴിഞ്ഞിട്ടാണ് പിന്നെ വിസ്ഡം എന്ന ഫേസിലേക്ക് ഡീപ്പറായിട്ട് എക്സ്പ്ലോർ ചെയ്തിട്ട് പിന്നെ ഇതിലേക്ക് തന്നെ. അപ്പോൾ യാത്രകൾ നമ്മളെ സ്വാധീനിക്കുന്നു, നേച്ചർ നമ്മളെ സ്വാധീനിക്കുന്നു, ഇങ്ങനത്തെ കുറേ പോയിംസ് സാധനങ്ങൾ നമ്മളെ സ്വാധീനിക്കുന്നു. അങ്ങനെ പതിയെയാണ് ഇതെല്ലാം കൂടി എത്തിക്കുന്ന പോയിന്റ് നമുക്കുള്ളിൽ തന്നെയുള്ള ഒരു ട്രൂത്താണ്, അല്ലെങ്കിൽ നമുക്കുള്ളിൽ തന്നെയുള്ള വിസ്ഡത്തിലേക്കാണ്, ട്രൂത്തിലേക്കാണെന്നുള്ള തിരിച്ചറിവുണ്ടാണ്. ഇത് ഇപ്പോഴത്തെ എൻ്റെ ചോദ്യമല്ല,
ഇപ്പോൾ ഗൈഡ് ഇങ്ങനെ 10th നമ്മൾ പാട്ടൊക്കെ ഇങ്ങനെ പറഞ്ഞു പോയല്ലോ. അപ്പം ഞാൻ ഇസ്ലേന്ന് കണ്ടൊരു കാര്യം എനിക്ക് അന്ന് ക്യൂരിയോസിറ്റി ഉണ്ടായത് ജസ്റ്റ് ചോദിക്കാം. ഇപ്പം പൊതുവേ ടീച്ചേഴ്സ് ഇങ്ങനെ പറയാറുണ്ട്, അതായത് ഞാൻ പഠിപ്പിച്ച കുട്ടികളൊക്കെ വലുതായിട്ട് എനിക്കിങ്ങനെ പറയണം ഞാൻ പഠിപ്പിച്ച കുട്ടിയാണ് അത് എന്നുള്ളൊരു സംഭവം. പക്ഷേ ഇസ്ലയിലെത്തിയപ്പോഴാണ് ആദ്യമായിട്ട് എനിക്ക് തോന്നുന്നു അവിടെ എഴുതി വെച്ചത് തെറ്റാണെന്ന് എൻ്റെ ഓർമ്മ. അതായത് ഈ എക്സാക്ട് വേർഡ്സ് ഒന്നും ഓർമ്മയില്ല, പക്ഷെ കൺക്ലൂഷൻ എങ്ങനെയാണ് ഈ കുട്ടികൾ വലുതാകുമ്പോൾ അവർക്ക് നോക്കിയിട്ട് പറയാൻ പറ്റണം ഞാൻ പഠിപ്പിച്ച എന്നെ പഠിപ്പിച്ച ടീച്ചറാണ് അത് എന്നുള്ളൊരു സംഭവം. അപ്പോൾ പൊതുവെ ടീച്ചറായിട്ട് നിൽക്കുമ്പോൾ ഈ രീതിയിൽ ലൈക്ക് കുട്ടികൾ വലുതാവണം എന്നിട്ട് എനിക്ക് അവരെ നോക്കിക്കാണണം എന്നുള്ളൊരു സംഭവത്തിലപ്പുറം അൺകോമൺ ആയിട്ട് നിന്നുകൊണ്ട് ഞാൻ പഠിപ്പിക്കുന്ന കുട്ടികൾക്ക് ഇത് ഇന്നെ പഠിപ്പിച്ച സാറാണ് എന്നുള്ള രീതിയിൽ അങ്ങനെ ഒരു രീതിയിൽ ചിന്തിക്കാൻ അങ്ങനെ ഒരു രീതി ചിന്തിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ലൈഫിൽ 3 ഈ എന്താ പറയുക ഡ്രോപ്പ് ഔട്ടും പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഈ ട്യൂഷൻ തുടങ്ങുന്നത്. ഇത് തുടങ്ങുമ്പോഴേ നാട്ടിൽ പൊതുവേ സംസാരം ഓൻ തുടങ്ങുകയാണ് ഈ അടുത്ത് തന്നെ പൊട്ടും, കാരണം ഓനൊന്നും സ്ഥിരതയിൽ കൊണ്ടുപോകില്ല. അതുകൊണ്ട് ഞാൻ തുടങ്ങുന്ന കാര്യം എൻ്റെ ക്ലോസ് ഫ്രണ്ട്സിനോട് വരെ പറഞ്ഞില്ല. ഒരിക്കൽ പിന്നെ അതായിരുന്നു വരാതെ, ഓൻ കണ്ടോ നമ്മളോട് പറഞ്ഞില്ല. കാരണം എന്തിനാ എനിക്ക് തന്നെ ഞാൻ നോക്കട്ടെ എത്ര കൊണ്ടുപോകും നോക്കട്ടെ, നേരത്തെ പൂട്ടാണെങ്കിൽ പിന്നെ പറയേണ്ട ആവശ്യമില്ല ചിന്തയിലാണ് ആലോചിക്കുന്നത്. പക്ഷേ എന്തോ അതിൽ നമ്മളെ ടീച്ചിങ് നമ്മുടെ ഒരു പാഷൻ ഉള്ളതുകൊണ്ട് മേ ബി അത് പച്ച പിടിച്ചു. ഇപ്പം ഒരു 2-3 വർഷമൊക്കെ ഇത് റൺ ചെയ്തപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി കുട്ടികൾ നമുക്ക് തരുന്ന സ്നേഹം, നാട്ടിൽ കിട്ടിയ അംഗീകാരം, ഇതൊക്കെ കുറേ ഉണ്ടല്ലോ. ഇപ്പോൾ ചില സമയത്ത് നമ്മളിങ്ങനെ ഗ്രാറ്റിറ്റ്യൂഡ് പോലൊക്കെ ഇങ്ങനെ ചിന്തിച്ചിരിക്കുമ്പോൾ ഞാൻ അങ്ങനെ ചിന്തിച്ചു ഇതിപ്പോൾ എല്ലാ കാലവും ഉണ്ടാവുക. കാരണം എൻ്റെ ഒരു ടീച്ചർ ഉണ്ടായിരുന്നു, എന്നെ 10th പഠിപ്പിച്ച എൻ്റെ ഒരു ഫേവറേറ്റ് ടീച്ചറാണ്. വളരെ യങ് ആയിരുന്നു, യൂത്തിൽ നിന്നിട്ട് ഈ കാര്യം ചെയ്യാൻ എന്നെ എൻകറേജ് ചെയ്ത ഒരു ടീച്ചറാണ്, മൻസൂർ സാർ എന്ന് പറയാം. അപ്പോൾ സാറ് ഞാൻ ടീച്ചിങ് ഫീൽഡിലേക്ക് വരുന്ന സമയത്ത് അതല്ല അത് എൻജിനീയർ, ഓക്കെ, ഞാൻ ടീച്ചിങ്ങിലേക്ക് വന്ന സമയത്ത് +2 പഠിക്കുമ്പോൾ തന്നെ ഞാൻ പഠിച്ച ട്യൂഷനിലേക്ക് എന്നെ വിളിച്ചത്. അപ്പോൾ അന്ന് ഞാൻ അവിടെ കയറി ഉടനെ തന്നെ എന്നോട് എൻ്റെ ആ സാറ് പറഞ്ഞൊരു ഉപദേശമുണ്ട്. സാറിന് പറയും ഇതൊരു എഡിക്ഷനാണ് ടീച്ചിങ് എന്ന് പറഞ്ഞാൽ. ചില ആൾക്കാർ ഇതിൽ പെട്ടുപോകും. കാരണം നമ്മൾ ഈ യൂത്ത് പ്രായത്തിൽ ഒരു പോക്കറ്റ് മണിക്ക് വേണ്ടിയൊക്കെ തുടങ്ങിയാലും ഇതിൽ കുറേ റെസ്പെക്റ്റും സ്നേഹം കുട്ടികളെ കിട്ടിയാൽ പോകാൻ കഴിയില്ല. കാരണം സാറിൻ്റെ തന്നെ ഒരു എക്സ്പീരിയൻസ് സാറ് പറഞ്ഞിരുന്നു. സാറിങ്ങനെ ട്യൂഷനിലൊക്കെ നിന്ന് കുറേ കുട്ടികളായിട്ട് കണക്റ്റഡ് ആയപ്പോൾ പിന്നെ ജോലിക്ക് വേണ്ടി പുറത്ത് പോയപ്പോൾ അവിടെ നിൽക്കാൻ പറ്റാണ്ട് തിരിച്ചു വന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു അതിനെ ശ്രദ്ധിക്കണം, ഇതൊരു അഡിക്ഷനാണ്. കാരണം വല്ലാത്ത നിഷ്കളങ്കമായിട്ടുള്ള ഇടമാണ്, ഇത് ഭയങ്കര സ്നേഹമൊക്കെ കിട്ടും, പക്ഷെ നമ്മൾ ലൈഫ് കൂടി നമ്മൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിരുന്നു. ഇങ്ങനെ കാണുകയും കൂടി ഞാൻ ട്യൂഷൻ തുടങ്ങുമ്പോൾ എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു സംഭവമുണ്ട്, അങ്ങനെ എന്തെങ്കിലും. അപ്പോൾ എനിക്ക് അറിയുന്നുണ്ട് ഞാൻ ഭയങ്കരമാണ്, ഞാൻ ട്യൂഷനിൽ കിടന്നുറങ്ങുന്നു, കുട്ടികളുടെ കൂടെ പോയും നിങ്ങളെ വേൾഡ് ഓഫ് ഡ്രീമേഴ്സ് ടീം ഉണ്ടാക്കിയിട്ട് രാവിലെ വരുന്നു, നമ്മൾ ഫുട്ബോൾ കളിക്കാൻ പോകുന്നു, അത് കഴിഞ്ഞിട്ട് ട്യൂഷനിലേക്ക് വരുന്നു, ഇങ്ങനെ തുടങ്ങിയ എല്ലാ പരിപാടിയും ഉണ്ടല്ലോ. അപ്പോൾ ഒരു ഘട്ടത്തിലെത്തിയപ്പോൾ എൻ്റെ ഉള്ളിൽ ഈ തോട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ട്. ഞാൻ ചിന്തിച്ചിരുന്നു ഇത് എത്ര കാലം വരെ പോകുമായിരിക്കാം. കാരണം നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട് ട്യൂഷനുകൾക്ക്, ഈ ട്യൂട്ടോറിയൽ സെൻ്ററുകൾക്ക് ഒരു ട്രെൻഡ് ഉണ്ട്. കാരണം കുറച്ച് സമയം കുറച്ച് ടീം ട്രെൻഡായിരിക്കും, പിന്നെ ഓർക്ക് ഇത് അന്ധവൈപ്പായ പുതിയ പിള്ളേർ വരും, ഓരടിച്ച് കയറും. നമ്മളങ്ങനെ അടിച്ച് കയറിയതാണല്ലോ. ഇപ്പോൾ ചരിത്രം ആവർത്തിക്കുന്നത് നമുക്ക് അറിയാവുന്നത് കൊണ്ട് തന്നെ ഞാൻ ചിന്തിച്ചു അപ്പോൾ എന്താണ് ഇത്, ഏത് വരെ ആയിരിക്കാം പോവുക. ഇപ്പം ഞാനിതിലിങ്ങനെ മറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ ഞാൻ ടീച്ചറാണ്, കുട്ടികളൊക്കെ നന്നായിട്ട് പോകുന്നുണ്ട്, പക്ഷെ അത് പോരാ. അപ്പോൾ ഞാൻ ചിന്തിച്ച സ്വാഭാവികമായിട്ട് ഇനി ഫ്യൂച്ചറിൽ എന്ത് നടക്കും. ഏതോ ഒരു സമയത്ത് ഇങ്ങനെ ഇരുന്ന് ആലോചിച്ചു. അപ്പോൾ എനിക്ക് തോന്നി നമ്മൾ പഠിപ്പിച്ച കുട്ടികളൊക്കെ ഇങ്ങനെ വലിയ നിലയിലെത്തും. അപ്പോൾ എന്തായിരിക്കും ഇപ്പം നമ്മൾ പഠിപ്പിക്കുന്ന കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുകയുള്ളൂ. അപ്പം നമ്മൾ നാട്ടിലിറങ്ങി കഴിഞ്ഞാൽ ഭയങ്കര പേരാ, അദ്നാൻ സാറാണെന്നൊക്കെ വരുമ്പോൾ ഇങ്ങനെ സംഭവമായിട്ട് ഇങ്ങനെ നിൽക്കുക. പക്ഷേ കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ കണ്ടിട്ടില്ലേ, നമ്മളിങ്ങനെ കുട്ടികൾ വലിയ സ്ഥലത്തെത്തിയിട്ട് എന്നെ പഠിപ്പിച്ച ടീച്ചറായിട്ട് അറിയും നമ്മൾ ആ മോള് ഉഷാറല്ലേ എന്ന് ചോദിക്കുന്ന ഒരു ഘട്ടത്തിലെത്തും. അപ്പോൾ നേരെ തിരിഞ്ഞില്ല അങ്ങനത്തെ ഒരു റോളിനപ്പുറത്തേക്ക് അന്ന് ഇത് അദ്നാൻ സാറ് നമ്മളെ പഠിപ്പിച്ച സാറാന്ന് പറഞ്ഞാൽ അതേ പ്രൗഡോട് കൂടിയിട്ട് തന്നെ 5 കൊല്ലം കഴിഞ്ഞാലും 10 കൊല്ലം കഴിഞ്ഞാൽ ഇത് നമ്മളെ പഠിപ്പിച്ച സാറാട്ടോ എന്ന് പറയുമ്പോൾ കിട്ടുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അതെങ്ങനെ നിലനിർത്തണം ഞാൻ ആലോചിച്ചിരുന്നു. എല്ലാ ടീച്ചേഴ്സിനും നല്ലതാട്ടോ, അത് ഞാൻ ചിന്തിച്ചിരുന്നു. അപ്പോൾ ഞാൻ ചിന്തിച്ചു ഞാനും വളരണം, ഞാൻ എൻ്റെ കുട്ടികളെ പഠിപ്പിച്ചിട്ട് നല്ല നിലയിൽ എത്തിക്കുന്നുണ്ടെങ്കിൽ ഞാൻ മാത്രം പഠിപ്പിച്ചിട്ട് അവരെത്താൻ നമ്മൾ എന്ത് ചെയ്യണം, വളർന്നുകൊണ്ടിരിക്കണം. അതിൽ നിന്നുമാണ് ആക്ച്വലി ആ ഒരു കോട്ട്, ആ ഒരു ഇത് അത് എന്നെ തന്നെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി ഞാൻ അവിടെ എഴുതി വെച്ചാണ്, ട്യൂഷനിൽ എഴുതി വെച്ചാണ്. ഏറ്റവും ഓൾസോ അത് യാഥാർത്ഥ്യമാക്കുന്ന രീതിയിലാണ് പിന്നെ ഇങ്ങനെ വരുന്നത്. അപ്പോൾ ഇന്നും ഇപ്പോൾ അന്ന് പഠിപ്പിച്ച കുറേ ടീച്ചേഴ്സ് ഉണ്ടാക്കി, ടീച്ചേഴ്സിനോടൊക്കെ റെസ്പെക്റ്റ് ആക്കി. പക്ഷേ ഞാൻ പഠിപ്പിച്ച കുറേ കുട്ടികൾ പുറത്താണ്, നമ്മൾ ഇത്ര പേരുള്ളൂ. പക്ഷെ അവർക്ക് ഇന്നും നമ്മൾ പ്രോഗ്രാംസ് കാണുമ്പം, നമ്മൾ ഇവൻറ്റ് കാണുമ്പം, നമ്മളെ പറ്റിയിട്ട് ആൾക്കാർ സന്തോഷം പറഞ്ഞ് കാണുമ്പോൾ അവരിപ്പോഴും പറഞ്ഞ് നിങ്ങളൊക്കെ കാണുന്ന മുന്നേ നമ്മൾ കണ്ടിട്ട് നമ്മൾ സാറായിരുന്നു, നമ്മൾ ട്യൂഷനിൽ പഠിപ്പിച്ച സാറായിരുന്നു എന്നൊക്കെ പറയുമ്പം അന്ന് എന്തായിരുന്നോ ഞാൻ ആഗ്രഹിച്ച ഫ്യൂച്ചർ കണ്ടിട്ട് അത് കറക്റ്റ് നിലനിർത്താൻ പറ്റുന്നില്ല. ഇപ്പോൾ ഇവിടെ ഇരിക്കുമ്പോഴും എനിക്കറിയാം ഇത് ഏത് വരെയാണ്. ഇപ്പോൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം, നമ്മൾ ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കണം, ആളുകൾ എങ്ങനെയാണ്, ഏത് തലം വരെയാണ് ഒക്കെ അറിയുന്നതുകൊണ്ട് തന്നെ നമ്മൾ അതിനനുസരിച്ചിട്ട് ഇവോൾവ് ചെയ്യൽ അത്യാവശ്യമാണ്. അതുമുതലാണ് എനിക്ക് തോന്നുന്നത് ലൈഫ് ഒരു എവല്യൂഷൻ ജേണി ആക്കിയിട്ട് മാറ്റിക്കൊണ്ടിരുന്നതെന്നുള്ളതാണ്. ഇപ്പോൾ ഇന്നിപ്പോൾ ഞാൻ നോക്കിയാൽ 5 വർഷം മുന്നേ നമ്മൾ GC തുടങ്ങി, GC 1st, 2nd, 3rd ബാച്ചിൽ വന്നവർ. ഇപ്പോൾ ഞാനിവിടെ നോക്കുമ്പോൾ നമ്മളെ ഷംനനൊക്കെ കാണുന്നുണ്ട്,
നമ്മളെ GCTP ഫസ്റ്റ് കോച്ചസ് പ്രോഗ്രാമിൽ വന്ന ആൾക്കാരാണ്, ഷംന എന്നൊക്കെ പറഞ്ഞാൽ സ്റ്റില്ലുണ്ട്. അപ്പോൾ ഇവരൊക്കെ അന്ന് കണ്ടൊരു ഗൈഡ് ഉണ്ട്, ഒരു ഏരിയൻ ടോക്സ് ഉണ്ട്. ഇപ്പോൾ അവർക്ക് ഏരിയൻ ടോക്സിനെ പറ്റി പറയുമ്പോൾ 5 വർഷം മുന്നേ ഉള്ളത് ഇങ്ങോട്ട് നോക്കി പറയുമ്പോൾ അവർക്ക് ഓക്കെ എന്ന് പറയുമ്പോൾ ആ ഗ്രോത്തും ഇതിൻ്റെ ഭാഗമാണെന്ന് പറയുമ്പോൾ കിട്ടുന്ന അവർക്കൊരു പ്രൗഡ് ഫീലിംഗാണ് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്. അത് നമ്മൾ ഗ്രോ ചെയ്യണമെന്ന് നമ്മൾ കൊടുക്കുന്ന കമ്മിറ്റ്മെൻറ്റാണ്. അപ്പോൾ അത് നിലനിർത്തി കൊണ്ടുപോകണമെന്ന് എനിക്ക് ഭയങ്കരമായിട്ടുള്ള ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ഇപ്പോഴും ഞാനും പഠിച്ചുകൊണ്ടിരിക്കണത്, ഇപ്പോഴും നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം, ഇപ്പോഴും നമ്മൾ ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ള. സോ ആ ഒരു തോട്ടാണ് അതിന് കാരണം. അതിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഗ്രേറ്റ്ഫുൾ ആണ് ആ ടീച്ചർക്കാണ്, ആ സാറിനാണ്. മേ ബി ആ സാർ അങ്ങനെ പറഞ്ഞിരിക്കണമെങ്കിൽ കൂടി എൻ്റെ ആ പ്രായത്തിൽ ഞാനത് എടുക്കൂല. പക്ഷെ എവിടെയോ നമ്മുടെ ഗുരുവചനം പോലെ തറച്ചത് കൊണ്ട് അത് ഉള്ളിലുണ്ട്, അതെപ്പോഴോ പുറത്തു വെത്തുന്നത്. അല്ലാണ്ട് ഞാൻ അതിൻ്റെ വലിയൊരു വിസ്ഡമായിട്ട് ഇങ്ങനെ വെച്ചത് ഞാൻ അടിച്ച് പൊളിക്കായിരുന്നു. ടീച്ചിങ് ലൈഫ് അത് സൂപ്പർ എന്ന് ഇങ്ങനെ നിൽക്കായിരുന്നു. പക്ഷേ എവിടെയോ അതൊരു എംബഡഡ് കമാൻഡായിട്ട് കൊണ്ടത് കൊണ്ട് കറക്റ്റ് ടൈമിൽ അതെൻ്റെ പുറത്തേക്ക് വന്നു. ഞാനതിൽ ചിന്തിച്ചു, അതിൽ പ്രവർത്തിച്ചു. നമ്മുടെ സമയം അങ്ങ് പോകുന്നുണ്ട് അല്ലേ? ബട്ട് സ്റ്റിൽ 300 പീപ്പിൾസ് ഉണ്ട്. താങ്ക് യു സോ മച്ച് കേട്ടോ. ഇന്ന് നമ്മൾ ഈ മോഡിൽ പോയത് 250 ആയതുകൊണ്ടാണ്, ഒരു സ്പെഷ്യൽ ഡേ ആയതുകൊണ്ട് ഇത്രയും സമയം നമ്മൾ എടുത്തെന്നില്ല. നിങ്ങളെ സമയം ഒരുപാട് പോയിട്ടുണ്ടായിരിക്കും. എന്നാലും വേർത്തി ആയിട്ടുള്ളത് കൊണ്ടായിരിക്കും ഇത്രയും സമയം 300ഓളം ആൾക്കാർ ഇരിക്കുന്നത് മനസ്സിലാക്കണം. നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി പറഞ്ഞിട്ട് എന്ത് ചെയ്യാം, കൺക്ലൂഡ് ചെയ്യാം. കാരണം ഇനി നമുക്ക് സീക്കേഴ്സിൻ്റെ ഓറിയൻറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യാനൊക്കെ ഉണ്ടെന്നുള്ളതാണ്. ഏതായാലും അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകണമെന്ന് ഞാൻ വീണ്ടും പറയാണ്, GT 250 എന്തായാലും എൻറോൾ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വരണം. ഞാനിങ്ങനെ ലിസ്റ്റ് എടുത്ത് നോക്കിയിരുന്നു, നമ്മളെ ഗൈഡഡ് കോഡ്, കോച്ചസ്, എൻ്റെ മെൻറ്റീസൊക്കെ എടുത്ത് നോക്കും. ഞാൻ നോക്കി ഇവരൊക്കെ കുറേ ആൾക്കാരെ കാണുന്നില്ലല്ലോ, ഇവരൊക്കെ അത്രയും ബിസി ആയിപ്പോയി, അല്ലെങ്കിൽ അത്രയും വലിയ ലെവലിൽ എത്തിപ്പോയി. ഒരു ദിവസം നമ്മളെ ഈ പ്രോഗ്രാമിന് വേണ്ടി മാറ്റിവെക്കാൻ പറ്റാത്ത, ഞാൻ പലപ്പോഴും സന്തോഷം പറയാറുണ്ട്. നമ്മളെ ചില കോച്ചസിനെ, നമ്മളെ ചില പാർട്ടിസിപ്പൻസിനൊക്കെ ഈ സക്സസ് സ്റ്റോറിക്കൊക്കെ വിളിക്കുമ്പോൾ അവർക്ക് ഭയങ്കര ബിസിയാണ്. ഇൻ ദ സെൻസ് അവർ എക്സ്പ്ലോർ ചെയ്യാണ്, അവർക്ക് അവരുടെ സെഷൻസ് ഉണ്ട്, അവർക്ക് ചില ഗസ്റ്റായിട്ട് പോകാനുണ്ട്. അപ്പോൾ നമുക്ക് സന്തോഷമാണ്, അവർ വലിയ ലെവലിലെത്തി, നമ്മൾ വിളിച്ചാൽ പോലും കിട്ടാത്ത രീതിയിലേക്ക് കാവൽ തന്നെയാണ് ആവശ്യം, സന്തോഷം തന്നെയാണ്. പക്ഷേ ഇതുപോലത്തെ 250 പോലത്തെ ഒക്കെ ഒരു നമ്മുടെ തറവാട്ടിലെ പരിപാടി വരുമ്പോൾ എല്ലാവരും ഉണ്ടാവണം എന്നുള്ളതാണ്. അത് നമുക്കൊരു സന്തോഷം എന്നുള്ളതാണ്. അപ്പോൾ എൻറോൾ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ജനുവരി 17 വരണം, നിർബന്ധമായിട്ടും വരണം എന്നുള്ളതാണ്. എക്സ്ക്യൂസുകൾ എന്നൊക്കെ പറയുന്നത് നമ്മളൊരു ഡെസിഷനിൽ മാറ്റാൻ പറ്റുന്നുള്ളൂ. നിങ്ങളുടെ തല പറയുന്ന 100 എക്സ്ക്യൂസുകൾക്കുള്ളിലായിരിക്കും നിങ്ങളുടെ ഹൃദയം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരൊറ്റ ക്ലാരിറ്റി. അതിൻ്റെ മേലെ നിന്നതുകൊണ്ടാണ് ഞാനും നമ്മുടെ ടീമും എല്ലാവരും, എനിക്കൊക്കെ എൻ്റെ ലൈഫിൽ ഇഷ്ടം പോലെ എക്സ്ക്യൂസുകൾക്ക് മീതെ എൻ്റെ ഹൃദയത്തെ കൊണ്ട് വെക്കേണ്ടി വന്നിട്ടുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ നമ്മളിങ്ങനെ ഇരിക്കണം എന്നുള്ളതാണ്. ആ ഒരു കാപ്പബിലിറ്റി നമുക്ക് ഉണ്ടാവണം. ആ ഒരു കേപ്പബിലിറ്റി കൂടി ഡെവലപ്പ് ചെയ്യലായിരിക്കണം നമ്മൾ GT 250 വരാൻ വേണ്ടിയിട്ട് നിങ്ങൾ എടുക്കുന്ന എക്സ്ക്യൂസുകളും അതൊന്ന് കോംപ്രമൈസ് ചെയ്തിട്ട് നിങ്ങളുടെ ഹൃദയത്തെ ഒന്ന് കേട്ടിട്ട് വരാമെന്നുള്ളത് എല്ലാവരെയും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ട്. പുറത്തുള്ളവരെ എനിക്ക് നിർബന്ധിക്കാൻ പറ്റില്ല, എന്നിട്ട് കൂടി നിർബന്ധിക്കാഞ്ഞിട്ട് കൂടി ഞാൻ അങ്ങനെ ആലോചിക്കുക, ഖത്തറിനും കുവൈത്തിൽ നിന്നൊക്കെ ടിക്കറ്റ് എടുത്ത് വരുന്നുണ്ട് കാര്യം എന്ന് ഞാൻ ചിന്തിക്കുക. പിന്നെ നാട്ടിലുള്ളവരൊക്കെ ഇപ്പോൾ എന്താക്കാണ്, ഇവർക്ക് ഇതിനെ മാത്രം എന്താണ് അപ്പം നമ്മൾ ചിന്തിച്ച് പോകുന്നുണ്ട്. അപ്പോൾ ഒരു ദിവസത്തേക്കല്ലേ നിങ്ങളെല്ലാവരും ഉണ്ടാവണം. ഇതിപ്പോൾ നമ്മൾ യാത്രയുടെ ഡിസ്കഷൻ, അവിടെ നമ്മൾ ഈ പറഞ്ഞു വെച്ച മാനിഫെസ്റ്റേഷൻ ആൻഡ് പ്രയർ സീരീസിൻ്റെ കൺക്ലൂഷനാണ്. ഞാനത് പറഞ്ഞിരുന്നു, മെറ്റഫറിക്കൽ പ്രയർ ഡ്രാഫ്റ്റ് ചെയ്യണതും ഒക്കെ നമുക്ക് പഠിക്കണം, അതിൻ്റെയൊക്കെ തലങ്ങൾ എക്സ്പ്ലോർ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം എക്സ്പീരിയൻസ് എന്നാണ്, എല്ലാത്തൊന്നും ഞാൻ സംസാരിക്കുമല്ലോ അതിനാണ് ഞാൻ ഈ ചോദിക്കുന്നതിനൊക്കെ എൻ്റെ എക്സ്പീരിയൻസ് എന്നാണ് ആൻസേഴ്സ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു എക്സ്പീരിയൻഷ്യൽ പാർട്ടെന്ന് എടുത്തിട്ടുള്ള ഡിസ്കഷൻസ് ആണ്. അപ്പോൾ എല്ലാവരും വരാം, ഒരുമിച്ചിരിക്കുമ്പോൾ ഒരുപാട് അത്ഭുതം നടക്കും, നല്ല രസമാണ്. ഒരുമിച്ചിട്ട് എല്ലാവരും ഇരിക്കുമ്പം ആ ഇരുത്തത്തിൽ തന്നെ നടക്കുന്ന കുറേ കാര്യമാണ്. പിന്നെ ഇൻറ്റൻഷനും ഇങ്ങനത്തേതാകുമ്പോൾ പവർഫുൾ ആയിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ എൻറോൾ ചെയ്യാനുള്ള സ്കാനറൊക്കെ ഇവിടെ ഉണ്ടാവും, ഇവിടെ ഷെയർ ചെയ്യും. അപ്പം ഇനിയും ആലോചിച്ചിരിക്കാണ്ട് വേഗം അങ്ങ് തീരുമാനിച്ചോളൂ എന്നുള്ളതാണ്. ഓക്കെ, പെട്ടെന്ന് അങ്ങ് ഡിസൈഡ് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നൈസ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, വിസ്ഡം തിരിയാൻ പാടാണല്ലോ, അതിലേറെ പാടാണ് ബോധിപ്പിക്കാൻ. സോഷ്യലി എന്തൊക്കെ പ്രതിസന്ധികളാണ് നേരിട്ടത് എന്നാണ്? സോഷ്യലി എന്തൊക്കെ പ്രതിസന്ധിയാണ് നേരിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ എനിക്കറിയാം നിങ്ങളുടെ ആ ഒരു ടൈം പീരീഡിൽ തന്നെ, നിങ്ങളായിട്ട് ഈ കാര്യം ഞാൻ പങ്കുവെക്കുന്ന ടൈം പീരീഡിൽ തന്നെ ഞാൻ അത്ഭുതപ്പെട്ട ഒരു സംഭവമുണ്ട്. ഞാൻ ഈ ടീച്ചറൊക്കെ ആയിട്ട് നിൽക്കുമ്പോൾ ഭയങ്കര സ്വീകാര്യത ആയിരുന്നല്ലോ, ഒരു ഓളമായിരുന്നു നാട്ടിൽ. ഒരു സ്ഥാപനം ഉണ്ടാക്കുന്ന അവിടെ കുറേ കുട്ടികൾക്ക് ദിശാബോധം കിട്ടുന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ ആ ഒരു ഗ്ലാമർ സ്റ്റേറ്റിൽ നിന്നിട്ട് എന്നിൽ അത്രയും വിശ്വാസം അർപ്പിക്കുന്ന കുറേ പാരൻസും കുട്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനൊരു പദ്ധതിയായിട്ട് മുന്നോട്ട് വന്നാൽ ഞാൻ ഇത്രയും കാലം ചെയ്ത സേവനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർ 2 കൈ നീട്ടി സ്വീകരിക്കുന്നുള്ള ഒരു അഹങ്കാരത്തിലാണ് ഞാൻ തുടങ്ങിയത്. അപ്പോഴാണ് എനിക്ക് ടിയാനിലെ മറ്റേ വേർഡ് ഭയങ്കര പവർഫുള്ളായിട്ട് തോന്നിയത്. വെളിച്ചത്തിൻ്റെ പോരാളികൾ തോറ്റുകൊണ്ട് തുടങ്ങുന്നത് അഹന്ത ഇല്ലാണ്ടാണ്. ശരിക്കും പറഞ്ഞാൽ അഹന്ത മൊത്തം അങ്ങ് പോയി കിട്ടുന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ ഒരു വല്ലാത്ത ശുഭാപ്തി വിശ്വാസമായിരുന്നു. ഞാൻ 5 വർഷത്തോളം ഈ സ്ഥാപനം നടത്തി, ഞാൻ എന്താ ചെയ്തതെന്ന് ഈ നാട്ടുകാർക്ക് അറിയാം, അതുപോലെ തന്നെ ഈ കുട്ടികളുടെ പാരൻസിന് അറിയാം, എന്താണ് നമ്മൾ ട്യൂഷനിൽ വന്ന കുട്ടികൾക്ക് ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ എന്നൊക്കെ അറിയാം. അപ്പോൾ ആ ഒരു സ്ട്രെങ്ത്തിൽ ഞാൻ ഇത്തരം ഒരു പദ്ധതിയായിട്ട് വരുമ്പോൾ എല്ലാ പാരൻസും എല്ലാവരും എൻ്റെ കൂടെ നിൽക്കുന്നതാണ് ചിന്തിച്ചത്. പക്ഷേ എനിക്ക് പോലും അത്ഭുതം തോന്നി, ആ ടീച്ചർ റോളിൽ നിന്നും ട്രെയിനറിലേക്ക് മാറിയിട്ട്
കുട്ടികളെ ഡെപ്തിലൊന്നും മൗൾഡ് ചെയ്തെടുക്കാമല്ലോ എന്ന് കരുതി തുടങ്ങിയതോട് കൂടിയിട്ട് തന്നെ സംസാരങ്ങളൊക്കെ മാറി തുടങ്ങി. അവിടെ പോണത് നിങ്ങളുടെ ഭാവി നശിപ്പിക്കലാണ്, പഠിക്കുന്ന കാലത്ത് പഠിച്ചാൽ പോരെ, അങ്ങനെ ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് ചോദ്യചിഹ്നങ്ങൾ, പല ചോദ്യം ചെയ്യലുകൾ. എന്നെ പേഴ്സണലി തന്നെ പലരും കാണാൻ വന്നിട്ട് നിങ്ങൾ എന്താ അവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ തുടങ്ങിയിട്ട് പല വിഷയങ്ങൾ. അതിൻ്റെ ഇടയിൽ എനിക്ക് തോന്നുന്നു നമ്മൾ പഴയ ഓഫീസ് അത് അടിച്ചു പൊളിക്കുന്നൊക്കെ പറഞ്ഞ് വീരവാദം മൊഴിക്ക് വന്നിട്ടുള്ള ചില ആളുകൾ, ഇങ്ങനെ തുടങ്ങി പല പ്രശ്നങ്ങൾ അത് നേരിടേണ്ടി വന്നിട്ടുണ്ട്. പിന്നെ സാമ്പത്തികമായിട്ടുള്ള വിഷയങ്ങൾ മാത്രമല്ല, എനിക്ക് തോന്നുന്നു എന്നെക്കാളും ഞാൻ ആവശ്യത്തിലേറെ നിങ്ങൾക്കും അതിൻ്റെ ഓരോ കഷ്ണങ്ങൾ കിട്ടിയിട്ടുണ്ടെന്ന് എനിക്കറിയാം. നിങ്ങളുടെ ഫാമിലിയിലാട്ടെ സറൗണ്ടിങ്സിലാട്ടെ ഇവിടെയൊക്കെ വന്നിട്ടുണ്ടെന്നുള്ള അപ്പോൾ ഇഷ്ടം പോലെ ചലഞ്ചുകൾ ആക്ച്വലി അന്ന് നേരിടേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ ആ തുടക്കത്തിൽ അങ്ങനെയൊക്കെ ആയിരുന്നെങ്കിൽ കൂടി ഞാൻ എക്സ്പെക്ട് ചെയ്തതൊന്നായിരുന്നു. അതുകൊണ്ട് എനിക്കൊരു അടി കിട്ടിയ പോലെയായിരുന്നു. എനിക്ക് ആ ആഘാതത്തിൽ നിന്ന് തിരിച്ചു വരാൻ കുറച്ച് സമയം എടുത്തു. കുറച്ച് പീരീഡ് ഓഫ് ടൈമിലേക്ക് എനിക്ക് തോന്നുന്നു ഞാൻ ഭയങ്കരമായിട്ടുള്ളൊരു ലോൺലിനെസ്സിലും ഒരു നിരാശയിലും, വേണമെങ്കിൽ അറ്റ് ദ എഡ്ജ് ഓഫ് ദ ഡിപ്രഷൻ എന്നൊക്കെ പറയാം, ഇതിൻ്റെ ഇടയിലൂടെ പോണേ. അതുമാത്രമല്ല, ഈ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന വിസ്ഡം അത് വല്ലാത്തൊരു ചലഞ്ചിങ് പാർട്ടാണ്. കാരണം ഇത് ബോധ്യപ്പെടുക എനിക്ക് തന്നെ ബോധ്യപ്പെടലൊരു പ്രധാനപ്പെട്ട ടാസ്ക് ആയിരുന്നു. കാരണം ഞാൻ അറിഞ്ഞു വെച്ച കുറേ കാര്യങ്ങൾ പൊളിക്കണം, അൺലേൺ ചെയ്യണം. വലിയ വിസ്ഡംസ് ഇങ്ങനെ നമ്മളിങ്ങനെ കണക്റ്റഡ് ആകുമ്പോൾ വരുന്നുമുണ്ട്. അപ്പോൾ ഇത് കറക്റ്റാണെന്ന് എനിക്കറിയാം, പക്ഷേ എൻ്റെ തലക്ക് അതൊക്കെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മൾ ഓൾറെഡി മനസ്സിലാക്കി വെച്ച കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അന്ന് സിയാസിനോട് നിങ്ങളോടൊക്കെ പറയലുണ്ട്, ഇത് ഇങ്ങനെയൊക്കെയാണ് ട്രൂത്ത്, പക്ഷേ ഇത് ഇങ്ങനെയൊക്കെയാണെന്ന് ഒരു പ്രൂഫ് ഇപ്പം ഇല്ല, മേ ബി കുറച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രൂഫ് കിട്ടിയേക്കാം എന്നൊക്കെ ചിന്തിക്കാറുണ്ടായിരുന്നു. അപ്പോൾ ഇത് വല്ലാത്ത കോൺഫ്ലിക്റ്റ്. അത് ഒരാൾക്ക് എങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവുന്ന എനിക്കല്ല. പലതരത്തിലുള്ള കോൺഫ്ലിക്റ്റും ഡിപ്രഷൻസൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. എന്നാൽ ഞാൻ പറഞ്ഞു ഒരു വൈജ്ഞാനികപരമായിട്ടുള്ള ഒരു വിഷാദം, വൈജ്ഞാനിക വിഷാദം എന്നൊക്കെ പറയും. അതായത് ഓൾറെഡി നമുക്ക് കയറിയ അറിവിനെ മാറ്റിയിട്ട് അതിൻ്റെ മുകളിൽ അതിനേക്കാളും മീതെയുള്ളൊരു സത്യത്തെ ആക്കി നമുക്ക് കൺവിൻസ്ഡ് ആകാൻ വേണ്ടിയിട്ട് വലിയൊരു ചലഞ്ചിങ് പാർട്ടാണ്. അപ്പോൾ അതിൽ എനിക്ക് തന്നെ കുറേ സമയം എടുക്കേണ്ടി വന്നിട്ടുണ്ട്. അതിലെനിക്ക് ഒന്നിനും മെറ്റാകോഗ്നിഷൻ കുറേ എൻ്റെ ഉള്ളിൽ നടന്നിട്ടുണ്ട്. മാസങ്ങളോളം എടുത്തിട്ടുള്ള മെറ്റാകോഗ്നിഷൻ. ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കുന്നു, ചിന്തിച്ച് ഇങ്ങനെ പോകുന്ന കുറേ പ്രൊസീജിയേഴ്സ്. അതിൽ നിന്നും എനിക്ക് തന്നെ കുറേ ക്ലാരിറ്റി കിട്ടി. ഞാൻ എന്നിൽ ആ പാർട്ട് ക്രിസ്റ്റൽ ക്ലിയർലി കൺവിൻസ്ഡ് ആയതിനു ശേഷമാണ് മറ്റുള്ളവർക്ക് പറയാൻ വന്നത്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു നമ്മൾ ആ ക്ലാരിറ്റി എന്നും പറയുമ്പം, ബോധ്യപ്പെട്ട ക്ലാരിറ്റി എന്ന് പറയുമ്പം ഇറ്റ് ഈസ് ഈസി ടു കണക്ട് വിത്ത് ദ പീപ്പിൾ. പിന്നെ ഈ വിസ്ഡം ഭയങ്കര കട്ടിയുള്ളതാണ്, ചലഞ്ചിങ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് അറിയായിരുന്നു ഇത് നമ്മളിപ്പം പറയുന്ന ഇടം അത് റൈറ്റ് ആയിട്ടുള്ള സ്പേസ് ആയിക്കൊള്ളുന്നില്ല. അതിന് പാകപ്പെട്ട ആളുകളിലേക്ക് എത്തണം. പാകപ്പെട്ട ആളുകളിലേക്ക് എത്താൻ രണ്ട് വഴിയുണ്ട്. ഒന്നുകിൽ പാകപ്പെട്ടവരിലേക്ക് പോകുക, അല്ലെങ്കിൽ പാകപ്പെടുത്തി എടുക്കുക. അപ്പോൾ ഞാൻ അതിന് കണ്ടെത്തിയത് നിങ്ങളായിരുന്നു. നിങ്ങളെന്ന് പറഞ്ഞാൽ ഇത് പറഞ്ഞാൽ ഉൾക്കൊള്ളാൻ പറ്റുന്ന, റിജക്റ്റ് ചെയ്യാൻ പറ്റാത്ത കുറച്ച് മൈൻഡുകൾ വേണം. അപ്പോൾ നിങ്ങളുടേത് ഫ്രഷ് മൈൻഡാണ്. ദാറ്റ് മീൻസ് നിങ്ങൾ കുട്ടികളാണ്. അപ്പോൾ എനിക്ക് വേറെ എവിടെ പറഞ്ഞത് റിജക്ഷൻ. അപ്പോൾ നിങ്ങളിലോട് ഇത് പറഞ്ഞ് നിങ്ങൾ അതിലേക്ക് പാകപ്പെടുത്തി എടുക്കുന്നതിലൂടെ ഏതൊരാൾക്കും, ഒന്നും അറിയാത്ത ഒരാളെ ഇതിലേക്ക് ആക്കിയെടുക്കാൻ, പാകപ്പെടുത്തി എടുക്കാനുള്ളൊരു വിദ്യ ഞാൻ ശരിക്കും നിങ്ങളിലൂടെ എക്സ്പ്ലോർ ചെയ്തെടുക്കായിരുന്നു. അപ്പം നിങ്ങളിലൂടെ എക്സ്പ്ലോർ ചെയ്തെടുത്തതിന് ശേഷം ആ പാകപ്പെടൽ എനിക്കും കിട്ടിയപ്പോൾ എങ്ങനെയെന്നുള്ള കിട്ടിയപ്പോൾ നാച്ചുറലി ഇതിലേക്ക് പറ്റാത്തവരൊക്കെ മാറുന്നു, ഇതിലേക്ക് പറ്റിയവരൊക്കെ എത്തുന്നു. നമ്മളൊരിക്കലും ഇത് എല്ലാവർക്കും ഇതന്നെ വേണമെന്നൊന്നും നിർബന്ധം പിടിക്കണമെന്നില്ല. ചിലർക്ക് ഇതായിരിക്കും വേണ്ടി വരാം, ചില ആളുകൾക്ക് ഒരു പാറ്റേൺസ് ആണ് ഇതായിരിക്കും. അപ്പോൾ ഇത് പറ്റുന്ന, ഇതിലേക്ക് വേണ്ട, ഇതിലേക്ക് കണക്റ്റഡ് ആകാൻ പറ്റുന്ന, ചിന്തിക്കാൻ പറ്റുന്ന ആളുകളിലേക്ക് നമ്മൾ എത്തണം. അങ്ങനെ ഇപ്പോൾ അതിലേക്ക് പറ്റിയ ആളുകളും വരാൻ വേണ്ടി തുടങ്ങി. മാത്രമല്ല ഇനി അങ്ങനത്തെ അല്ലാത്തവരാണെങ്കിൽ അവർക്ക് ബോധ്യപ്പെടുത്തുന്ന ഒരു മാജിക് അവിടെ സംഭവിക്കണത് കാണാൻ വേണ്ടി പറ്റുന്നതാണ്. സോ ഇറ്റ് വാസ് എ കംപ്ലീറ്റ്ലി മാജിക്. പിന്നെ ഇപ്പോൾ എനിക്കറിയാം, ആദ്യം അറിയില്ലെങ്കിൽ കൂടി ഇപ്പോൾ എനിക്കറിയാം ഈ വിസ്ഡം എന്ന് പറഞ്ഞത് അതിൻ്റെ വൈബ്രേഷനാണ് മാറ്റേഴ്സ്. ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് ഗൈഡ് ടോക്കിലൊക്കെ ആദ്യമായിട്ട് വന്നിരിക്കുമ്പോൾ ഇവിടെ പറഞ്ഞ സാധനത്തിൻ്റെ ലെവൽ കൂടിയിട്ട് ഇത് എന്താണെന്ന് പിടുത്തം കിട്ടാണ്ട് ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുന്ന ആൾക്കാർ. പക്ഷേ 2-3 തവണ അവിടെ ഇരിക്കുമ്പോഴേക്ക് പിന്നെ അവർക്ക് പെട്ടെന്ന് ഗ്രഹിക്കാൻ പറ്റുന്നു. അപ്പോൾ എന്ത് മാജിക് അവിടെ നടന്നു നോക്കി കഴിഞ്ഞാൽ ഞാൻ പറയും അത് പറയുന്ന വിസ്ഡം വാക്ക് വചനങ്ങളൊന്നുമല്ല, ആ വൈബ്രേഷൻ, അത് സ്റ്റേഷൻ ഓഫ് ഹാർട്ടാണ് കണക്റ്റഡ് ആണ്. ഇപ്പോൾ നമുക്ക് അതിനെപ്പറ്റിയൊക്കെ നന്നായിട്ട് അറിയാം, ഗൈഡ് ഡിസൈപ്പിൾഷിപ്പിലൂടെ ഒക്കെ പോകുന്നതുകൊണ്ട് വി നോ ദാറ്റ്. അപ്പോൾ ആ സ്റ്റേറ്റ് കണക്ഷനാണ് മാറ്റേഴ്സ് എന്ന് പറയുന്നതോട് കൂടിയിട്ട് ഇപ്പോൾ ഒരു കുഴപ്പമില്ല. കാരണം വി നോ നമ്മുടെ സ്റ്റേറ്റ് കറക്റ്റ് ആവുക, ഏത് ആൾ ഇവിടെ വന്നിരുന്നു കഴിഞ്ഞാലും ആ സ്റ്റേറ്റ് വൈബ്രേഷൻ കറക്റ്റായി കഴിഞ്ഞാൽ അവർക്ക് അറിയാത്ത വാക്കുകൾ ഞാൻ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ കൂടി ദേ ക്യാൻ കണക്ട് വിത്ത് ദ തിങ്സ് എന്നൊരു സംഭവമുണ്ട്. അപ്പോൾ അവിടെയാണ് ഇത് ലാംഗ്വേജ് ഓഫ് ദ ഹാർട്ട്. അത് സൈലൻസ് ആണ്. നമ്മൾ ഈ പറയുന്നതിൻ്റെ ഇടയിലൂടെ ഒക്കെ നമ്മുടെ ഹാർട്ട് കൺവേ ചെയ്യുന്നൊരു സാധനമുണ്ട്. അത് കണക്ട് ചെയ്തെടുക്കുന്ന പോയിന്റിൽ എത്തിക്കാൻ നമ്മൾ കുറച്ച് പരിശീലിക്കണം. ആ പരിശീലനം കഴിഞ്ഞ് പോയ കുറേ കാര്യങ്ങൾ. ഇപ്പോൾ ഞാൻ പറയല്ലേ, ഇനി നമ്മൾ അടുത്തൊരു തലത്തിലേക്ക് വേണമെങ്കിൽ കൂടുതൽ സംസാരിക്കേണ്ട ആവശ്യമില്ല, നമ്മളിങ്ങനെ ഇരുന്നാൽ മതി. നാച്ചുറലി ത്രൂ ദ സൈലൻസ് വി ക്യാൻ ട്രാൻസ്ഫർ ലോട്ട് ഓഫ് തിങ്. അതായത് ചിലർ പറയല് ഇവിടെ ഇങ്ങനെ വന്നിരിക്കുമ്പം ഒരു ഭയങ്കര എന്തോ കാറ്റടിക്കണ പോലെ, ഇവിടെ ഇങ്ങനെ വന്നപ്പോൾ എന്തോ ഒന്ന് കിട്ടിയതുപോലെ, ഒന്നും ചെയ്യാതെ ആ പ്രസൻസിൽ. ദാറ്റ് മീൻസ് ആ സ്റ്റേറ്റ് ഓഫ് സൈലൻസും സ്റ്റേറ്റ് ഓഫ് ദ ഹാർട്ടും ആണ് അതിലെ മാജിക്. അത് കണ്ടെത്താൻ
നമ്മൾ ഒരുപാട് ഹൃദയങ്ങളിലൂടെ പോകണം, ഒരുപാട് മനസ്സിലൂടെ പോകണം, അവരെ പാകപ്പെടുത്തിയെടുക്കണം. അതൊക്കെ നമുക്കുള്ള പഠനങ്ങളാണ്, പരിശീലനങ്ങളാണെന്നുള്ളതാണ്. അപ്പം ആദ്യമൊക്കെ ഭയങ്കര ചലഞ്ചിങ് ആയിരുന്നു. നമ്മൾ നോക്കും ഇത് ഇവർക്ക് താങ്ങൂലേ, ഇവർക്ക് പറ്റും. ഇപ്പം അങ്ങനെയൊന്നുമില്ല. ആര് വന്നിരുന്നാലും അവർക്ക് പറ്റുന്ന ലെവലിൽ വി ക്യാൻ കമ്മ്യൂണിക്കേറ്റ് ദ തിങ്സ് ആൻഡ് കണക്ട് വിത്ത് ദം. ആ ഒരു പോയിന്റിലേക്ക് എത്താന്നുള്ളത് വലിയൊരു ഭാഗ്യമാണ്. ഓക്കെ, ചാറ്റ് ബോക്സിൽ അത് കഴിഞ്ഞിട്ടുണ്ട്. എന്നാലും ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ചോദിക്കാം. ഗൈഡ് ഇപ്പോൾ പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, ആൾക്കാർ വന്നിരിക്കുക, അതിലൂടെ അവർക്ക് ഒരു എലവേഷൻ പോസിബിൾ ആവുക എന്ന് പറയുന്നൊരു സംഭവം. അപ്പോൾ ഈ ഓഡിയൻസിൽ തന്നെ കുറേ പേർക്ക് അത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കും. കുറേ കാര്യമായിട്ടൊക്കെ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പുതിയതായിട്ടൊന്നും കേൾക്കാനല്ല അവർ വന്നിരിക്കുന്നത്, ബട്ട് ആ ഇരുത്തം അവരിൽ എന്തോ ഒരു മാറ്റം ഉണ്ടാകുന്നു. ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു ഡാൻസൊക്കെ കാണുന്നത് പോലെ അതിലൊന്നും എന്താണ് വേർബലി ഒന്നും ഷെയർ ചെയ്യുന്നില്ല, പക്ഷെ അത് കണ്ടിരിക്കാൻ എന്തോ ഒരു എന്താണ് ഒരു തൃപ്തി, അല്ലെങ്കിൽ ഒരു ഭയങ്കര ഒരു സോൾഫുൾ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഗൈഡും വേറെ രീതി പറഞ്ഞിട്ടുണ്ട്, ഒരു ഡാൻസ് അല്ലെങ്കിൽ ഒരു ഡാൻസറുടെ ഡാൻസ് ഏറ്റവും കൂടുതൽ ഇഫക്റ്റീവ് ആവുന്ന, അല്ലെങ്കിൽ ആളുകളിലേക്ക് എത്തുന്നത്, അത് കാണുന്ന ആൾക്കാരെക്കുറിച്ച് ഒരു ചിന്തയും ഈ ഡാൻസർക്ക് ഇല്ലാതാവുമ്പോഴാണെന്നുള്ളത്. അപ്പോൾ ഗൈഡ് ടോക്ക് അത്തരത്തിലൊരു ഡാൻസ് ഫോം തന്നെയാണോ, അത് തന്നെയാണോ ആളുകളിലേക്ക് അത് ശരിക്കും റിഫ്ലക്റ്റ് ആവുന്നത്? എക്സാക്ട്ലി. ഈ ഡാൻസ് എന്നുള്ളതിന് നമുക്ക് ഒന്നുകൂടി ഇലാബറേറ്റ് ചെയ്താൽ, അതിനെ സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് ആർട്ട് എന്ന് പറയാം. ആർട്ട് ഫോം എന്നൊരു സംഭവം ഉണ്ടല്ലോ. അപ്പം നമ്മൾ വൈജ്ഞാനികമായിട്ടുള്ളതാവട്ടെ ഏത് സാധനം, അതൊരു കുക്കിംഗ് എടുത്താൽ പോലും നമ്മളത് പരിശീലിച്ച് നമ്മളതിലൊരു ആർട്ടിസ്റ്റാവും. അപ്പോൾ നമുക്കത് കാണാൻ ഭയങ്കര രസമായിരിക്കും. അത് ചെയ്യുന്ന ആളും ആസ്വദിക്കും, കാണുന്ന ആളും ആസ്വദിക്കും. അപ്പോൾ ചില ഷെഫുകളൊക്കെ ഉണ്ട്, അവരിങ്ങനെ കുറേ കാലം കുക്ക് ചെയ്ത് നമ്മളവർ കുക്ക് ചെയ്യണത് കാണാൻ നമുക്ക് ഇഷ്ടമായിരിക്കും. അവർ കുക്ക് ചെയ്യണത് അവർക്ക് അതിനേക്കാളും ഇഷ്ടമായിരിക്കും. അപ്പോൾ അവർക്ക് കുക്കിംഗ് എന്ന് പറഞ്ഞാൽ പുതിയ ഏരിയകൾ എക്സ്പ്ലോർ ചെയ്യുന്നൊരു ഇടായിരിക്കും. ബാക്കിയുള്ളവർക്ക് അവരെ കുക്കിംഗ് എന്ന് പറഞ്ഞാൽ കുക്കാണ് ചെയ്യണത്, പക്ഷെ അവരെ കണ്ടിരിക്കാൻ ഭയങ്കര രസമായിരിക്കും എന്നുള്ളതാണ്. അതാണ് ആക്ച്വലി ഒരു കാര്യത്തിൻ്റെ മാസ്റ്ററി ലെയർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഗൈഡ് ടോക്കുകളിലും മറ്റുള്ളതിലും സംഭവിക്കുന്ന ആ മാസ്റ്ററി ലെയറാണ്. നമ്മൾ സെഷൻസ് എടുത്ത് ഇപ്പോൾ എത്ര മണിക്കൂർ എന്ന് ചോദിച്ചാൽ കണക്കുണ്ടാവില്ല. എടുത്ത് നോക്കുകയാണെങ്കിൽ 10,000 ഒന്നുമല്ല, അതിലേറെ എത്രയോ മണിക്കൂറുകൾ നമ്മൾ സെഷൻസ് അങ്ങനെ കടന്നു പോയി കഴിഞ്ഞ് ഗൈഡ് ടോക്കിൻ്റെ അവസാനം അത്രയും ഉണ്ടായിരിക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെ ഈ ഒരു സ്റ്റേറ്റ് ഓഫ് ആർട്ടിസ്ട്രി ഉണ്ട്, സ്റ്റേറ്റ് ഓഫ് ആർട്ട് എല്ലാത്തിലും ഉണ്ട്. അപ്പോൾ ചിലർക്ക് അത് ഡാൻസ് ആയിരിക്കും. അത് ഞാൻ പറഞ്ഞത് ആർട്ട് ഫോമുകളായിട്ട് നമ്മൾ എണ്ണി പറഞ്ഞ ഡാൻസ്, പാട്ട്, വര എന്നതിനപ്പുറത്തേക്ക് എല്ലാറ്റിലും ആ ആർട്ട് കണ്ടെത്തുമ്പോൾ അതിന് ബ്യൂട്ടി ഉള്ളൂ. ഇപ്പോൾ ഡാൻസ് ചെയ്യാൻ അറിഞ്ഞ ആളിനെ ഡാൻസ് ചെയ്തുകൊണ്ട് എല്ലാവരും കണ്ടോളണമെന്നില്ല. ക്രിക്കറ്റ് കളിക്കാൻ ആൾക്കാർ ക്രിക്കറ്റ് കളിക്കുമ്പോഴും സച്ചിൻ ബാറ്റ് വീശുമ്പോൾ ആൾക്കാരത് കണ്ടിരിക്കുന്നത് അതിലൊരു രസമുണ്ട്, ഒരു ആർട്ട് ഫോം ഉണ്ട്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ ഇതേപോലെ ആർട്ടിസ്റ്റാന്ന് പറഞ്ഞ ആൾക്കാരും ചിലപ്പോൾ ആർട്ട് പെർഫോം ചെയ്താൽ ആളുകൾക്ക് അത്ര ആസ്വാദനം തോന്നിക്കൊള്ളണമെന്നില്ല. സോ ഇറ്റ് ഈസ് ഓൾ അബൌട്ട് നമ്മൾ അത് റിപ്പീറ്റ് ചെയ്ത് വരുന്ന സമയത്ത് അതിൻ്റെ ഒരു ആർട്ടിസ്റ്റിക് സ്റ്റേറ്റ് ടച്ച് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഗൈഡഡ് ടോക്കിൽ ഇപ്പോൾ ആർട്ടിസ്റ്റിക് സ്റ്റേറ്റ് ടച്ച് ചെയ്തിട്ടുണ്ട്. ഫോർ മീ ഗൈഡഡ് ടോക്ക് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ഒരു ആർട്ടിസ്ട്രിയാണ്. ഡാൻസ് പുതിയ വിസ്ഡംസ് എങ്ങനെ വരും, പുതിയ കണക്ഷൻസ് എങ്ങനെ വരും, ഉള്ളതിനെങ്ങനെ കണക്ട് ചെയ്യും. ഇനി ഇതിൻ്റെയൊക്കെ പീക്ക് പോയിന്റ് എന്ന് പറഞ്ഞാൽ എല്ലാ ആർട്ടിസ്ട്രിയിലെത്തിയ ആദ്യം നമ്മൾ മാസ്റ്ററിയിലെത്തുന്നു, മാസ്റ്ററിയിൽ നിന്ന് അത് ആർട്ടിസ്ട്രിയാണെന്ന് തിരിച്ചറിഞ്ഞു, ആർട്ടിസ്ട്രിയിൽ നിന്ന് അത് എങ്ങോട്ടാണ് കൊണ്ടുപോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, നമ്മളല്ലേ ഹാർട്ട് എന്ന് പറഞ്ഞാൽ ദൈവികതയിലേക്ക്, അതിൻ്റെ സീക്രട്ടിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അങ്ങനെ എത്തിക്കഴിയുന്ന സമയത്ത് നമുക്ക് എല്ലാത്തിലും പിന്നെ ആ പോയിന്റേ കാണാൻ പറ്റുള്ളൂ, ദ സീക്രട്ട് കോർ ഓഫ് ദാറ്റ്. അപ്പം ഇവിടെ വന്നിരിക്കുന്ന ആളുകൾക്ക് ആക്ച്വലി ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം അവനവനെ തന്നെ കാണാനുള്ള ആ ഒരു വൈബ്രേഷൻ, അതിലേക്ക് വീണ്ടും കണക്ട് ചെയ്യാം. ഇറ്റ്സ് നോട്ട് മോട്ടിവേഷൻ, ഇറ്റ്സ് എ സ്റ്റേറ്റ്. ആ സ്റ്റേറ്റ് കണക്ട് ചെയ്യുമ്പോൾ നമ്മളിൽ ആർട്ടിസ്റ്റായിട്ട് കണക്ട് ചെയ്യാം. നമ്മളിൽ ആർട്ടിസ്റ്റായിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് നമ്മളിൽ ഈ ആർട്ടിലേക്കാണ് കണക്ട് ആണ്, ദൈവികമായ ആർട്ടിലേക്ക്. അത് എത്ര കിട്ടിയാലും നമുക്ക് മതിയാവില്ല. അത് നമ്മൾ നിത്യജീവിതത്തിലേക്ക് നമ്മൾ ആർട്ടിൽ നിന്ന് ഡിസ്കണക്ട് ആകുമ്പോൾ നമ്മൾ വേറെ പല കാര്യത്തിലേക്കും പോകും. അപ്പോൾ വീക്കിലേക്കെങ്കിലും വന്നിട്ട് ആ നമ്മളിലെ ആർട്ടിസ്ട്രിയെ എക്സ്പ്ലോർ ചെയ്ത് ഇങ്ങനെ ഇരിക്കാൻ പറ്റുന്നത്, ദാറ്റ്സ് റിയലി അമേസിങ്. അത് ഒരാൾ വിടൂല എന്നുള്ള, കാരണം എപ്പോഴും അതിലായിട്ട് ഇരിക്കാൻ ഒരാൾ കോച്ചുകൊണ്ടിരിക്കുക. ഇറ്റ്സ് നോട്ട് മോട്ടിവേഷൻ, ഇൻസ്പിറേഷൻസ്, എനിത്തിങ് ലൈക്ക് ദാറ്റ്. സോ ആർട്ടിസ്ട്രിക്ക് പിറകിൽ സംഭവിക്കുന്ന ഒരു പോയിന്റ് ഉണ്ട്. അത് കാണാനും അത് അനുഭവിക്കാനാണ് ഇവിടെ ഓരോരുത്തർ വന്നിരിക്കുന്നത്. ഞാൻ പറഞ്ഞത് ചിലപ്പോൾ അതിൽ വിസ്ഡം പോലും മാറ്റേഴ്സ് ആയിരിക്കില്ല. വിസ്ഡം ഏതും നമുക്ക് തൊടാം, എങ്ങനെ പോകാം, പക്ഷെ ആ ഹാലാണ് മാറ്റേഴ്സ്. ആ സ്റ്റേറ്റ് ഓഫ് ആർട്ടിസ്ട്രി ഉണരുന്ന തലമുണ്ട്, അതാണ് മാറ്റേഴ്സ്. അതിനൊരു ആർട്ടിസ്റ്റ് തന്നെ വന്ന് പെർഫോം ചെയ്യണം. അപ്പോഴാണ് ആർട്ടിസ്റ്റ് ആ പെർഫോമൻസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ബാക്കിയുള്ളവർക്ക് അത് മിറേഡായിട്ട് ആ ആർട്ട് ആസ്വദിക്കാനും മറ്റുള്ളതിനും പറ്റാന്നില്ല. എല്ലാവരെയും നമുക്ക് ആർട്ടിസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല. ആർട്ട് കൈകാര്യം ചെയ്യുന്ന എല്ലാവരും പേരിന് ആർട്ടിസ്റ്റ് എന്ന് വിളിക്കാം. ബട്ട് സെർട്ടൻ പീപ്പിൾ ആർ ദർ, അവർ ആർട്ട് പെർഫോം ചെയ്യുമ്പോൾ ബാക്കിയുള്ളവരുടെ ഹാർട്ടിലും ആർട്ട് ഉണരും, ആർട്ടിസ്റ്റ് ഉണരും. സച്ചിൻ ബാറ്റ് വീശുന്ന പോലെ, ചില ആൾക്കാർ സംസാരിക്കുന്നത് പോലെ, ചില ആൾക്കാർ പാടുന്നത് പോലെ, ചില ആൾക്കാർ എഴുതുന്നത് പോലെ, ചില ആൾക്കാർ നടക്കുന്നത് പോലെ, ചില ആൾക്കാർ പുഞ്ചിരിക്കുന്നത് പോലെ, ചില ആൾക്കാർ കുക്ക് ചെയ്യുന്നത് പോലെ,
ഏത് രീതിയിലാണ്. ചില ആൾക്കാർ ക്ലീൻ ചെയ്യുന്നതിൽ പോലും വല്ലാത്തൊരു രസമായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ അതാണ് ആർട്ടിസ്റ്റ്. അതിനെപ്പറ്റി ഞാൻ ഓൾറെഡി GT എടുത്തതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ടുണ്ടാവും. ഓക്കെ, ഫൈനൽ ക്വസ്റ്റ്യൻ. യാ ഷുവർ. ഓക്കെ, അപ്പം ഒരാൾ നേരത്തെ മുതൽ ചോദിക്കുന്ന ഏഡിയൻ ടോക്സിനെ എങ്ങനെ ഒരാൾക്ക് ഡിസ്ക്രൈബ് ചെയ്ത് കൊടുക്കണം എന്ന് അറിയില്ല എന്നുള്ള. അപ്പോൾ ഫൈനലി ആൾ ചോദിച്ചിട്ടുള്ളത് ഹൗ ടു ഇൻട്രൊഡ്യൂസ് ഏഡിയൻ ടോക്സ് ടു എ ന്യൂ പേഴ്സൺ ഇൻ ഫ്യൂ വേർഡ്സ്. ഇവിടാണ് വിഷയം വരുന്നത്. കാരണം ഇവിടെ പലതുമുണ്ട്, പല തലങ്ങളുണ്ട്. പക്ഷെ പലതായിട്ട് ഒഴുകുന്നതെല്ലാം ഒറ്റ കടലിലേക്ക് എത്താവുന്നൊരു സാധനം ഉണ്ടല്ലോ. അപ്പം ഡെസ്റ്റിനേഷൻ കടലാണ്. അപ്പോൾ ഏഡിയൻ ടോക്സ് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ഓരോരുത്തർക്കും ഉള്ളിലുള്ള വിസ്ഡം പൂൾ, വിസ്ഡം ഓഷൻ കണ്ടെത്താൻ കൊതിക്കുന്ന ആർക്കുള്ളൊരിടാം. ഏഡിയൻ ടോക്സിൻ്റെ ക്യാപ്ഷൻ തന്നെ നമ്മൾ അങ്ങനെയാണ് എഴുതി വെച്ചത്, വിസ്ഡം വിത്തിൻ അൺഎക്സ്പ്ലോർഡ്. നമുക്ക് എല്ലാവർക്കുള്ളിൽ നമ്മൾ ഇന്ന് വരെ കാണാത്ത, എക്സ്പ്ലോർ ചെയ്യാത്ത ഒരു വിസ്ഡം ഉണ്ട്. ആ വിസ്ഡം എന്ന് പറഞ്ഞാൽ കേവലം അറിവ് മാത്രമല്ല, അതിൽ അനുഭവമുണ്ട്, അതിൽ ലഹരിയുണ്ട്, അതിൽ പ്രണയമുണ്ട്, അങ്ങനെ ആത്മാവിൻ്റെ തലങ്ങളുണ്ട്, അതുപോലെ തന്നെ ട്രാൻസ്ഫോർമേഷൻ ഉണ്ട്, ഹീലിംഗ് ഉണ്ട്. അങ്ങനെ എല്ലാം കൂടി ചേർന്നതാണ്. ഇത് നമ്മുടെ ഉള്ളിൽ നിന്നാണ് കണ്ടെത്തേണ്ടത്. അപ്പോൾ ഒരു സെൽഫ് ആക്ച്വലൈസേഷൻ എന്നതിലേക്ക് നോക്കി നിൽക്കുന്ന ഒരു എക്സ്പെക്റ്റേഷൻസും ഇല്ലാണ്ട് ജസ്റ്റ് ആക്ച്വലൈസ് ദംസെൽഫ് എന്നതിലേക്ക് തേഴ്സ്റ്റ് ഉള്ള സീക്ക് ചെയ്യുന്ന ഏതൊരാൾക്കും വരാൻ പറ്റിയ ഇടമാണ് ആക്ച്വലി ഏഡിയൻ ടോക്സ് എന്ന് പറഞ്ഞാൽ. അങ്ങനെ ഇപ്പം അതിനെ പറഞ്ഞു വെക്കാൻ വേണ്ടി പറ്റുള്ളൂ. കാരണം ഇത് മാറിക്കൊണ്ടേ ഇരിക്കുന്നതാണ്. നമ്മൾ 2 കൊല്ലം മുന്നേ പറഞ്ഞ ഏഡിയൻ ടോക്സ് എന്താണോ അതൊന്നും അത് മാറിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ സിംപ്ലി പറഞ്ഞാൽ എല്ലാവർക്കും ഉള്ളിൽ ഒരു ആസ്പിറേഷൻ ഡൈസ് നെവർ, ADN, ആസ്പിറേഷൻ ഡൈസ് നെവർ എന്ന് പറഞ്ഞാൽ ഒരിക്കലും മരിക്കാത്ത ആസ്പിറേഷനിലൂടെ ഉള്ള ഒരു സീക്കറുണ്ട് എല്ലാ മനുഷ്യന്മാരുടെ ഉള്ളിലും. എല്ലാത്തിനും പിറകിലെ പൊരുൾ അറിയണമെന്ന് ആഗ്രഹിക്കുന്നത്, എല്ലാത്തിനും പിറകിലെ മീനിങ് അറിയണമെന്ന് ആഗ്രഹിക്കുന്നത്, ലൈഫ് മീനിങ്ഫുൾ ആകണം എന്ന് ചിന്തിക്കുന്നത്, പർപ്പസ്ഫുൾ ആകണം ചിന്തിക്കുന്നവർ. ഇങ്ങനെ വ്യത്യസ്ത ചോദ്യങ്ങൾ. അതിൻ്റെയൊക്കെ ഉത്തരം ഒന്നാണ്. ചോദ്യം മീനിങ്ഫുൾ ആക്കണം, പർപ്പസ് കണ്ടെത്തണം, പാഷൻ അറിയണം, ലൈഫ് മാറ്റണം, അല്ലെങ്കിൽ ഇത് ഗെയിൻ ചെയ്യണം. ഇതൊക്കെ പല ചോദ്യങ്ങളാണെങ്കിൽ ഈ പല ചോദ്യങ്ങൾക്കുള്ള എല്ലാ ചോദ്യങ്ങളെയും ഒറ്റ ചോദ്യത്തിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ പല ചോദ്യങ്ങളെ ഒന്നാക്കി മാറ്റുന്ന, ആ ഒന്നിൽ നിന്നുകൊണ്ട് പല ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കണ്ടെത്താൻ പറ്റുന്ന ഒരു സ്പേസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. സോ ദർ ഇസ് എ വിസ്ഡം വിത്തിൻ അൺഎക്സ്പ്ലോർഡ്. അതിന് സീക്ക് ചെയ്തിരിക്കുന്ന ഏതൊരാൾക്കുള്ള ഒരു ഇടമായിട്ട് നമുക്ക് ഏഡിയൻ ടോക്സ് പറയാം. ഇന്നതിന് ഇന്നത്, ഈ കാര്യത്തിൽ ഇന്നത് എന്ന് ചിന്തിക്കാതിരിക്കുകയാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഇതിൻ്റെ ഒരു പാർട്ട് മാത്രം എടുത്ത് കൊണ്ടുപോകാൻ വേണ്ടി പറ്റുള്ളൂ എന്നുള്ളതാണ്. ഈ പാർട്ടിന് പോയിന്റിലെത്തുമ്പോൾ ഞാൻ സീക്കേഴ്സിനെ പ്രോത്സാഹിപ്പിക്കൽ അതില്ല. നോ എക്സ്പെക്ടേഷൻ, ജസ്റ്റ് കം ഹിയർ ആൻഡ് എക്സ്പ്ലോർ യുവർ സെൽഫ് ആൻഡ് ഫീൽ യുവർ സെൽഫ് ആൻഡ് ആക്ച്വലൈസ് യുവർ സെൽഫ്. അതും നിങ്ങൾക്ക് ഒരുപാട് സാധനങ്ങൾ കിട്ടും നാച്ചുറലി. നമ്മുടെ ഉള്ളിൽ നിന്നും തന്നെ വിസ്ഡം കിട്ടും, ഹീലിംഗ് കിട്ടും, ലവ് കിട്ടും, ട്രാൻസ്ഫോർമേഷൻ കിട്ടും, എലവേഷൻ കിട്ടും, എവല്യൂഷൻ കിട്ടും എന്നൊരു ഒരുപാട് സാധനങ്ങൾ നമുക്ക് എടുത്തുകൊണ്ടുവരാൻ പറ്റും. റിയലൈസേഷൻസ് ഒക്കെ കിട്ടും. ഇതിനെ എല്ലാത്തിനും കൂടി ഒരു പാക്കേജ് ആക്കുകയാണെങ്കിൽ അതിൽ ചില ആളുകൾക്ക് ഇന്നത് മാത്രം മതി എന്നാണെങ്കിൽ അത് മാത്രം എടുത്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ഇടമായിട്ട് നമുക്ക് വേണമെങ്കിൽ ഇപ്പം താൽക്കാലികമായിട്ട് ഏഡിയൻ ടോക്സിനെ ഡിഫൈൻ ചെയ്യാം. ഓക്കെ, ഫീഡ്ബാക്ക് സെഷൻ. യാ, അപ്പം നമ്മുടെ സമയം 9:45 ആയി. ആക്ച്വലി നമ്മൾ 8:30, 8:45 ആകുമ്പോഴേക്ക് കൺക്ലൂഡ് ചെയ്യാനാണ്. നിങ്ങളുടെ ചോദ്യങ്ങളൊക്കെ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. സമയം ഇത്രയും പോയതിൽ ക്ഷമ ചോദിക്കുന്നില്ല. കാരണം ഇന്നത്തെ ഡേ ആയതുകൊണ്ടാണ് നമ്മളിങ്ങനെ പോയത്, 250th ആയതുകൊണ്ട്. അപ്പം നമ്മുടെ സീരീസ് മാനിഫെസ്റ്റേഷൻ ആൻഡ് ഈ പറഞ്ഞ പോലെ തന്നെ പ്രയർ, അതിൻ്റെ കൺക്ലൂഷൻ January 17th നമ്മൾ ഗ്രാൻഡ് സെലിബ്രേഷനായിട്ട് വരുന്നത്. അപ്പോൾ എല്ലാവരും അതിൽ പങ്കെടുക്കാൻ വേണ്ടി ശ്രമിക്കണം. എൻറോൾ ചെയ്യാത്തവരൊക്കെ പെട്ടെന്ന് തന്നെ എൻറോൾ ചെയ്യുക. ഇപ്പോൾ സീറ്റ് ഓൾറെഡി ഇന്നലെയൊക്കെ തുടങ്ങിയില്ലേ, സീറ്റ് അറേഞ്ച്മെൻറ്റ് തുടങ്ങിയില്ലേ? ഓക്കെ, ഇന്നലെ രാത്രിയൊക്കെ ഇരുന്നവരൊക്കെ നമ്മൾ സീറ്റിങ്സ് ഒക്കെ അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക. ഏകദേശം ഫില്ലായിക്കൊണ്ടിരിക്കുക. അപ്പോൾ ബാക്കിലേക്ക് ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ആ വ്യൂവിൻ്റെ വിഷയങ്ങളോ ആ ഒരു ലൈവ് എക്സ്പീരിയൻസ് കട്ടായി പോകണ്ടെന്ന് കരുതിയിട്ടാണ് പറഞ്ഞത്. അപ്പോൾ ഇനിയും സമയം ഉണ്ടല്ലോ എന്ന് കരുതിയിരിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. ഇനി സമയം ഇല്ല എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. കാരണം എൻറോൾ ചെയ്തിട്ട് നിങ്ങൾ മെൻ്റലി പ്രിപ്പയർ ചെയ്യണം. ഇനി എൻറോൾമെൻറ്റ് കഴിഞ്ഞവർ ഓക്കെ നെക്സ്റ്റ് സാറ്റർഡേ ആണ് ആ GT 250 നടക്കണം. അപ്പോൾ അതിലേക്ക് നമ്മൾ മെൻ്റലി പ്രിപ്പയർ ആകേണ്ട ഒരു പീരീഡാണ്. അപ്പോൾ അതിന് മെൻ്റൽ പ്രിപ്പറേഷൻസിലേക്ക് എല്ലാവരും ഒരുങ്ങാം. മാക്സിമം ബെസ്റ്റ് ആയിട്ടുള്ളത് ഡെലിവർ ചെയ്യാനും നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനും ശ്രമിക്കും എന്നുള്ളതാണ്. എന്തായാലും താങ്ക് യു സോ മച്ച്. ഇനി നിങ്ങളുടെ ടൈമാണ്. ഇതിനേക്കാളും കളർഫുള്ളായിട്ട് അടുത്ത GTയിൽ നമുക്ക് കാണാം. നിങ്ങളുടെ ഫ്രണ്ട്സോ വേറെ ആരെങ്കിലും ഒക്കെ GT 250ക്ക് വരുന്നത് നന്നാവും തോന്നുന്നുണ്ടെങ്കിൽ അവരോടൊക്കെ അത് ഷെയർ ചെയ്യുക. ആൻഡ് ഓൾസോ
വരുന്ന GT-കളിലൊക്കെ തന്നെ ലൈവായിട്ട് തന്നെ പങ്കെടുക്കാൻ വേണ്ടി നോക്കാം. വളരെ നന്നായിരിക്കും എന്നുള്ളതാണ്. ഇതേ ആവേശത്തോട് കൂടിയിട്ട് ഇന്ന് ഒരുപാട് ആളുകൾ നേരത്തെ ജോയിൻ ചെയ്തു. ഒരുപാട് താങ്ക്സ്. ഇത് തുടരട്ടെ. ഇനി ഒരുപാട് ആളുകൾക്ക് വെളിച്ചം കിട്ടട്ടെ, സന്തോഷം കിട്ടട്ടെ, സ്നേഹത്തിലാവട്ടെ, വിജയത്തിലാവട്ടെ. ഒരുപാട് സ്നേഹം എല്ലാവർക്കും. താങ്ക് യു സോ മച്ച്. ഓൾ ദ ബെസ്റ്റ്.